എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സാറേ. അപ്പൊ ഈ 2 ദിവസം ഒരു വളരെ ലോവസ്റ്റ് സമയമാണ്. നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ 3 വീക്സ് ടൈമില് മദ്യത്തിൽ നിന്നോ ലഹരിയിൽ നിന്നോ വിട്ടു നിന്ന് നമ്മുടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് പറഞ്ഞോളൂ മോളെ. കൂടുതൽ ബെനിഫിറ്റ്. ഈ 2 ദിവസത്തില് അല്ലെങ്കിൽ ഒരു ദിവസത്തിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാല് ചിലപ്പോൾ അതിന്റെ തലേ ദിവസമൊക്കെ മദ്യപിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് ഈ വിഡ്രോയിൽ തന്നെ മാറി ഹലോ. നിൽക്കാനായിട്ട് ചില ആൾക്ക് മിനിമം 7 ഡേയ്സ് വേണ്ടി വരും. കേൾക്കുന്നില്ല. ചില ആൾക്ക് 3 വീക്സ് വരെ പോകും. നെറ്റിന് പ്രോബ്ലം ഉണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 3 വീക്സ് എങ്കിലും നമ്മുടെ പ്രോഗ്രാമിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ ശരി, ഇങ്ങോട്ടേലും ഒന്ന് നമ്മള് മാറി നിന്നോ. ആൾക്കാരൊക്കെ ആയിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കിട്ടുമോ? ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി വിട്ടു ആ, നിൽക്കുക ഇപ്പൊ എന്നുള്ള ക്ലിയർ ആണ്. നമ്മള് മനസ്സിലാക്കി പറഞ്ഞോളൂ. കൊടുത്ത് അത് കൂടി ഒന്ന് ഒരു പ്രവർത്തനം നടത്തി ഇത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ദോഷം തന്നെ, അവർക്കിത് മനസ്സിലാവില്ല, ഒരു പിടിയും ഹായ് കിട്ടില്ല. റോസ്മേരി, ഹായ്. ഏതായാലും വന്ന സുഹൃത്തിനെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. അദ്ദേഹം നിരന്തരമായിട്ട് പ്രോഗ്രാമിൽ വരിക, നമ്മുടെ മുദ്രാവാക്യം 24 മണിക്കൂർ ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടു നിന്ന് മുന്നോട്ട് പോവുക. അങ്ങനെ നമുക്ക് ഒരു മനസ്സുണ്ടാകുക. ഒരു മനസ്സെന്ന് പറഞ്ഞാൽ കേൾക്കാൻ മനസ്സ് വേണം. കേൾക്കുന്നത് മനസ്സിലാക്കാൻ മനസ്സ് വേണം. അതുപോലെ അത് ഒരു പ്രചോദനമാകാൻ മനസ്സ് വേണം. മുന്നോട്ട് പോകാൻ മനസ്സ് വേണം. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഒരു മനസ്സ് വേണം. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ എത്ര നാളവിടെ വന്നിട്ടുണ്ട്, എന്തിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങള് തിരിച്ചറിയപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിന് വില കുറച്ച് കാണാൻ പാടില്ല. കാരണം ഇത് ഇന്നിപ്പോ ലോകോത്തരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതൊരു കാര്യപരിപാടിയാണ്. ഇതൊരു സംഘടനയൊന്നും അല്ല, ഇതൊരു കാര്യപരിപാടി നടത്തുന്ന സ്ഥലമാണ്. അപ്പൊ ഈ കാര്യപരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാല് ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ട ഒരാള് സ്വയം മനസ്സിലാക്കി തിരിച്ചുവരവ് നടത്താനായിട്ട് സ്വന്തം നിലയിൽ സെൽഫ് എഫിക്കസി, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, സ്വന്തം നിലയിൽ അവനവനെ മനസ്സിലാക്കി അവനവൻ തന്നെ അവനവന്റെ ഡോക്ടറായിട്ട് മാറി അവനവനെ തന്നെ ചികിത്സിക്കാനുള്ള ഒരു പരിപാടിയാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, നമ്മള് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അത് എന്താണ് എന്റെ അവസ്ഥ, എന്താണ് എന്റെ രോഗം, അതിലെന്തൊക്കെ അടങ്ങിയിരിക്കണം, റോസ്മേരി, താങ്ക് യു ഫോർ ഞാൻ യുവർ എന്ത് ഷെയറിംഗ്. ചെയ്യണം. മോളെ, നല്ല കാര്യം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യമൊന്നും ശരിക്കും ആൻസർ ചെയ്യപ്പെടില്ല പലപ്പോഴും. അപ്പൊ അതിനൊരു കുറച്ചൊരു സാവകാശം വേണം. നമ്മുടെ ബ്രെയിനിന് സ്വീകരിക്കാനുള്ള കഴിവ് വേണം. ഒരു കാര്യം കേട്ട് അത് സ്വീകരിക്കാനും വിശ്വസിക്കാനും അതിൽ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഒരു അവസരം വേണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മദ്യാസക്ത രോഗത്തിന്റെ പേരില് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ്. നമുക്കാരന് പെട്ടെന്നൊന്നും പിടികിട്ടില്ല എങ്കിലും ശരി, അയാൾക്ക് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഭയങ്കരമായിട്ട് ഒരു ഇരുട്ടിലാണ് അത്യാപൽക്കരമായിട്ടൊരു അവസ്ഥയാണ് വയലൻസ്. ഇതൊരു സംഘടിതമായ രോഗാവസ്ഥയാണോ വയലൻസ് ഉണ്ട്, എന്നൊന്നും എനിക്ക് ഒറ്റയ്ക്കുള്ള വയലൻസ് അറിയില്ലായിരുന്നു. ഉണ്ട്. ഇത് സുഖപ്പെടുകയില്ല ഈ എന്നുള്ള ഒരു വയലൻസുമായിട്ട് എങ്ങനെയാണ് ധാരണയിലായിരുന്നു എന്റെ ലഹരി ജീവിതം. വസ്തുക്കൾ ബന്ധപ്പെട്ടിരിക്കുന്നത്, സുബോധം കിട്ടുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് സാധാരണ എനിക്ക് തന്നെ അവിടെയുള്ള പല വയലൻസ് വൈകല്യങ്ങളാണ്. എന്തൊക്കെയാണ്, എന്റെ ഭർത്താവ് അത് മദ്യസക്തനാണ് എങ്ങനെ ഇതുമായിട്ട് എന്നൊന്നും എനിക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയില്ലായിരുന്നു. നമ്മുടെ പുതിയ ആകെ സുഹൃത്ത് ഒരു മനസ്സിലാക്കേണ്ടത് പുറമേക്ക് ഇറങ്ങാൻ പേടി, മറ്റുള്ളവരെ മദ്യാസക്തി, ഫേസ് ചെയ്യാൻ ലഹരി അഭിമുഖീകരിക്കാൻ വസ്തുക്കൾ, പറ്റാത്ത ഒരവസ്ഥ, അതിന്റെ ഉപയോഗം കൊണ്ട് ഒരാൾ എന്തോ പറഞ്ഞാലും എന്നിലാണ് എത്തിച്ചേരുന്ന ഒരു കുറ്റം അവസ്ഥക്കാണ് എന്നുള്ള ഒരു അഡിക്ഷൻ ഇതിലാണ് എന്ന് ഞാൻ പറയുന്നത്. നടക്കുന്നതും എടുക്കുന്നതും എല്ലാം. മറ്റുള്ളവരോട് അഡിക്ഷൻ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്
എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മലയാളത്തിൽ ഇങ്ങനെ അതിന്റെ അർത്ഥം തിങ്ങി നിറയുമ്പോൾ പല ശരിക്കും ഒരു നല്ല സ്ഥലങ്ങളിലും മീറ്റിങ്ങിനും ട്രാൻസ്ലേഷൻ ഇല്ല. എന്നാലും പറയാണ് ട്രീറ്റ്മെന്റ് സെന്ററുകളിലും അമിതമായിട്ടുള്ള ഒക്കെ പോകാറുണ്ട്. ആസക്തി എന്ന് വേണമെങ്കിൽ പറയാം. കടുത്ത തലശ്ശേരി ഒരു തൊട്ട് ആസക്തി, പിന്നെ അത് ലഭിക്കാൻ മാനന്തവാടി എപ്പോഴും അങ്ങനെ എപ്പോഴും ഓരോരോ സമയം ട്രീറ്റ്മെന്റ് ചെലവഴിക്കുക, ഒരു സെന്ററുകളിലും ആർത്തി കയറി ഉണ്ടാകുക. ഇറങ്ങി വരുന്നു. അതിന്റെ ഇടയ്ക്ക് ആ ധ്യാനത്തിന് ലഹരി പോകുന്നു. വസ്തു ഇതിനൊന്നും ഒരു രക്ഷയില്ല. ശരീരത്തിൽ അപ്പം പ്രവർത്തിക്കുക, പ്രത്യേകിച്ചും അത് എന്റെ തലച്ചോറിൽ ഭർത്താവിന് പ്രവർത്തിക്കുക. മാത്രമാണ് ഇങ്ങനെ ഒരു അസുഖം. ഇത് ഞാൻ തലച്ചോറിൽ കണ്ടിട്ടില്ല. പ്രവർത്തിക്കുമ്പോൾ മദ്യപിക്കുന്നവരെ ഒത്തിരി പ്രത്യേകിച്ച് ആ പേരെ ലഹരി കാണുന്നുണ്ട്. വസ്തുവിന്റെ എന്നാലും ഇങ്ങനെയൊന്നും ഞാൻ അറിയുന്നു പ്രധാനപ്പെട്ട കേൾക്കുന്നൊന്നുമില്ല. ഇത് ആക്ഷൻ അതിന്റെ ആഴ്ചയില് കെമിക്കൽ ഒരു നേച്ചർ ദിവസം അനുസരിച്ചാണ്, കുടിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ 2-3 ആഴ്ച രാസവസ്തുവിന്റെ സ്വഭാവം അനുസരിച്ചാണ്. കിടപ്പായിരിക്കും. പിന്നീട് അപ്പൊ അങ്ങനെ വീണ്ടും പലതരത്തിലുള്ള മദ്യം ചെന്നാലേ രാസവസ്തുക്കളുണ്ട്. അതിൽ വീണ്ടും എഴുന്നേൽക്കുള്ളൂ. ഒന്നാമതായിട്ട് അപ്പൊ അത്ലറ്റിക്സ് എന്നൊരു ലോകവ്യാപകമായിട്ടുള്ളത് രോഗമുണ്ട്. അപ്പൊ മദ്യം അതായിരിക്കും തന്നെയാണ്. ഗുളിക മദ്യം, കഴിക്കുന്നതിന്റെ ആയിരിക്കാം എന്നൊക്കെയാണ് എന്റെ നിക്കോട്ടിൻ, ധാരണ. അതായത് ടൊബാക്കോ. ഏതായാലും അടുത്തത് ലാസ്റ്റ് പിന്നെ കട്ടിപ്പാറയാണ് കന്നാബിസ്, ട്രീറ്റ്മെന്റിന് കഞ്ചാവാണ്. പിന്നെ കൊണ്ടുപോകുന്നതും. അതേ തുടർന്ന് എന്നും ഇപ്പൊ പുതിയ മീറ്റിംഗിൽ നിന്ന് ധാരാളം മീറ്റിംഗിലേക്കാണ്. സിന്തറ്റിക് അങ്ങനെ ആയിട്ടുള്ള മീറ്റിംഗിൽ നിന്ന് ലഹരി മീറ്റിംഗിലേക്ക് വസ്തുക്കളുണ്ട്. സഞ്ചരിക്കുമ്പോൾ MDMA ഒരു എന്നൊക്കെ പ്രാവശ്യം പറയുന്ന ലഹരി ഫാമിലി വസ്തുക്കളുണ്ട്. സഹിതം കൊക്കൈൻ എന്ന് പറയുന്ന ലഹരി കണ്ണോത്ത് ഒരു വസ്തുവുണ്ട്. വാർഷികത്തിൽ അറ്റൻഡ് ചെയ്യുകയും പിന്നെ ചില അപ്പോൾ വേദന അവിടെ നിന്ന് ഒരു സംഹാരികളൊക്കെ ഉണ്ട്. അല്ലനോൺ മെമ്പറിന്റെ ഒരു പെൻസൈക്ലിഡിൻ എന്ന് പറയുന്ന ഷെയറിങ് സാധനമുണ്ട്. കേൾക്കുകയും അന്ന് ആണ് ഇതെല്ലാം തന്നെ എനിക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബോധ്യമാകുന്നത് സാധനങ്ങളൊക്കെ തന്നെ മദ്യപാന രോഗം വയലൻസ് എന്ന് ഉണ്ടാക്കുന്ന ഉള്ളത് ലഹരി ഒരു വസ്തുക്കളാണ്. ഫാമിലി ഡിസീസാണ്, ഈ വയലൻസ് രോഗമാണ് വളരെ എന്നുള്ളത്. ഭീകരമായ അവസ്ഥയാണ്. അത് എന്താണ് അതിൽ വയലൻസിന്റെ പ്രത്യേകത? കേട്ടാണ് ഞാനും മീറ്റിങ്ങിൽ ഒരു പുസ്തകത്തിൽ കാര്യമായിട്ട് പോകാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് പറയുന്ന ഈ ഈ വയലന്റ് മദ്യപാനം ആയിട്ടുള്ള നിർത്തിയിട്ടും ഭയങ്കര ആളുകള് പ്രശ്നങ്ങളാണ്. രണ്ട് ഭയങ്കര ദേഷ്യം. ചെറുപ്പക്കാരായിരുന്നു. ഇവിടെ അവരോട് എന്തോ ചോദിച്ചു, നിങ്ങൾ എന്ത് എന്തിനാണ് പറയണം ഈ എന്ത് വയലൻസ് ചെയ്യണമെന്നൊന്നും നടത്തിയെന്ന് ചോദിച്ചു. അറിയാത്തൊരവസ്ഥ. നിർത്തി അപ്പൊ അവര് കഴിയുമ്പം പറഞ്ഞ ഉത്തരം നമ്മൾ നിങ്ങൾക്ക് കേൾക്കണോ? വിചാരിക്കും ഇത് നിർത്തി അവര് പറഞ്ഞു, കഴിഞ്ഞിട്ടും there is a ഭയങ്കര thrill to പ്രശ്നമാണല്ലോ, ഇതിലും kill. ഭേദം കുടിക്കുന്നതായിരുന്നു എന്ന്. എനിക്ക് കൊല്ലാൻ അന്ന് ഒരു മീറ്റിങ്ങിൽ പോകുമ്പോൾ ത്രില്ലാണ്. പല സ്ഥലങ്ങളിലും വണ്ടികളിലൊക്കെ ഇരുത്തി ഒരു എന്നെ ത്രിൽ എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള കട്ടറുകളിലൊക്കെ ഒരു ചാടിച്ചു ആനന്ദം, പെറുക്കിയൊക്കെ ആയിരിക്കും ഉത്സാഹം, പോകുന്നത്. അപ്പോഴും ഒരു ഉത്തേജനം നമുക്കറിയുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മദ്യപാനം ഒരു രോഗമാണ് എനിക്കങ്ങനെ എന്നുള്ളത്. കൊല്ലാൻ ഒരു അങ്ങനെ നല്ലൊരു ഫാമിലിയായിട്ട് മീറ്റിംഗ് തുടർന്ന് പോകുമ്പോഴാണ് ഉത്സാഹമാണ്, ഇത് ഒരു മദ്യപാനി ത്രില്ലാണ് ഒരു കിട്ടുന്നത്. രോഗമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അമിതമായിട്ടുള്ളൊരു അതേ തുടർന്ന് ആവേശമാണ് അല്ലനോൺ മീറ്റിംഗിൽ എന്നൊക്കെ ഞാൻ പറയാം അറ്റൻഡ് ചെയ്യുകയും മലയാളത്തിൽ. എന്റെ അപ്പൊ പഴമക്കാരായ അവര് അല്ലനോൺ മെമ്പേഴ്സിനെ കോണ്ടാക്ട് ചെറുപ്പക്കാരാണ്. ചെയ്യുകയും ചെയ്തു. അവര് അന്ന് തൊട്ട് എനിക്ക് അവരെ മനസ്സിലായി കൗൺസിൽ തുടങ്ങി ചെയ്ത എന്നിൽ ഒത്തിരി കൗൺസിലേഴ്സ് മാറേണ്ടതായ അവരോട് കാര്യങ്ങൾ ചോദിച്ചു, അവര് ഞാൻ എന്നിലേക്ക് അവരോട് തിരിയേണ്ടതായിട്ടുണ്ട് സംസാരിച്ച് എന്ന്. അങ്ങനെ ആ അതിനുശേഷം ഞാൻ രംഗത്ത് നിന്ന് തിരിയാൻ തുടങ്ങി. അവര് അപ്പൊ മാറ്റി. എന്റെ വൈകല്യങ്ങൾ ഞാൻ ഒരു മാറ്റുവാൻ മരണം നടന്നു, തുടങ്ങിയപ്പോൾ 2 എന്റെ മരണം നടന്നു. ഭവനത്തില് ആ മരണം നടന്ന സ്ഥലത്ത് സമാധാനവും നിന്ന് അവരെ ശാന്തിയും വരാൻ തുടങ്ങി. കൗൺസിലിങ്ങിന് വിധേയമാക്കി. അതേ തുടർന്ന് മീറ്റിംഗിൽ അവരോട് നിന്ന് ചോദിച്ചപ്പോഴുള്ള മീറ്റിംഗിലേക്ക് പോയി ഉത്തരം തുടങ്ങിയപ്പോൾ നിങ്ങളെ എന്റെ ഞെട്ടിക്കുന്നില്ലേ? ഭർത്താവിന്റെ അവര് ദേഷ്യവും പറഞ്ഞത് there is a thrill ഓരോ to kill. ജീവിത ശൈലികളും ഇങ്ങനെ മാറാനും കൊല്ലാനായിട്ടൊരു തുടങ്ങുന്നതും എല്ലാം എനിക്ക് നല്ല രസമുണ്ട്. കാണുവാനായിട്ട് സാധിച്ചു. അപ്പൊ അത് നോക്കുക. മീറ്റിംഗിലേക്ക് ഒരു 5 രണ്ടുപേരും വർഷമൊക്കെ എത്തിപ്പെട്ടപ്പോഴാണ് ലഹരി ഇതെല്ലാം വസ്തുക്കൾക്ക് അടിപ്പെട്ട ഒരു ആൾക്കാരായിരുന്നു. എന്താ പറയാ ഉം. അനുഭവിച്ചു അത് തുടങ്ങിയത്. കൂടാതെ തന്നെ ഈ മക്കളിലാണേലും ലഹരി മക്കൾ അല്ലറ്റിൻ വസ്തുക്കൾക്ക് അടിപ്പെടാതെ വെറും ഫെലോഷിപ്പിലായതുകൊണ്ടും പാരമ്പര്യം അവരിലും ഉള്ള ഞാൻ എന്നിലേക്ക് ആൾക്കാരും തിരിഞ്ഞപ്പോൾ തന്നെ ഈ കുടുംബത്തിലെ അതിനോട് എന്റെ ഉള്ള ഭാഗത്തു നിന്നുള്ള മനോഭാവം എല്ലാം മാറി തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത്. എന്ത് There പറഞ്ഞാലും is a ഒന്ന് thrill to kill വിട്ടുകൊടുക്കുവാനും എന്ന് പറയുന്നത്. അവരെ ഒന്ന് അവരുടെ മനസ്സിനെ കേൾക്കുവാനും അത് അവർക്ക് ഒരു അത്രമാത്രം ഗ്ലാസ് വെള്ളം ഇങ്ങനെ കൊടുക്കുവാനും ഒക്കെ കൊലപാതകം സാധിച്ചത് നടത്തുന്നവരെ ഞാൻ അങ്ങനെ അല്ലനോൺ എന്ന മനസ്സിനെ അത് ഫെലോഷിപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ഇന്ന് സുഖവും ലോകവ്യാപകമായിട്ട് ഒരു സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. ഒരു ഈ സാധാരണ ഒരു സംഭവമാണ്. 14 ഒരു വർഷം ഉദാഹരണം എന്നൊക്കെ ഞാൻ പറയാം. പറയുമ്പം ഇതിനു മുമ്പുള്ള തെളിവ് ഒരു സഹിതമാണ് പറയണത്. ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരു മദ്യം, മറ്റു ദിവസമെങ്കിലും ലഹരി ഭർത്താവ് വസ്തുക്കൾ ഉപയോഗിച്ച മദ്യമില്ലാത്ത ഒരു ദിവസം അമേരിക്കയിലെ ഉണ്ടാവുമോ 5000 എന്നുള്ളത്. പേരില് അവരുടെ എന്തായാലും തലച്ചോറിൽ പഠനം നടത്തി. എല്ലാവരുടെയും പ്രാർത്ഥന, അതിനുപരി തലച്ചോറില് ദൈവാനുഗ്രഹം 5000 അതുകൊണ്ട് തന്നെയാണ് പേരുടെ ഈ 14 തലച്ചോറ് വർഷത്തിലേക്ക് സോബറായിരിക്കാൻ സാധിച്ചത്. സ്പെക്ട് സ്കാൻ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞ ഒത്തിരി ഏറ്റവും ലേറ്റസ്റ്റ് എന്താ ആയിട്ടുള്ള പറയുക, ഒരു ഒത്തിരി ഇതിനു സ്കാനാണ്. പിന്നിൽ സ്പെക്ട് ഒത്തിരി സ്കാൻ, സിംഗിൾ അധ്വാനമുണ്ട്. അതുകൊണ്ട് ഫോട്ടോൺ തന്നെയാണ് ഞങ്ങൾ എമിഷൻ ഇന്ന് കമ്പ്യൂട്ടറൈസ് സോബറായിട്ട് ടോമോഗ്രാഫി. അതിന്റെ പോകുന്നത്. ഈ എല്ലാം ഒരു വാക്കുകളുടെ ആദ്യത്തെ ദൈവാനുഗ്രഹം. അക്ഷരമാണ് സ്പെക്ട്. മദ്യ ഈ എന്ത് ഒത്തിരി പണം ചെലവാക്കുക. അത് മദ്യത്തിന് മുമ്പിൽ ഗവേഷണത്തിന് സാധാരണ ശക്തിഹീനരാന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മനസ്സിലായി. സ്കാനാണ്. അതുകൊണ്ട് തന്നെയാണ്. തലച്ചോറിന്റെ അല്ലെങ്കിൽ നമ്മൾ തകരാറിനെ പറ്റി വിട്ടുവീഴ്ച പഠനം ചെയ്തില്ലെങ്കിൽ നടത്തുന്ന ഒരിക്കലും മുന്നോട്ടുള്ള ഗവേഷണത്തിനൊക്കെ ജീവിതം ഉപയോഗിക്കുന്ന സ്കാനാണ് നല്ല സ്പെക്ട് രീതിയിൽ സ്കാൻ. പോകാൻ സാധിക്കാതെ വരും. ഈ സ്കാൻ ഏതായാലും ഇന്ന് എന്റെ അമേരിക്കയിലെ മക്കൾക്ക് ഡോക്ടർ ഒരു നല്ല ഡാനിയൽ അച്ഛനായിട്ടും എനിക്ക് അമീനാണ് ഏറ്റവും നല്ലൊരു കൂടുതൽ. ഭർത്താവായിട്ടും ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്കും അദ്ദേഹമാണ് ഈ വീട്ടുകാർക്കും ഒക്കെ നല്ലൊരു സൈക്കാട്രി ഒരു മനുഷ്യനായിട്ടും ബ്രെയിൻ ഡിസീസ് സമൂഹത്തിലെ ആണെന്ന് നല്ലൊരു ലോകത്തിന് കാണിച്ചു കൊടുത്തതിൽ എല്ലാ പ്രഥമ കാര്യങ്ങളിലും സ്ഥാനം ഇടപെടാനും അദ്ദേഹത്തിനാണുള്ളത്. ഒക്കെ ഒരു നല്ല ഈ വ്യക്തിത്വം എന്ന ലഹരി വസ്തുക്കൾ നിലയിൽ ഉപയോഗിക്കുന്നതും പോകാനൊക്കെ അത് തലച്ചോറ് ചാച്ചിക്ക് കേടുവരുന്നതും സാധിക്കുന്നുണ്ട്. തലച്ചോറിന്റെ അതെല്ലാം ഈ ഏതൊക്കെ ഭാഗത്ത് ആൽക്കഹോളിക് കേടുവരുന്നു, അനോണിമസ് എന്ന ഫെലോഷിപ്പിനെ അത് അവിടെയൊക്കെ കണ്ടെത്തിയതുകൊണ്ടും എന്തൊക്കെ ഞാൻ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലനോണിലായതുകൊണ്ടും മുൻകൂട്ടി മക്കള് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലറ്റിലായതുകൊണ്ടുമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഒത്തിരി പ്രവചനം നടത്താം. നന്ദി ഇയാൾ ഇന്ന പറയുകയാണ്. ഇന്ന ആൾക്കാരെ കൂട്ടിപ്പിടിച്ച ഇയാള് പഴമക്കാർക്കും ഇന്ന പുതുമക്കാർക്കും സമയത്ത് എല്ലാവർക്കും ആൾക്കാരെ കൊല്ലാൻ നന്ദി സാധ്യതയുണ്ടെന്ന്. പറയുന്നു. കാരണം അത് പറഞ്ഞുകൊണ്ട് അത്രമാത്രം നന്ദി വളരെ നിർത്തട്ടെ. എവിഡൻസ് ഓക്കെ. ആണ്, തെളിവാണത്. താങ്ക് യു ശാന്തി ചേച്ചി. താങ്ക് യു ഫോർ 85% യുവർ ആൾക്കാരിൽ ഷെയറിംഗ്. തെളിവുകളുണ്ട്. അങ്ങനെ അടുത്തത് ഇന്ന പോലെ ശിവചേട്ടനാണ് അയാൾ വരുന്നത്. കൊലപാതകം നടത്താൻ സാധ്യതയുണ്ടെന്ന്. സാറേ അപ്പൊ ഞാൻ ഒന്ന് കയറാം. ആലോചിച്ച് നോക്കുക. അപ്പൊ ലഹരി വസ്തുക്കൾ ഇൻക്ലൂഡിങ് ആൽക്കഹോൾ,
ആൽക്കഹോൾ വളരെ പ്രോമിനന്റ് ആണ് സാറേ കേട്ടോ. കേൾക്കുന്നില്ലേ? നിങ്ങൾ ഉണ്ട്, എന്തെങ്കിലും പറഞ്ഞോളൂ എല്ലാ ചേട്ടാ. ദിവസവും ടി വി ഒക്കെ കാണുന്ന ആൾക്കാരൊക്കെ അല്ലേ, ടി വി പ്രിയപ്പെട്ടവരെ, പത്രമൊക്കെ വായിക്കുന്നവർ. അവർ നിങ്ങൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മദ്യപാന രോഗിയാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ദൈവത്തിന്റെ കൊലപാതകമോ അനുഗ്രഹത്താലും അതിന്റെയൊക്കെ ആൽക്കഹോളിക്സ് വാർത്തയില്ലാത്ത അനോണിമസ് എന്ന ഏതെങ്കിലും മഹത്തായ ദിവസം ഉണ്ടോ? കൂട്ടായ്മയിലായിരിക്കുന്നു. ഇന്നേ ദിവസം അപ്പൊ അതൊക്കെ മദ്യപിച്ചിട്ടില്ല. ആ എന്റെ പേര് ഷിബു. കൊലപാതകം നടത്തുന്ന ആളുടെ ഹായ് ചേട്ടാ, ഹായ് തലച്ചോറിൽ ഹായ്. വന്ന മാറ്റങ്ങൾ ചില ഹായ് പ്രത്യേക സ്ഥലങ്ങളിൽ തലച്ചോറിൽ സുഖമാണ്. മാറ്റം വരുമ്പോൾ ചില പ്രത്യേക അവസ്ഥകളിൽ ഹായ് ഹായ് കൊലപാതകം സുഖമാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് സന്തോഷം. പുറത്തേക്ക് ചാടും. ആൽക്കഹോളിക്സ് അത് അനോണിമസിലായതുകൊണ്ടാണ് ഇന്ന ആളെ സുഖ സന്തോഷമൊക്കെ കൊല്ലണമെന്നൊന്നുമില്ല. അനുഭവിക്കാൻ സാധിക്കും. പല എന്തായാലും കാര്യങ്ങളുണ്ടായിരുന്നു. ദൈവാനുഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് 5000 പേരില് അവരുടെ അല്ലെങ്കിൽ സ്കാൻ ഒരു ചെയ്തു. 3 മണിക്കൂറോടെ അതിൽ കഴിയുമ്പോൾ 350 12 മണിക്ക് പേര് ശേഷം 14 വയലൻസ് വർഷത്തിലേക്ക് ഉള്ള ആൾക്കാരായിരുന്നു. അവരുടെ ദൈവാനുഗ്രഹം തലച്ചോറിന് നിങ്ങളുടെ സൂചിപ്പിച്ചത് എല്ലാ ഒരു സപ്പോർട്ട് വയലൻസ് ഉണ്ട്. എത്താൻ സാധിച്ചു. അപ്പൊ ഈ വയലൻസ് എന്തൊക്കെയാണ്? ജീവനും കൊലപാതകം, ജീവിതവും തന്നത് മർഡർ, ആൽക്കഹോളിക്സ് അനോണിമസ്. റേപ്പ്, അത് ബലാത്സംഗം, താങ്ക് യു സാർ. ആംഡ് റോബറി, ഏതാണ്ട് തോക്കും മറ്റ് 2004 ആയുധങ്ങൾ, ആൽക്കഹോളിക്സ് മാരക അനോണിമസിനെ കണ്ടെത്തി. ആയുധങ്ങളൊക്കെ ആയിട്ടുള്ള കവർച്ചകള്, പക്ഷേ അസോൾട്ട്, അഹങ്കാരത്തിന് കാലും കൈയും വെച്ചത് കൊണ്ട് തന്നെ ശാരീരിക പീഡനം, അനോണിമസിനകത്തേക്ക് ടോർച്ചർ, കയറാൻ അതുപോലെ 2010 എത്തേണ്ടതായിട്ട്. അതും അത് തന്നെ പീഡനം. സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാല് അതൊരു എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഏറെ ആൽക്കഹോളിക്സ് ഇങ്ങനെ അനോണിമസിൽ കൂടി നടക്കുമ്പോൾ ദീർഘകാലം ഇങ്ങനെ ഡ്രിങ്കിങ് അല്ല ഇട്ട് പ്രശ്നം, തിങ്കിങ് ആണ്. തട്ടിക്കളിച്ച് രസിച്ച് ഞാൻ ആ പഴയ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരു ഓർക്കുമ്പോൾ എനിക്ക് പരിപാടിയാണ് അതാണ് സ്റ്റോക്കിംഗ്. തോന്നുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ പുറകെ എന്നെ നടന്ന് അയാളെ കോഴിക്കോട് ഉപദ്രവിക്കുക, കോടഞ്ചേരിയില് അയാളെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സംസാരിച്ചോ പഴമക്കാര് എഴുത്തയച്ച് ഒരു മീറ്റിംഗ് ഭീഷണിപ്പെടുത്തിയോ ഫോണിൽ കയറ്റിക്കൊണ്ട് കൂടി പോയി. വിളിച്ചു പറഞ്ഞോ ഒരാളെ പക്ഷേ നിരന്തരം ആ ഇങ്ങനെ മീറ്റിംഗിൽ ചെന്നപ്പോ, ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുക, പുറകെ കൂടുക, അയാളെ ഉപദ്രവിക്കുക. സോറി അങ്ങനെ കേട്ടോ, വല്ലൊരു കണ്ണാടി അതാണ് സ്റ്റോക്കിംഗ് എന്ന് വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറയുന്നത്. എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഇത്ര ഞാൻ പറഞ്ഞ കുറച്ച് അന്ന് സംഗതികളൊക്കെ എന്തോ കുറച്ച് ഏതൊക്കെ ലഹരി പ്രായമായ വസ്തുവെന്നറിയോ? ഒരാന്ന് ആൽക്കഹോള്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ, കോടഞ്ചേരി MDMA, മീറ്റിംഗിലുള്ളത്. സിന്തറ്റിക് ആയിട്ടുള്ള വേഗം ഒരു ഞാന് ലഹരി വസ്തുവാണ്. ആ എല്ലാവരും മീറ്റിംഗിലെ കേട്ടിട്ടുണ്ടാവും. വിലയിരുത്തി. ഇപ്പൊ എല്ലാ സ്ഥലത്തും അതൊക്കെ വ്യാപകമായിട്ട് കുഴിയിലേക്ക് വിതരണം കാലും ചെയ്യപ്പെടുന്നുണ്ട്. നീട്ടിയിരിക്കുന്നവരുടെ മീറ്റിംഗ് കൊക്കൈൻ, ആണ്. ഏഹ് ഇതൊന്നും പിന്നെ എനിക്ക് ആവശ്യമില്ല നിക്കോട്ടിൻ, എന്നുള്ള രീതിയിൽ ഞാൻ വിലയിരുത്തി. ഈ ടൊബാക്കോയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ അത്ര മോശമല്ല. പക്ഷേ അതിന്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ അത് അന്ന് ഞാൻ കൂടുതലാണ്. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്നു ഇതിനൊക്കെ എന്ന് ഇങ്ങനെ പറഞ്ഞവരൊക്കെ നെഗറ്റീവ് കോടഞ്ചേരിയിൽ ആയിട്ടുള്ള കൂടി വശങ്ങളുണ്ട്. വളരെ ചെറുപ്പക്കാരായി അത് ഓടി തലച്ചോറിന്റെ നടക്കുന്നതൊക്കെ ചില എന്റെ പ്രത്യേക ജീവിതത്തിൽ കാണാൻ ഭാഗങ്ങളിലാണ് സാധിച്ചു. ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. മദ്യപാനം എവിടെ നമ്മുടെ എത്തിച്ചു നെറ്റിയുടെ എന്നൊക്കെ മുകളിലുള്ള, ചോദിച്ചാല്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സാധനമാണ് പ്രീ ഞങ്ങളൊക്കെ ഫ്രോണ്ടൽ കോർട്ടക്സ്, അതായത് PFC. ഷിബുനോട് ചോദിച്ചപ്പോ ഞങ്ങളൊക്കെ രണ്ട് സൈഡിലുള്ള മണിമല പ്രീ അവിടെ നിന്ന് ഫ്രോണ്ടൽ ഇങ്ങോട്ട് കോർട്ടക്സിനെ കോടഞ്ചേരിയിലേക്ക് ജോയിൻ ചെയ്യുന്ന തലച്ചോറിന്റെ ഒരു സെറ്റിൽ ഭാഗമാണ്. ആയവരാണ്. അതിനെ സിംഗുലർ ആദ്യകാല ഗിയറസ് എന്നൊക്കെ കുടിയേറ്റക്കാരാണ്. പറയും. പിന്നെ ആനയും ടെമ്പറൽ അമ്പാരിയും ലോബ്. ഒക്കെ ഈ ആയിട്ട് ടെമ്പറൽ കോടഞ്ചേരി ലോബാണ് ജനിച്ചതാണ്. നമ്മുടെ ലൈംഗികതയെ അച്ഛൻ മലയാളത്തിൽ പറഞ്ഞ നിയന്ത്രിക്കുന്നത്. സ്വർണ്ണക്കരണ്ടിയുമായിട്ട് നമ്മൾ കോടഞ്ചേരി ജനിച്ചതാണ്. ഭീകരനാകുന്നതൊക്കെ അവിടെയാണ്. മദ്യപാനം അതുപോലെ നമ്മൾ ഭയം, ബൈബിളിലൊക്കെ പറയുന്ന മാതിരി, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ സെക്ഷൽ ഗ്രന്ഥങ്ങളിലൊക്കെ അസോൾട്ട് പറയുന്ന ഒക്കെ മാതിരി, അവിടെ നിന്നുണ്ടാകും. മദ്യാസക്തൻ പിന്നെ എന്ന് പറയുന്ന ആള് കീറത്തുണി അതിന്റെ ഉടുക്കും എന്നൊക്കെ തലച്ചോറിന്റെ ഉള്ളിൽ പറയുന്നത് ലിംബിക് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു വളരെ ഭാഗമുണ്ട്. അതായത് ശരിയാണ്. നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറും. അഹങ്കാരത്തിന് കാലും കൈ വെച്ചത് കൊണ്ട് തന്നെ അതുകൂടാതെ തലച്ചോറിന്റെ ഏറ്റവും ആര് താഴെ പറഞ്ഞാലും ഭാഗം കേൾക്കയില്ലാത്ത ഒരു അവസ്ഥ. ബേസൽ ഗാംഗ്ലിയ, അത് നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. അധ്വാനിക്കാതെ അപ്പൻ ഇത്രയും ഭാഗം ഉണ്ടാക്കിയിട്ട കൂടി റബ്ബർ ചേർന്നിട്ടാണ് തോട്ടമൊക്കെ വിറ്റ് കള്ള് കുടിക്കാൻ ഒരു വയലൻസ് ഉണ്ടാക്കുന്ന മടിയുമില്ലാത്ത ഇത് സൈക്കോസിസ് തലച്ചോറ് ആയിട്ടുള്ള പ്രവർത്തിക്കുന്നത്. വ്യക്തി. അപ്പോൾ സത്യം പറഞ്ഞാല് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടതെന്ന് കോടഞ്ചേരിയിലൊക്കെ വെച്ചാൽ നല്ല കച്ചവടം, ഇങ്ങനെയുള്ള TSTയും ഈ KGCയും വയലൻസ് ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അത് ആ കാലത്തൊക്കെയാണ് കല്യാണം എന്തുകൊണ്ടാണ് പോലും അത് നടക്കുന്നത്. തലച്ചോറിൽ അങ്ങനെ ഉണ്ടാവുന്നത്? ആനയും അമ്പാരിയുമായിട്ടൊക്കെ അതിന് കല്യാണം നമുക്ക് എന്താണ് നടത്തി പ്രതിവിധി? വിട്ടതാണ്. നമുക്ക് എന്ത് പക്ഷേ ചെയ്യാൻ പറ്റും? അതിനൊന്നും ഒരു പ്രോഗ്രാം കൊടുത്തിട്ടില്ല. അതിനൊരു ഒരു പ്രതിവിധിയാണോ? നേരം ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. തീർച്ചയായിട്ടും. പല ആൾക്കാർക്കും ഒരു സംശയമാണ്, പ്രോഗ്രാം ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നല്ലൊരു കൂട്ടുകാരെ പ്രതിവിധിയാണോ? സമ്പാദിക്കാനായിട്ട് കുടിച്ചതാ. എവിടെ മദ്യം ചെന്നാലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇപ്പൊ ഏറ്റവും തൊടുപുഴ വലിയ ചെന്ന കുഴപ്പമെന്ന് കൂട്ടുകാരെ, വെച്ചാൽ ഈ തീരുമാനം കടവളത്തി എന്ന എടുക്കാനായിട്ടുള്ള കൂട്ടുകാരെ, തലച്ചോറിന്റെ തലപ്പറമ്പി ഭാഗത്തെ എന്ന കൂട്ടുകാരെ, പ്രവർത്തനം കണ്ണൂരി എന്ന കൂട്ടുകാരെ, മന്ദീഭവിക്കും. അതൊക്കെ ഒരു പൊങ്ങച്ചമായിരുന്നു. അപ്പൊ നമ്മളൊരാളെ കൊല്ലണോ ഓരോരോ വേണ്ടേന്നൊക്കെ ബാറിലൊക്കെ തീരുമാനിക്കണ ചെല്ലുമ്പോ നമ്മുടെ ഒരു ആ തീരുമാനം ഉണ്ടാവുമല്ലോ, ബാറിലൊക്കെ ചില അവനെ വെറുതെ വെയിറ്റർമാരെ വിട്ടേക്കാം, എന്നെ പോലുള്ള പമ്പര അല്ലെങ്കിൽ അവനെ വിട്ടിയൊക്കെ കൊല്ലണം. കാണുമ്പോൾ അതൊരു തലപ്പുറത്ത് തീരുമാനം എടുക്കുന്ന തലച്ചോറിന്റെ സാമ്രാട്ടിലൊക്കെ ഒരു ഉള്ളിലുള്ള സീറ്റ് റിസർവേഡ് പ്രവർത്തനത്തിന്റെ എന്ന് പറഞ്ഞൊക്കെ ഫലമായിട്ടാണ്. ടേബിളിൽ അതിൽ ഈ പ്രീ ഫ്രോണ്ടൽ റിസർവേഷൻ കോർട്ടക്സ് എന്ന് ബോർഡ് വെച്ചാൽ എടുത്ത് വെക്കും. നെറ്റിയുടെ നേരെ മുമ്പിൽ, എന്നിട്ട് എന്നോട് പറയും, സാറ് കണ്ണിന്റെയൊക്കെ രാവിലെ മുകളിൽ തന്നെ ഇത് റിസർവേഡ് ആണ് ഉള്ള സാറ് തലച്ചോറിന്റെ വരുന്നത്. ഭാഗം, അതാണ് അതൊക്കെ കേൾക്കുമ്പോ ഞാൻ അങ്ങോട്ട് പ്രീ പൊന്തും. ഫ്രോണ്ടൽ ഞാനങ്ങോട്ട് കോർട്ടക്സ്. പൊന്തി അവിടെ തല ചില പ്രത്യേക ആകാശത്ത് പോയി ഭാഗമുണ്ട്. മുട്ടും. ആ അവസ്ഥയിലൊക്കെ അത് അമിഗ്ദല എന്നൊക്കെ പറഞ്ഞ ഈ അങ്ങനെയൊക്കെ തലച്ചോറിന്റെ വളരെ നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരും, ഭീകരമായിട്ടുള്ള ഷിബു നീ ആരാണ്, മാനസിക നീ രോഗമൊക്കെ ഉണ്ടാക്കുന്ന കോടഞ്ചേരിയിലെ ഒരു രാജാവിന്റെ ഭാഗമാണ് മകനാന്നൊക്കെ അമിഗ്ദല. പറയുമ്പോ അപ്പൊ തന്നെ വിൽക്കുക. ലഹരി വസ്തു 1/2 ഏക്കർ ഉപയോഗിച്ചാൽ സ്ഥലമൊക്കെ അപ്പൊ ഭീകരമായിട്ടുള്ള തന്നെ വിൽക്കും. അവസ്ഥകളൊക്കെ ഉണ്ടാവും.
അപ്പൊ പുതിയ സുഹൃത്ത് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കണം, തന്നെ തലച്ചോറ് ആ എന്നുള്ള അന്നത്തെ സാധനത്തിനെ ആ പറ്റിയുള്ള ഓർമ്മ എപ്പോഴും വേണം. കൂട്ടുകെട്ട് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ മദ്യാസക്തി, കോടഞ്ചേരിയിലോ മറ്റു ഒന്നും എനിക്കൊരു ലഹരികളൊക്കെ കൂട്ടുകാരില്ലാത്ത ഒരു തലച്ചോറിനെ അവസ്ഥയിലേക്ക് ബാധിക്കുന്ന മാരക രോഗമാണ്, ഒരു എന്റെ സംശയമില്ല. കൂടെ അത് മദ്യം കഴിച്ചവര് വളർന്ന് പോലും എന്നെ വലുതാവുന്ന ചീത്ത പറയുന്ന മദ്യത്തിന്റെ അവസ്ഥയിലേക്ക് അളവ് കൂടുന്തോറും ഡാമേജ് അവരെ കൂടിക്കൂടി കുറ്റപ്പെടുത്തുകയല്ല വരും. കേട്ടോ. ഈ 14 തലച്ചോറിലെ വർഷം കോശങ്ങളെ അത് ദൈവാനുഗ്രഹം എത്തുമ്പോൾ ബാധിക്കും. അവരെ കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ അതിൽ സാധാരണയുള്ള എന്റെ ഒരു കുറെ ചില രോഗലക്ഷണങ്ങൾ പുതിയ ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ്. മദ്യപാനം അതിന്റെ കഴിച്ചതിന് ശേഷമുള്ള ഏറ്റവും ചില കൂടുതൽ സ്വഭാവങ്ങൾ ഈ അവർക്ക് ഇഷ്ടപ്പെടാതെ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഇപ്പൊ അളവ് ഞാന് എന്റെ കൂട്ടുകയും അയലോക്കത്തൊരു അതിന്റെ ചെറുപ്പക്കാരൻ മരിച്ചു. ആവർത്തിക്കപ്പെട്ട് ഉപയോഗിക്കണമെന്നും പിന്നെ ഇവിടെയുള്ള ഒരു അളവ് കൂടി ഒരു ലെവൽ വരെ എത്തുക തട്ടപ്പണി എന്നുള്ളതും എടുക്കുന്ന സ്വർണത്തിന്റെ പണിയെടുക്കുന്ന ഒരു അതിന് മോനാണ്. ഒരു പ്രത്യേക ആർത്തി അവന് ഉണ്ടാകാമെന്നും ഇതുപോലെ ആ ലിവർ ആർത്തിയെ കംപ്ലൈന്റ് വന്നിട്ട് നിയന്ത്രിക്കാൻ അവൻ വേണ്ടി മരിക്കും. ചില അത് ഓർമ്മകൾ വീട്ടുകാരും ഉണ്ടാകുക. നാട്ടുകാരും ഒക്കെ അതെങ്ങനെയാണ്? അത് ഒരു മരിക്കും എന്നുള്ളത് കൂട്ടുകാരനെ തീരുമാനത്തിലെത്തിയതാണ്. കൂടെ കുടിച്ചിട്ടുള്ള കൂട്ടുകാരനെ കാണുമ്പോൾ കുടിക്കുക, അപ്പൊ അത് അദ്ദേഹത്തിന്റെ മരിച്ച ഫോൺ ദിവസം നമ്പർ കാണുമ്പോഴേ കുടിക്കാൻ വീട്ടില് തോന്നുക, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആർത്തി തോന്നുക. ചെറിയ ബന്ധുക്കളൊക്കെ ഏതെങ്കിലും ഭാര്യയൊക്കെ പ്രത്യേക ചുറ്റിരുന്നു അവസ്ഥകളിൽ ഒരുമിച്ചിരുന്ന് കരയുന്നുണ്ട്. കുടിച്ചിട്ടുള്ളവർ വിളിച്ചാൽ പോവുക. എന്തായാലും ഞാന് സ്ഥിരം അന്ന് കുടിച്ചിട്ടുള്ള ഒരു ബാറ് കണ്ടു കഴിഞ്ഞാൽ ആ വണ്ടിയുമായിട്ട് ബാറിന്റെ ടാക്സി ആ വണ്ടിയുമായിട്ട് ബാറിന്റെ കോടഞ്ചേരി കിടക്കുകയാണ്. അക്ഷരങ്ങൾ അപ്പൊ എന്റെ കാണുമ്പോഴേ വണ്ടി അവിടെ വിളിക്കാൻ കയറുക. ആ, നമുക്ക് 2-3 എന്റെ എത്ര കൂട്ടുകാർ വന്നു. വളരെ അർജന്റ് അവര് ആയിട്ടുള്ള മരിച്ച വീട്ടിലേക്ക് പോകാന്ന് ഉത്തരവാദിത്തങ്ങള്, പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല എന്നാണ്. ചുമതലകള് ഒക്കെ അവര് ഉണ്ടെങ്കിൽ രണ്ടാമത് പോലും പറഞ്ഞു, ഷിബു അത് എടാ ചെയ്യുക. അതുപോലെ നമുക്ക് നമുക്ക് അങ്ങോട്ട് പോകുന്നതിന്റെ സൂക്ഷ്മതയുള്ള ഭാഗമായിട്ട് ജോലി രണ്ടെണ്ണം ചെയ്യാനുള്ള അടിച്ചിട്ടൊക്കെ പോവാം, അവസരത്തിലും കുടിക്കാൻ നീ തോന്നുക. ബാറിലേക്ക് വണ്ടി എടുത്തിടാൻ പറഞ്ഞപ്പോൾ അതുപോലെ വലിയ സന്തോഷമായി. കുടിയുടെ മോശപ്പെട്ട എന്തായാലും അവിടെ കയറി വരുംവരായികൾ എന്തൊക്കെയാണെന്ന് അവരൊരു അറിഞ്ഞിട്ടും 2.5 വീണ്ടും അടിച്ചപ്പോൾ കുടിക്കുക. ഞാനൊരു 4 അടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മദ്യം കൂടുതൽ കഴിച്ചിട്ട് ഒരു അപ്പം ബൈക്കിൽ അത് കയറിയിരിക്കുക, കഴിഞ്ഞ് അത് ആ ഓടിക്കാൻ മരിച്ച ശ്രമിക്കുക. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നീ അത് കയറി വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലാന്ന് മറിയാനും പറഞ്ഞു. മരിക്കാനുള്ള അവര് പറഞ്ഞു സാധ്യത എടാ വളരെ ചെറുപ്പക്കാരനാണ് കൂടുതലാണെന്ന് മരിച്ചത്, അറിഞ്ഞിട്ടും അതിന്റെ മുകളിൽ നീ കയറിയിരിക്കുക. കൊതുകുകടിയും കൊണ്ടൊന്നും ഇവിടെ ഇതൊക്കെ ഇരിക്കണ്ട എന്ന് തലച്ചോറിന്റെ പറഞ്ഞപ്പോ പ്രവർത്തനത്തിൽ വരുന്ന കുഴപ്പം ഞാൻ ആ കൊണ്ടാണ്. മരിച്ച വീട്ടിലേക്ക് അവരുടെ കൂടെ കയറി അപ്പൊ ചെന്നു. അത് മദ്യത്തിന്റെ അവര് അളവ് ഒരു കൂടിക്കഴിഞ്ഞ് തലച്ചോറിന് പ്രാർത്ഥനയൊക്കെ ചൊല്ലി കേടുപറ്റിയാൽ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി. തന്നെ പക്ഷെ ചെയ്യുള്ളൂ, ഞാൻ അവിടെ ചെന്നു. അല്ലാതെ ഒന്നും ചെയ്യൂല. എനിക്ക് അപ്പൊ മരിച്ച സാധാരണ രീതിയിലുള്ള ഒരു അവരെ മനുഷ്യനെ, കണ്ടപ്പോൾ എനിക്ക് സങ്കടം ബുദ്ധിയുള്ള ഒരു സഹിച്ചില്ല. മനുഷ്യനെ പോലെ ആ സമയത്ത് ഞാന് ചിന്തിക്കാനോ അനിയ നീ എന്നെ പ്രവർത്തിക്കാനോ വിട്ടുപോയല്ലോ കഴിയാതെ എന്നൊക്കെ വരിക. പറഞ്ഞ് ആ ഡെഡ് ബോഡിയിലേക്ക് പിന്നെ വീണു. ഒരു വണ്ടിയായിട്ട് എന്റെ ഓടിക്കുമ്പോൾ കൂടെ വണ്ടിയായിട്ട് വന്നവര് മത്സരിച്ച് എന്നെ ഓടുക. ആവെന്ന് അതിന് പറഞ്ഞു, മുൻ വേഷം കെട്ടരുത്, അതിന് എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞാലും ഞാൻ കേട്ടില്ല. ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഒരു അവര് ആക്സിഡന്റ് ബലമായിട്ട് ഉണ്ടായി പിടിച്ചു അപ്പൊ തന്നെ വന്നിച്ചപ്പോൾ ആ മരിക്കാൻ സാധ്യത ഡെഡ് ഉണ്ടെങ്കിലും ബോഡിയിലുള്ള വെള്ള അത് തുണിയായിട്ടാണ് ഞാൻ അവഗണിച്ചുകൊണ്ട് എഴുന്നേറ്റത്. അതിനെ ഓവർടേക്ക് ചെയ്യുക. അപ്പൊ അത് അങ്ങനെ പല അവരെ പല കുറ്റം സ്വഭാവ പറയല്ല. രീതികളാണ്. അന്നൊക്കെ ആ അപ്പോൾ രീതിയിലേക്ക് ഒരു മദ്യപാനം മദ്യം എത്തിയെന്നുള്ളതാണ്. മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ആനയും അമ്പാരിയും സ്വർണ്ണക്കരണ്ടിയുമായി അനിയന്ത്രിതവും ജനിച്ച അസാധാരണവുമായിട്ടുള്ള ഷിബു ചിന്തകൾ വരും, സത്യം തോന്നലുകൾ പറഞ്ഞാല് വരും, വികാരങ്ങൾ വരും, ഒരു സ്വഭാവം വരും. അപ്പൊ അതിൽ അണ്ടർവെയർ കൂടി ഒക്കെ ജീവിതം ഷഡിയൊക്കെ കോഞ്ഞാട്ടായി പോകും. അലക്കിയിട്ട് പെരയുടെ അപ്പൊ അതാണ് പിന്നിലിടിയല ഈ പുറകിലേ ഇടൂ. തലച്ചോറിനെ പറ്റി അതുപോലെ പറയുമ്പോഴുള്ള അതൊക്കെ അടിസ്ഥാന നക്ഷത്രം പോലെയായി, അല്ലെങ്കിൽ തത്വം. മീൻ പിടിക്കാൻ ഇത് പരുവത്തിലായി, ഓട്ടയായി. തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ക്വാർട്ടറിന് പൈസ ലോകമെമ്പാടുമുള്ള ഗവേഷണങ്ങൾ അതിന് തികയല. അതുകൊണ്ടാണ് ഇത് ഉത്തരം മേടിക്കാൻ നൽകുന്നുണ്ട്. പറ്റാത്ത പ്രശ്നമാണ്. ആളുകളുടെ സ്വഭാവത്തിൽ അത് ആ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവസ്ഥയിലേക്ക് ഈ സ്വഭാവം മാറ്റിയവർ രക്ഷപ്പെട്ടവരായിട്ടുള്ള താണ്ടുപോയെന്നുള്ളൂ. തെളിവുണ്ട്. ഇതൊക്കെ ആദ്യകാലത്ത് സൂചിപ്പിക്കുന്നത് കുടിയേറിയ പാലായിൽ നിന്നൊക്കെ ഇത് കുടിയേറിയ വളർന്നു വരുന്ന കോടഞ്ചേരിയിലെ രോഗമാണെന്നും ആ ആദിവാസി എന്നൊക്കെ രോഗത്തിന് പറയുന്ന ശരിയായി ഷിബു ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരു മൊട്ടായി അതിൽ ഭരണിയിൽ നിന്ന് നമുക്ക് കൈയെടുത്ത് രക്ഷപ്പെടാൻ വെച്ച് കഴിയുന്നുള്ളതാണ്. സംസാരിച്ചാൽ മാറി അങ്ങനെയുള്ള നിൽക്കണം ആളുകൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ചികിത്സ ഈ ലഹരി ഒരു വസ്തുക്കളുടെ വ്യക്തികള് രോഗം ബാധിച്ചു അടിച്ചതിനകത്ത് കഴിഞ്ഞ കയറ്റാത്ത ഒരു ആളുകളുടെ അവസ്ഥ, ചികിത്സ മറ്റു സാധാരണ ആ ചികിത്സ ഒരു പോലെയല്ല. അവസ്ഥയിലേക്ക് എത്തി ഒത്തിരി കാര്യങ്ങൾ. വ്യത്യാസങ്ങളുണ്ട്. അതിൽ വൈകുന്നേരമായാലും ആദ്യം വീട്ടിലേക്ക് കയറി ലഹരി വരുമ്പോൾ വസ്തുവിൽ നിന്ന് ഭാര്യയെ പറഞ്ഞു തുടങ്ങി, ആ ഒഴിവായിട്ട് വന്നല്ല നിന്ന് മനമാല. ചിലപ്പോൾ ഭാര്യയെ ചില കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. മരുന്നുകളുടെയൊക്കെ സഹായത്തോടു കൂടി അതൊക്കെ ഒരു എന്നെ സോബ്രൈറ്റി കൊണ്ടാകാത്ത എന്ന് പറയും. ഡി-അഡിക്ഷൻ സെന്ററുകളില്ല. സോബ്രൈറ്റി എന്ന് പറഞ്ഞാൽ ശാന്തമായ ഞാൻ ഇപ്പോഴും ലഹരി പേരാമ്പ്ര വസ്തു ഒരു മീറ്റിംഗിൽ പ്രവർത്തിക്കാത്ത ഒരു ഇവിടുന്ന് 40 തലച്ചോറിന്റെ 50 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അവിടെ മീറ്റിംഗിൽ സഹായത്താലുള്ള ഒരു പങ്കെടുത്തിട്ട് ഞാൻ മാനസികാവസ്ഥ. ഓടി വരികയാണ്. അപ്പൊ നിങ്ങൾ ഒരു 3 ആഴ്ച മദ്യം അപ്പം നിർത്തിവെച്ചു. അത് ഈ തലച്ചോറിൽ കുറ്റപ്പെടുത്തുകയല്ല, മദ്യത്തിന്റെ ടോക്സിൻ വിഷാംശം പ്രവർത്തിക്കുന്നില്ല. അപ്പൊ മനസ്സ് കുറച്ച് കൊണ്ടാകാത്ത സ്ഥലങ്ങളില്ല, ശാന്തമാവും. ധ്യാന കേന്ദ്രങ്ങളില്ല. കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും ഒരിടത്ത് പോയാൽ ചിന്തിക്കാനും ഒരു ഒക്കെ ഒരു കഴിവുണ്ടാവും. കുടി അങ്ങനെയുള്ള നിർത്തുന്നില്ല. കഴിവിലാണ് കൂടി ഗ്രൂപ്പിൽ ഒന്നോ രണ്ടോ വരേണ്ടതും ആ മാസം ഗ്രൂപ്പ് അറ്റൻഡ് അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ടതും. പോകുന്നില്ല. അപ്പൊ വീണ്ടും അവിടുന്ന് കുടിക്കുക. അനുഭവങ്ങളും സത്യം പറഞ്ഞാൽ ശക്തിയും പ്രതീക്ഷയും ഇതിൽ നിന്ന് ആൽക്കഹോളിക്സ് വിട്ടുനിന്ന് അനോണിമസില് രക്ഷപ്പെട്ട ആളുകളുടെ മറ്റൊരു അനുഭവങ്ങൾ മദ്യാസത്തിനെ അവർ കാണുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഒരു വെറുപ്പും ആ ഒന്നും അനുഭവങ്ങൾ തന്നെ വിചാരിക്കരുത്, എങ്ങനെ ബാധിച്ചു ചിന്തിക്കരുത്, എന്ന് കൂട്ടിപ്പിടിക്കണം എന്നൊക്കെ ചിന്തിക്കാനും പറയും. പക്ഷെ മനസ്സിലാക്കാനും ഈ ഒരു കഴിവുണ്ടാകുകയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അത് ഈറ്റില്ലം എന്ന് അറിയപ്പെടുന്ന താരതമ്യമായിട്ട് സ്ഥലം ചിന്തിച്ച് കോഴിക്കോട് അതിൽ കൂടി തിരുവമ്പാടിയാണ്. രക്ഷപ്പെടാൻ പ്രചോദനം തിരുവമ്പാടി ഉണ്ടാവുകയും ഞാനുമായിട്ട് ചെയ്യുന്ന കൂടി ഒരു വന്ന ഒരു 5 പരിപാടിയാണിത്. കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ഞാൻ പറഞ്ഞ ഏടെ കാര്യം പഴമക്കാർ മനസ്സിലാകുമെന്ന് പോലും വിചാരിക്കുന്നു എന്നെ കാണുമ്പോൾ കാർഷിച്ച് തുപ്പുന്ന തുടക്കക്കാരന്. അവസ്ഥയിലേക്ക് വരും. അപ്പൊ അവരെ അങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ ഞാൻ പറയുന്നത്. വടി പ്രവർത്തിക്കുമ്പോൾ വെച്ചെടുത്ത് ഞാൻ കുട അതില് വെക്കുകയാണ്. ഈ ഗ്രൂപ്പിന്റെ പേര് ഈ ആവശ്യമില്ലാത്ത വിലയിരുത്തുകള് ആൽക്കഹോളിക്സ് മീറ്റിംഗിൽ ചെന്ന് അനോണിമസ്, കഴിഞ്ഞാൽ മീറ്റിങ്ങിനെ മദ്യാസക്തരായ വിലയിരുത്തലുകൾ. രോഗികൾ അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ വിട്ടുനിന്ന് ഒരു കാലത്ത് രക്ഷപ്പെടാനായിട്ട് സോബറാകാൻ സാധിച്ചിട്ടില്ല. ഒരു ശ്രമിക്കുന്ന കാലത്ത് ഒരു സോബറാകാൻ സാധിച്ചിട്ടില്ല. കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്.
എല്ലാ അപ്പൊ വിധത്തിലും അതില് അടിമുട്ടി എങ്ങനെയാണ് ഒരു അഹങ്കാരത്തിന് സ്കോപ്പ്, കാലും കൈയും വെച്ചുകൊണ്ട് ഒരാൾ സാധാരണ രക്ഷപ്പെടാൻ ഏറെ സ്കോപ്പ് പഴമക്കാർ എന്താണ്? പറയുന്ന മാതിരി ആ ഒന്ന് സ്കോപ്പ് അടിമുട്ടാനുണ്ട് എന്നൊക്കെ പറയുന്ന പല സത്യങ്ങളൊക്കെ കാരണങ്ങളുണ്ട്. ഇപ്പോഴാണ് അതൊക്കെ പല മനസ്സിലാകുന്നത് കേട്ടോ. ആൾക്കാർ അനുഭവങ്ങൾ ഇനി പറയുമ്പോഴത്തേക്കും അടിമുട്ടാനൊന്നുമില്ല. അവര് ജീവിതം, ആദ്യത്തെ കോടഞ്ചേരിയില് ജീവിതം ഒരു എന്തായിരുന്നു ക്വാർട്ടറിന് വളരെ മോശപ്പെട്ട് ടെൻഡറിന്റെ ഈ ഗതികേടായി പറഞ്ഞ ഈ ഏറ്റവും അവസാനം. വയലൻസും മറ്റ് പല സംഗതികളിൽ നിന്നൊക്കെ ഭാര്യയൊക്കെ രക്ഷപ്പെട്ട് വന്ന ഒരു ആൾക്കാർ. ഒരു അപ്പൊ പ്രത്യേക ഒരു അവര് അവസ്ഥയിലേക്ക് അവർക്ക് മാറ്റം വന്നു. എന്തിലൊക്കെ മക്കളെയൊക്കെ മാറ്റം വന്നു? ആനയും ചിന്തകളിൽ അമ്പാരിയും മാറ്റം വന്നു, ഉണ്ടായിരുന്ന കാലത്തൊക്കെ കൊണ്ടുപോയി തോന്നലുകളിൽ മാറ്റം വന്നു, ഈങ്ങാപ്പുഴ, അവരുടെ ഞങ്ങളുടെ ഇവിടുത്തെ വികാരങ്ങൾ, ഏറ്റവും വലിയ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്കൂളാണ് കേട്ടോ എന്തൊക്കെയാണ്? പറഞ്ഞു വരുന്നത്. അവർക്ക് ഈങ്ങാപ്പുഴ ഭയങ്കര ബാർബസ്റ്റേലിയസ് എന്ന് പറയുന്ന ആയിട്ടുള്ള സ്കൂളിലൊക്കെ കൊണ്ടുപോയി ചേർത്തതാണ്. അഗ്രഷൻ, അന്നൊക്കെ ആക്രമണ എന്നെ സ്വഭാവം ഉണ്ടായിരുന്ന അമ്മയുടെ ചില ആൾക്ക്. അനിയത്തിമാരൊക്കെ ടീച്ചർമാരാ. ചില അവരൊക്കെ പറഞ്ഞു ആൾക്ക് അശുഭ കൊണ്ടുപോയി ചേർക്കരുത്. പക്ഷെ ഭാഷയൊക്കെ അന്നൊക്കെ വളരെ ഈ മോശമായി പോയി. അഹങ്കാരം, എപ്പോഴും മക്കൾക്ക് സംസാരം എന്തോ തന്നെ ഇംഗ്ലീഷ് മോശമായിരുന്നു. സംസാരിക്കണമെന്നോ അവരുടെ അങ്ങനെയൊക്കെ ഒരു സംസാരത്തിന് ചിന്തയുള്ളത് കൊണ്ട് കൊണ്ട് ആ മക്കളെയൊക്കെ കൊണ്ടുപോയി ഇന്ററാക്ഷൻ, CBSE സിലബസിനൊക്കെ കൊണ്ടുപോയി ആളുകളായിട്ട് ചേർത്തതാണ്. ഇടപെടുമ്പോഴൊക്കെ എപ്പോഴും ചേർക്കുമ്പോഴൊക്കെ കച്ചവടവും മോശപ്പെട്ട കാര്യങ്ങളും ഒക്കെ അന്നും അവസ്ഥയായിരുന്നു. ഉണ്ട് കേട്ടോ. പക്ഷെ ജോലി ചെയ്യാൻ മക്കളെയൊക്കെ ചേർത്ത് പറ്റാതെ, കഴിഞ്ഞ് ജോലിയൊക്കെ പിന്നീടൊന്നും എപ്പോഴും ഐറ്റങ്ങളിൽ കൂടെ ഒരു കൂടെ ഫീസ് ജോലിയിൽ നിന്ന് കൊടുക്കാനോ എടുത്തെറിയപ്പെടും. ഒരു ടൈ മേടിച്ചു അതിൽ കൊടുക്കാനോ നിന്നൊക്കെ മാറി ഒരു ഷൂ അവർക്ക് മേടിച്ചു കൊടുക്കാനോ ഒന്നും ഒരു സാധിച്ചിട്ടില്ല. തിരിച്ചറിവുണ്ടായി. സത്യം പറഞ്ഞാല് അന്ന് അവരുടെ ചേർക്കണ്ട കൂടെ എന്ന് പറഞ്ഞ ജീവിക്കുന്നവർക്കും ഏളാമ്മമാരൊക്കെയാണ് അവരുടെ പിന്നെ ജീവിതം മക്കളുടെ കൊണ്ട് വിദ്യാഭ്യാസവും ഉപദ്രവമുണ്ടായി. കാര്യങ്ങളും ഒക്കെ നോക്കിയത്. ഈ മദ്യാസക്തന്റെ ആ ജീവിതം കൊണ്ട് രീതിയിൽ ഉപദ്രവം അധംപതിച്ചു ഉണ്ടായെന്ന് പോയെന്നുള്ളത്. മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ ഈ തന്നെ മക്കളെയൊക്കെ ചേർത്ത് സ്വയം കഴിഞ്ഞ് മനസ്സിലാക്കി ഒരു ഉൾക്കാഴ്ച കൊണ്ട് ഒരു 7ാം ക്ലാസ്സിൽ ചികിത്സ, നിന്ന് ആ സ്കൂളിലത്തെ അച്ഛൻ, തന്നെ തന്നെ ബത്തോലിയസിലെ ചികിത്സിക്കാൻ അച്ഛൻ, ഒരു പ്രിൻസിപ്പാൾ അച്ഛൻ ശക്തി വിളിച്ച് നേടിയെടുക്കുക. എന്താണ് തന്നെ തന്നെ ചികിത്സിക്കുന്നത്? എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് മദ്യത്തിൽ നിന്ന് പറഞ്ഞു, വിട്ടു ഷിബു, നിൽക്കുക. അതാണ് മക്കള് എൻ്റെ ഏറ്റവും ഒന്നും ബുദ്ധിപരമായ ആൻസർ. അതാണ്. പഠിക്കുന്നില്ല എന്നുള്ളതല്ല, മക്കളോട് 24 എന്ത് മണിക്കൂർ വീതം അവര് ചോദിക്കണം മക്കൾ ഒന്നിനെ പറ്റി മദ്യത്തിൽ നിന്ന് പ്രതികരിക്കുന്നില്ല വിട്ടു എന്നാണ്. നിന്ന് കോപ്പി എഴുതാത്ത എന്താണെന്ന് ചോദിച്ചാൽ കണ്ണ് നിറയും, അവരെന്താ ചെയ്ത് ഫീസ് അടയ്ക്കാത്തത് എന്താണെന്ന് സ്വന്തം ചോദിച്ചാൽ കണ്ണ് നിറയും, തലച്ചോറിനെ അതിൽ നിന്ന് എന്താ ടൈ രക്ഷപ്പെടുത്തിയെടുത്തു. കെട്ടാത്തതെന്ന് ചോദിച്ചാൽ കണ്ണ് നിറയും. ഒന്നിനോട് മക്കൾ തലച്ചോറ് ഒരു പ്രതികരിക്കുന്നില്ല ഷിബു. വലിയ അതുകൊണ്ട് പ്ലീസ് ഒരു കൂട്ടിന്റെ ഷിബു, ഈ ഉള്ളിലായിരുന്നു. CBSE സിലബസ് സിംഹക്കൂട്ടിന്റെ എന്നുള്ളത് ഒരു ഉള്ളില് മലയാളം സിലബസ് സിംഹക്കൂട്ടിന്റെ ഉള്ളിൽ കേരള കിടക്കണ പോലെ സിലബസിൽ അതിങ്ങനെ കൊണ്ടുവന്ന് ചേർക്കും. വരണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനെ വലിയ കുഴപ്പമില്ലാതെ അപ്പൊ മക്കൾ പഠിക്കാൻ ഒരു കൂട്ടിന്റെ സാധ്യതയുണ്ട്. ഉള്ളിൽ നിന്ന് ഞാൻ സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് പോയത് തന്നെ തലച്ചോറിന്റെ ഈ രാവിലെ ഉപദ്രവങ്ങളിൽ നിന്ന് പ്രിൻസിപ്പാളിന്റെ സ്വതന്ത്രമായി. അടുത്തേക്ക് പോയത് തന്നെ ഒരു 4 കാട്ടാച്ചി റം അങ്ങനെയാണ് അവര് അടിച്ചിട്ടാ പോയത്. ജീവിതത്തെ തിരിച്ചു പിടിച്ചത്. അപ്പോ അതിങ്ങനത്തെ ഒരു അവിടെ ചെന്നിട്ട് കൂട്ടായ്മയാണല്ലോ. സത്യം പറഞ്ഞാൽ ഇന്നൊക്കെ അത് അപ്പൊ ഓർക്കുമ്പോൾ ഇന്ന് ഭയങ്കര ഞാൻ സങ്കടമുണ്ട്. പറയുന്ന അല്ലെങ്കിൽ വിഷയം ആൽക്കഹോളിക്സ് അനോണിമസ് പരിഹാരം ചെയ്യാൻ അതിലുള്ള പറഞ്ഞതുകൊണ്ട് ഒരു അച്ഛനോടൊക്കെ ക്ഷമ ഭാഗം ചോദിച്ചിട്ടുണ്ട് മാത്രമാണ്, കേട്ടോ. ഒരു ചെറിയൊരു അച്ഛനോട് ഭാഗം. ഈ പറഞ്ഞത് വയലൻസും വെള്ളയിട്ട കുഴിമാടമെന്നാണ് അച്ഛനെയൊക്കെ അന്നത്തെ കാലത്ത് മദ്യാസക്തി ഞാൻ വിളിച്ചത്. ബാധിച്ച പാവപ്പെട്ടവന്റെ ഒരാള് സ്വന്തം മക്കൾക്ക് പഠിക്കാൻ കൂട്ടുകാരനെ ഫീസ് ഇല്ലാതെ വന്നാൽ നിങ്ങൾ അവർ സ്കൂളിൽ രണ്ടുപേരും നിന്ന് പുറത്താക്കും തോളോട് എന്ന് തോൾ എനിക്ക് ചേർന്ന് അറിയാമെന്നാ പറഞ്ഞത്. കൈയൊക്കെ അച്ഛൻ എന്നോട് തോളിൽ പറഞ്ഞു, ഷിബു, കൈയിട്ടിട്ടാണ് അവർ ഞാനൊരു വൈദികനാണെന്ന് നീ മദ്യപിക്കാനായിട്ട് ഓർക്കണം കേട്ടോ, നീ ബാറിൽ എന്നോട് ഇങ്ങനെയൊന്നും കയറിപ്പോയത്. പക്ഷെ സംസാരിക്കരുത് അവിടെ വെച്ച്, കേട്ടോ. ബാറിന്റെ ഉള്ളിൽ വെച്ച് എവിടെ തർക്ക വിഷയം ഉണ്ടായി. രാവിലത്തെ കൂട്ടുകാരനെ അല്ലേ, ശരീരത്തിലേക്ക് ഒരു തലയ്ക്ക് കടാരി ഭ്രാന്തല്ലേ. കയറ്റി കൊന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഒരു മനു എന്ന് സ്വഭാവമാണ്. പറഞ്ഞൊരു ഡ്രൈവർ ഉണ്ട്, അപ്പൊ എന്റെ ഒക്കെ ഒരു എന്തുകൊണ്ട് ഫ്രണ്ടാണ്. അങ്ങനെ സംഭവിച്ചു? സത്യം പറഞ്ഞാൽ അവനെ അവസാനം എന്റെ കൈക്ക് വന്ന് അയാള് പിടിച്ചിട്ട് രോഗിയായി പോയി. ഇവിടെ അതുകൊണ്ടാണ്. ഒച്ചപ്പാടുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നൊക്കെ ഇറക്കി വിടും. അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെ തലച്ചോറിലുണ്ടായിരുന്നു. ഏത് ആ രീതിയിലും സ്വഭാവം തലച്ചോറിൽ ശാരീരികമായിട്ട്, കൂടിയാണ് പുറത്തേക്ക് വന്നത്. സാമ്പത്തികമായിട്ട്, മാനസികമായിട്ട് അത് ചെറിയൊരു തകർന്ന് തരിപ്പണമായി അവസ്ഥയായിരിക്കും. എന്നുള്ളതാണ്. അപ്പൊ ആനയും അമ്പാരിയും ഒരു ഒക്കെ തർക്ക ആയിട്ട് വിഷയം ഉണ്ടായി, ജനിച്ച് കൊല്ലണം തോന്നി, ഞാനൊക്കെ കൊന്നു. അപ്പൊ തന്നെ സത്യം അത് പറഞ്ഞാല് തന്നെ. അപ്പൊ ഈ എന്റെയൊക്കെ വീട്ടില് കൊലപാതകം മാത്രമല്ല, അന്നത്തെ റേപ്പ് കാലത്ത് റേപ്പ് അംബാസഡറും നിങ്ങൾ പുതിയ പുതിയ ദേശ കേരളത്തിലെ ജീപ്പുകളും പ്രധാനപ്പെട്ട ഒക്കെ ഉണ്ടായിരുന്ന ചില വീടാണ്. കേസുകളൊക്കെ അപ്പനൊക്കെ പത്രത്തിൽ ആ വായിച്ചിട്ടുണ്ടെങ്കിൽ രീതിയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി സമ്പാദിച്ച് കാണും. ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്ന് ആളുകളുടെ പാലായിൽ നിന്ന് ഇവിടെ വന്ന് ഈ കാട്ടുപന്നിയോടും റേപ്പ്, അവരുടെ സ്വഭാവ മലമ്പനിയോടും രീതികള്, വലിയ അസുഖങ്ങളോടും പൊരുതി വലിയ വലിയ വളരെ കേസുകളിലൊക്കെ നിങ്ങൾ മനോഹരമായിട്ട് പത്രത്തിൽ തന്നെ വായിച്ചിട്ടുണ്ടാവും. വളർത്തിയതാണ് ഇപ്പൊ ഞങ്ങളുടെ 3 ഡൽഹിയില് മക്കളെയൊക്കെ. പക്ഷെ 5 മദ്യാസക്തര് അപ്പൻ ഒരു പട്ടാളക്കാരനൊന്നും, ചേർന്ന് അപ്പൻ തന്നെയാണ് ശരിക്ക് ഒരു പെൺകുട്ടിയും മദ്യമൊക്കെ തന്നത്. അവരുടെ കൂട്ടുകാരനും കൂടി പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഡാഡിക്ക് ഒറ്റയ്ക്ക് രാത്രി ചില പോയപ്പോഴത്തേക്കും ഡാഡി അന്ന് ആ തന്നെ പറയായിരുന്നു പെൺകുട്ടിയെ മദ്യം ഈ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മദ്യാസക്തര് പക്ഷെ പിടിച്ച് റേപ്പ് ചെയ്തു. നാട്ടുകാര് കൈകൂപ്പി റേപ്പ് ചെയ്യുക ചിരിക്കുന്ന മാത്രമല്ല, അവസ്ഥയിലൊന്നും ഒരിക്കലും അവരുടെ മദ്യം കഴിക്കരുത്. പുള്ളിക്കാരൻ്റെ അത് അങ്ങനത്തെ രഹസ്യ പ്രശ്നങ്ങളൊന്നും ഭാഗം, ഇല്ലായിരുന്നു. അല്ലെങ്കിൽ എന്റെ കൂടെ തന്നെ എന്റെ ലൈംഗിക ജ്യേഷ്ഠനൊക്കെ മദ്യം കഴിക്കലുണ്ടായിരുന്ന. അവയവത്തിൽ കൂടി ജ്യേഷ്ഠനൊന്നും എന്റെ രീതിയിലേക്ക് എത്തിയില്ല. അവര് അപ്പൊ ഈ കൂർത്ത രോഗത്തെ പറ്റിയൊക്കെ അത് ആയുധങ്ങൾ കടത്തി. ഒന്ന് സോബറായപ്പോൾ ആലോചിച്ച് കഴിയുമ്പോൾ അപ്പൊ മനസ്സിലാകും അവരുടെ മനസ്സ് ഇതിന്റെ എങ്ങനെ ഒരു പ്രവർത്തിച്ചു നോക്കുക, ഡേഞ്ചർ അവസ്ഥ. തലച്ചോറ് എങ്ങനെ പ്രവർത്തിച്ചു. എല്ലാ വിധത്തിലും അതുകൂടാതെ ഇതാ ഈ എന്ത് കുറച്ച് ചെയ്യാം, ബോഡി 2 വർഷം സമ്മതിക്കില്ല. മറ്റേ ആയി കാണും, മദ്യമില്ലാതെ ഒരുത്തൻ കുറെ ഒന്ന് സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ഒപ്പിടണമെങ്കിൽ അവിടെ എന്തോ ഒരു സത്യം പറഞ്ഞ ഈ വെള്ള സിനിമ, നമ്മുടെ കൊലപാതകം മുരളിയുടെ നടത്തിയിട്ട് സിനിമയൊക്കെ കാണുമ്പോൾ അവരെ ഇങ്ങനെ ചിന്തിക്കും. കൊലപാതകം അതിനകത്ത് ആ ചെയ്ത നടൻ ശരീരത്തിൽ മുരളി എന്ന് പേരിടുമ്പോൾ ലൈംഗികമായിട്ട് മുരളാന്നായി പോകുന്ന മാതിരി പീഡിപ്പിച്ചു. അതൊക്കെ മദ്യം കഴിച്ചിട്ടാണ് അവൻ എവിടെ ചെയ്യുന്ന പരിപാടികളൊക്കെ. ഒരു ബാങ്കിൽ പോവുകയാണെങ്കിൽ അത് പോലും വേറൊരാളുടെ മുമ്പിൽ വെച്ച്, ഒന്ന് 2 അടിക്കാതെ അയാളുടെ ഒപ്പിടാൻ ഭാര്യയുടെ സാധിക്കുക. മുമ്പിൽ വെച്ചൊക്കെ എവിടെ ലൈംഗികത ചെന്നാലും കൈ നടത്തുക. വിറച്ചിട്ട് ആ ഇങ്ങനത്തെ അവസ്ഥയിലേക്ക്. ഞാൻ ഒരു അവരുടെയും ഈ മാനന്തവാടി ലൈംഗിക ഇമ്മാനുവൽ അവയവങ്ങളിൽ കൂടി മാഷിന്റെ നാട്ടില് ആയുധങ്ങൾ അവിടുത്തെ ഒരു കടത്തുക. ബാറുണ്ട്, ഒരു മാനസ സരസ എന്ന് ഈ പറയുന്ന ബാർ. അത് ചിന്തയൊക്കെ വരുന്നത് രാവിലെ എവിടുന്നാണ്? തന്നെ തലച്ചോറിൽ ഒരു നിന്നാണ് 5 വരുന്നത്. മണിക്കൊക്കെ തുറന്നു വെക്കും. ഈ പണിക്കാര് തോട്ടം തൊഴിലാളികൾ തലച്ചോറിൽ നിന്നാണ് പോകുന്നുണ്ടെന്നായിരിക്കും. അതൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ അവിടെ അത്തരം ചെന്ന് ഒരു ഒരു പൈന്റ് അപകടം മേടിച്ചിട്ട് പിടിച്ചൊരു അതിനകത്തൊന്ന് അവസ്ഥയിലേക്ക് കുടിക്കാൻ വരും നോക്കി പോകുന്നത്. കഴിഞ്ഞപ്പോൾ എന്റെ കൈ വറച്ചിട്ട് സാധിക്കുന്നില്ല. തുളുമ്പി പുറത്തു ഇപ്പൊ പോവാ. ആ ഈയിടെ പേഷ്യന്റ് എന്നോട് ചോദിച്ചു ഇതെന്താ കൽക്കട്ടയില് ചേട്ടാ അവസ്ഥ എന്ന് ഒരു ചോദിച്ചു. ലേഡി ഡോക്ടർ ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് എന്റെ ഒരു ആ കൂടെയുള്ള എന്റെ ഡോക്ടറെ ഒരു ബന്ധുക്കാരൻ പയ്യനോട് റേപ്പ് ചെയ്തത് ഞാൻ
സിബി റേപ്പ് ചെയ്ത് അത് ഇതുപോലെ ബാത്റൂമിൽ തന്നെ കിടക്കാൻ പറഞ്ഞ എന്നിട്ട് ലൈംഗിക അവനത് അവയവത്തിൽ വായിൽ ഒഴിച്ചു കൂടി തരികയത്. സത്യം പറഞ്ഞാൽ ആ മുറിവേൽപ്പിച്ച് ഒഴിച്ചു തരുമ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത് റേപ്പ് കഷ്ടപ്പെട്ട് കുടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരീരത്തിലെ എന്ത് ചെയ്യാം? ലൈംഗിക അവയവം അവസാനം കിടക്കുമ്പോ മുറിവേൽപ്പിച്ചു കൊന്നു. കൈ വിറച്ചിട്ട് ഒരു ജോലി ചെയ്യാൻ അയാളൊരു പറ്റാത്ത ഒരു ഈ അവസ്ഥയിലേക്ക് എത്തി. ലഹരി വസ്തു ഉപയോഗിക്കുന്ന മദ്യവും മറ്റു ലഹരി വസ്തുക്കൾ എല്ലാവർക്കും ഉപയോഗിക്കുന്ന ആളായിരുന്നു. കുടി വേണ്ട, നിർത്തണം എന്നൊക്കെ പറയാൻ കേരളത്തിൽ നടന്നൊരു എളുപ്പമാണ്. സംഭവമാണ് ഇപ്പൊ നമ്മുടെ ജിഷ എന്ന് പറഞ്ഞ നമ്മള് ഒരു ആൽക്കഹോളിക്സിന്റെ ബിഗ് ബുക്കിൽ ലോ പറയുന്ന മാതിരി നിയമത്തിന് ഈ നിയമ രോഗശമനം വിദ്യാർത്ഥിനിയായിരുന്നൊരു ഒരു ഒരു മനുഷ്യശക്തിക്ക് കഴിയില്ല, ദാരിദ്ര്യം ദൈവത്തെ തേടിയാൽ പിടിച്ച ദൈവത്തിന് ഒരു ഇത് വീട്ടില് സാധിക്കുകയും രോഗശമനം വരുത്തുകയും ഒരു ചെയ്യുന്നൊക്കെ അമ്മ പറയുന്നതിന്റെ മാത്രം അർത്ഥം ഉണ്ടായിരുന്ന ഇപ്പോഴാണ് ഒരു അവർക്ക് വീട്ടില് മനസ്സിലാകുന്നത് കേട്ടോ. ഒരു ആശാങ്കാരൻ സത്യം വന്നിട്ട് പറഞ്ഞാല് എന്റെ ഡാഡിയുടെ മമ്മിയുടെ ഒക്കെ കൂടെ അവന് പഠിച്ചതാണ് നായിക് ബാപ്പിലെ അച്ഛൻ ധ്യാനഗുരു. ആ കുട്ടിയെ ഇങ്ങനെ അപ്പൊ എന്റെ ലൈംഗികമായിട്ട് വീട് സത്യം പീഡിപ്പിച്ചു. പറഞ്ഞാൽ ഈ ആ അച്ഛന്റെ ശരിക്കും വീടിന്റെയും കോടഞ്ചേരി ലൈംഗിക അങ്ങാടിയുടെ അവയവത്തിൽ നടുക്കായിട്ട് പോയി. അവനും കത്തിയൊക്കെ അച്ഛൻ കടത്തി എന്റെ വീടിന് ഒക്കെ താഴത്തൂടി ചെയ്തു. ഒക്കെ പോകുമ്പോൾ എന്റെ വീട്ടിൽ നോക്കുക, കയറും, മമ്മിയും ഡാഡിയുമായിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സ്വഭാവ വെച്ച് രീതി നോക്കുക. കയറുമ്പോഴൊക്കെ എന്റെ മമ്മി പറയും, ഒരു അച്ഛൻ ഭയം ഇതിന്റെ തലയ്ക്ക് പിടിച്ച് തോന്നുന്നില്ലേ? പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ അച്ഛൻ തലയ്ക്ക് പിടിച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥിക്കാനും ലഹരി തുടങ്ങി. വസ്തുക്കള് ഇതിപ്പോ പക്ഷെ വിശ്വസിക്കുമെന്ന് അച്ഛൻ എനിക്ക് ഒന്നും സംശയം. തലയ്ക്ക് പിടിച്ച് ഈ പ്രാർത്ഥിച്ചിട്ട് എന്റെ തലച്ചോറിൽ കൂടെ നിന്നിട്ടില്ല പ്രവർത്തിച്ചു എന്നുള്ളത്. കഴിഞ്ഞാൽ അതിന് അല്ലെങ്കിൽ കേട് അവസാന പറ്റിക്കഴിഞ്ഞാൽ നാളുകളിലൊക്കെ ഇങ്ങനെയുള്ള ഞാൻ തലയിൽ നീട്ടിക്കൊണ്ട് തോന്നലുകള്, അല്ലെങ്കിൽ എന്റെ ചിന്തകള്, അമ്മ എന്റെ സ്വഭാവങ്ങൾ ബലമായിട്ട് ഉണ്ടാവും എന്നുള്ളത് എന്റെ ഉറപ്പാണ്. കഴുത്ത് അച്ഛന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോ തെളിയിക്കപ്പെട്ടുള്ള അച്ഛൻ പറഞ്ഞത്, കാര്യമാണ്. എടാ പിശാചെ, നിന്റെ തലയ്ക്ക് പിടിച്ച് അപ്പോ പ്രാർത്ഥിച്ചാൽ എന്റെ തല അതൊക്കെ പൊട്ടി ഇതിന്റെ പോകുന്ന അച്ഛൻ പറഞ്ഞു. അങ്ങേയറ്റത്തെ ആ സംഗതികളാണെന്ന്, അവസ്ഥയിലേക്ക് അതൊക്കെ ഒന്നും എന്നെ ബാധിക്കില്ല ധാർമ്മികമായിട്ടും എന്നൊക്കെ ചില ആൾക്കാർ ആത്മീയമായിട്ടൊക്കെ തകർന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും തരിപ്പണമായി അതൊന്നും എന്നുള്ളതാണ്. ശരിയല്ല, ആരെയും ബാധിക്കാതെ. എന്തും മദ്യം, അപ്പൊ അതിന്റെ സത്യം തെളിവിലേക്കൊക്കെ ഞാൻ പറഞ്ഞാൽ വരാം, ആഴ്ചയിൽ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ പൊറോട്ടയൊക്കെ സംഭവിക്കണെന്നുള്ളത്. കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ഈ പഴയ പ്രധാനപ്പെട്ട മുണ്ടൊക്കെ ഈ ഭാര്യ ഇപ്പോഴും ആൽക്കഹോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. യൂസ് കൊണ്ട് അതിലൊക്കെ ഡിസിഷൻ നക്ഷത്രത്തിന്റെ മേക്കിംഗ്, ഒരു പഴയ തീരുമാനം ചുവന്ന എടുക്കല് അച്ചാറിന്റെ പടം മാത്രമേ ഉള്ളൂ ആ ഇങ്ങനെ തൂക്കല്. തെന്നി വേറെ ഒരു കളിച്ചോണ്ടിരിക്കും. ഭക്ഷണമില്ല. ഒരു സാധാരണ സ്വഭാവം, തിരുവമ്പാടിയിലുള്ള അതൊരു പഴമക്കാരൊക്കെ ഷെയർ വളരെ ചെയ്യുന്നത് ഞാൻ പ്രധാനപ്പെട്ട കേട്ടിട്ടുണ്ട്. ഒന്ന് ഹൈ വിനയ് റിസ്ക് മാഷൊക്കെ സിറ്റുവേഷൻ, കഞ്ഞി കുടിക്കാൻ ഭയങ്കര കൊതിയാകുന്നു ആപൽ പറഞ്ഞ മാതിരി സാധ്യതയുള്ള ഒരു ഒരു സിറ്റുവേഷനിൽ ഭക്ഷണം പോലും കഴിക്കാൻ കൊല പറ്റാത്ത ചെയ്യണോ അവസ്ഥ. വേണ്ടയോ, വേണോ എന്തായാലും വേണ്ടയോ, ഈ പിള്ളേരുടെ അവന്റെ സ്വഭാവം പ്രിൻസിപ്പാള് വരും അവിടെ. പിള്ളേരെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ അവന്റെ അന്നേ ഈ ഇറങ്ങി പോകുന്നു. ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരും. വീട്ടിൽ അത് വന്ന് ഞാൻ പറയുന്നത് അപ്പോഴാണ് ഭീകരാവസ്ഥയാണ്. അത്ര വീണ്ടും ഭീകരമായ ഒരു ഒരു അവസ്ഥയിൽ നിന്നും, ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എത്തുന്നത്. അങ്ങനത്തെ ഒരു രോഗത്തിൽ നിന്നും വളരെ നിസ്സാരമായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എന്തായാലും ഈ AA പ്രോഗ്രാം. അവസാനത്തെ ഒരു ഇതിൽ ഡി ആദ്യം അഡിക്ഷൻ വരുന്ന സെന്ററിൽ സുഹൃത്തിന് എന്റെ ഒരു ഭാര്യയൊന്നും അല്ല തിരിച്ചറിവ് കേട്ടോ എന്നെ ദൈവം കൊണ്ടുപോകുന്നത്. കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് കോടഞ്ചേരിയിലുള്ള തിരിച്ചറിവ് കിട്ടിയാൽ അവൻ മാത്രമല്ല രക്ഷപ്പെടുന്നത്, ഓട്ടോറിക്ഷക്കാരും അവന്റെ കൂടെ പോട്ടർമാരും ജീവിക്കുന്നവരും കൂടിയാണ് അവന്റെ അവസാനം കുടുംബവും എന്നെ ഒരു ഡി രക്ഷപ്പെടും. അഡിക്ഷൻ അവൻ ജോലി സെന്ററിലേക്ക് ചെയ്യുന്ന കൊണ്ടുപോകുന്നത്. സ്ഥലത്തുള്ള ആൾക്കാരും ഭാര്യയെ രക്ഷപ്പെടും. കുറ്റപ്പെടുത്തുമൊന്നും അല്ല കേട്ടോ. അവര് എന്നെ കൊണ്ടുപോകാത്ത ഡി അവനുമായിട്ട് അഡിക്ഷൻ സെന്ററുകളില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്നുള്ള ബന്ധമുള്ള ആൾക്കാർ രക്ഷപ്പെടും. ഒത്തിരി കേരളത്തിൽ ആൾക്കാർ, കിടക്കാത്ത ഡി അഡിക്ഷൻ ചുരുങ്ങിയതൊരു സെന്ററുകൾ പോലും 15 കുറവാണ്. മുതൽ 25 അപ്പൊ ആൾക്കാർ അവര് അവനുമായിട്ട് ബന്ധമുള്ളവർ മടുത്തു. രക്ഷപ്പെടും. അവരോട് അവസാനത്തെ ഒരു ഡി അഡിക്ഷൻ അവര് സെന്ററിൽ മറിച്ച് എന്റെ ഇവിടെയുള്ള പഴമക്കാരെ ഏടെ അവന് പഴമക്കാര് ഒരു വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, നിഷേധം തോന്നുകയാണ്. ആ ഇതൊക്കെ ഡി വെറും അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്ന പൈസ ഉണ്ടെങ്കിൽ പൊള്ളത്തരൊക്കെയാണ്, എന്റെ മക്കൾക്ക് വെറും ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. വിടൽസാണ് ഇതൊക്കെ, ഈ വേഷം ഇതിലൊന്നും കെട്ടിന് എന്നെ കാര്യമില്ല, കിട്ടിയതാണ്. ഉടായിപ്പാണ് എന്നൊക്കെ എന്തായാലും വിചാരിച്ച് കോടഞ്ചേരിയിലുള്ള അവൻ അതിന്റെ ചില ഉള്ളിൽ കച്ചവടക്കാരൊക്കെ അഹങ്കാരത്തോടു എന്നോട് കൂടി ചോദിച്ചു, നീ കുടിക്കുകയാണെങ്കിൽ സംഭവം നിർത്താനുള്ള അങ്ങനെയൊക്കെ ആയി തീരുമാനം മാറും. ഉണ്ടോ, ഈ അതോ ഞാൻ ഈ വേഷം പറഞ്ഞ കെട്ടാണോ എന്ന് സംഭവത്തിൽ ചോദിച്ചപ്പോ കൂടി ഞാൻ പോകും. കാരണം പറഞ്ഞു, എനിക്ക് തെളിവുകളുണ്ട്, മുന്നോട്ട് പോകാൻ എൻ്റെ അടുത്ത് പറ്റിയില്ല, തെളിവുകൾ ഇഷ്ടം പോലെ ഞാൻ ഉണ്ട്. മരിച്ചു പോകും, നിങ്ങൾ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അതിന്റെ അവര് ആ കൊണ്ടുപോയി ഒരു ഡി തെളിവുകളുടെ അഡിക്ഷൻ ഉള്ളിൽ സെന്ററിൽ വെച്ചാ കൊണ്ടുപോയി ആക്കി. സംസാരിക്കണല്ലേ, വെറുതെ പറയുന്നതല്ല. എന്തായാലും അവിടെ നിന്ന് അപ്പൊ ഇപ്പൊ ഞാൻ പേരാമ്പ്ര ഷെയർ ചെയ്തിട്ട് ഈ വന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ വയലൻസ് നിന്ന് വയലൻസ് ആക്ഷൻ തിരുവമ്പാടിയിലുള്ള ബ്രെയിനിന്റെ ഏടെ പഴമക്കാരൊക്കെ പ്രത്യേക ചില വരുമ്പോ ആ ഡി ഭാഗങ്ങളിൽ അഡിക്ഷൻ സെന്ററിൽ അവര് ഈ വരും. ലഹരി അവര് വരുമ്പോ വസ്തുക്കൾ എന്നെ ചെന്ന് കാണുന്നു. അവിടെ അവര് പ്രവർത്തനത്തിന് മോനെ തടസ്സം ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് അത് അവരെന്നോട് ഏതൊക്കെ അന്ന് തരത്തിലുള്ള ദേഷ്യത്തിന്റെ കുഴപ്പങ്ങളാണെന്ന് ഭാവത്തിലാണ് നോക്കാം. സംസാരിച്ചേ. അത് അത് അവരെ ഇട്ട് കളിപ്പിക്കുന്നതുകൊണ്ടേ, ഉദാഹരണം എടാ പറയാം. നിനക്ക് അത് സൗകര്യം ഉണ്ടെങ്കിൽ നീ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് കയറണം. വയലൻസ് വരുന്ന നിനക്ക് ഇമ്പൾസീവ് ആകാം, സൗകര്യമുണ്ട്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമാണ്. നീ ചില ആൾക്കാർക്ക് എന്നെ 100 ചോദിച്ചിട്ടുണ്ട്, നീ പേരെടുത്ത കുഞ്ഞുങ്ങളുടെ മുഖത്ത് 54 നോക്കിയിട്ട് ഈ പേരും കുടി, നീ വയലൻസ് സ്വന്തം നടത്തുന്നത് അധ്വാനിച്ചത് ഈ അപ്പൻ ഇമ്പൾസീവ് ഉണ്ടാക്കിയിട്ട് ആണ്. അതൊക്കെ വിറ്റ് പെട്ടെന്നാണ്, കള്ളു കുടിക്കാന്ന് പറഞ്ഞ. പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ തൂക്കുന്ന ഇതൊക്കെ വെടിയുണ്ട പറയുമ്പോഴും എന്റെ വരുന്ന പോലെ ഭാര്യയൊക്കെ എന്റെ പെട്ടെന്ന് കാലിൽ അവർക്ക് വീണ് തോന്നുകയാണ്, കരഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് 2 ചെയ്യുവാണ്. അപ്പൊ പെൺമക്കളാണെന്ന് അവിടെ ഓർക്കണം കേട്ടോ. ഈ ആലോചനയില്ല, ജാതി കുടി കുടിച്ചാൽ ചിന്തകളില്ല, അപ്പോഴൊക്കെ എനിക്ക് അതിന് പറ്റിയ തീരുമാനം ഡയലോഗുകളും ഉണ്ട്. ബോംബെ തെറ്റായ അന്തേരി തീരുമാനം കെല്ലിയില് പെട്ടെന്ന് വന്നു. ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഇതൊന്നും ഒരു ആടിക്കളിക്കുന്നൊന്നുമില്ല ഇവിടെ, പ്രശ്നമല്ല, പെട്ടെന്ന് നാളെ തന്നെ ഞാൻ ഉണ്ടാക്കും. കൊലപാതകം നടത്തുവാണ്. ഇമ്പൾസീവ്. ഈ മിഥ്യാധാരണകൾ അതാണിപ്പോ ശരിക്കും പലപ്പോഴും സൈക്കോസിസ് എന്ന് വേണം പറയാൻ. എന്നെ പ്രേമിക്കുന്നു ഞാനൊക്കെ എന്ന് പറഞ്ഞ പെൺകുട്ടി ചില എന്റെ സ്വഭാവം ഈ മനസ്സിലാക്കിയിട്ട് ലോട്ടറി ഒക്കെ എന്നിൽ എടുക്കല്, നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ഞാൻ പിറ്റേ അവന്റെ ദിവസം ഇങ്ങനെ ഇമ്പൾസീവ് സ്വപ്നം ആണ്. അവൻ കാണും, പ്രത്യേകിച്ച് എൻഫീൽഡിന്റെ മദ്യപാനിയാണെങ്കിൽ ആദ്യം ഹെലികോപ്റ്റർ ആലോചിക്കുന്നത് വാങ്ങുന്നതും യൂസഫലി പെട്ടെന്ന് അവളെ നടക്കുന്ന മാതിരിയൊക്കെ നാളെ തീർത്തേക്കാനാണ്. നടക്കാൻ ഇനി അവള് പറ്റുമല്ലോ. വേറെ അപ്പൊ ആരെയും പ്രേമിക്കണ്ട. അതനുസരിച്ചുള്ള ഇവൻ ജയിലിലേക്ക് ഞാൻ പോകുന്ന കാര്യമൊന്നും അവൻ കോടതിയിൽ എന്റെ ആലോചിക്കുന്നില്ല. ഒരു കൂട്ടുകാരനോട് ഒരു അവൻ അവിടെയും 2000 രൂപ മരിക്കും, വായ്പ ഉണ്ട്. മരണത്തിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാന്നവന് സത്യം അങ്ങനെയുള്ള പറഞ്ഞാൽ പിന്നെ ബുദ്ധിപരമായ അങ്ങോട്ട് പോയിട്ടില്ല. ചിന്തയൊന്നും വായ്പ വരില്ല. അവൻ മേടിച്ചതല്ല, പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അവളെ പോയിട്ടില്ല. അങ്ങ് തട്ടിക്കളയാണ്. അയാൾ ഒരു ദിവസം ഇമ്പൾസീവ്. രേഖപ്പയ്ക്ക് എന്റെ മുന്നിൽ 54 വന്ന് ചാടി. ശതമാനമാണ്. അയാൾ എന്റെ 100 കോളറിന് പേരെടുത്ത കൊടുത്തിട്ട് 54 പേര് അങ്ങനത്തെ പൈസ ആൾക്കാരാണ്. തന്നിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു.
ഉം. അപ്പൊ ഞാൻ ലഹരി അയാളോട് വസ്തു പറഞ്ഞു, ജോൺ ഉപയോഗിക്കുന്ന ചേട്ടാ, ആളുടെ ഒരു രീതിയാണത് ഞാൻ നാളെ പറയുന്നത്. മോശക്കാരാക്കില്ല. പിന്നെ ഞാൻ മറ്റൊന്ന് പൈസ തരാനായിട്ട് തന്നെയാണ് സൈക്കോട്ടിക് എന്ന് ഇന്ന് പറയും. ഇറങ്ങിയത്. സൈക്കോട്ടിക് എന്ന് എല്ലാവരുടെയും പറഞ്ഞാൽ പൈസ തനി ഭ്രാന്ത് കൊടുക്കാനായിട്ടാണ് പിടിക്കുന്ന ഇറങ്ങിയത്. അവസ്ഥ. ജോൺ ചേട്ടൻ എന്റെ കോളറെ മദ്യം പിടിച്ചു ഉപയോഗിച്ചാൽ വിടണം, ഭ്രാന്ത് ആൾക്കാർ വരും എന്ന് ചിന്തിക്കുന്നു. പറഞ്ഞാൽ ചില അയാൾ വേഗം ആൾക്കാർക്ക് വിട്ടു അത് കേട്ടോ. വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു ഭ്രാന്ത് 20 ഉണ്ടാവോ? മിനിറ്റ് കഴിഞ്ഞിട്ട് വരാന്നു. ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അയാൾ അങ്ങോട്ട് പോയി. ഞാന് ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ പോകുമ്പോഴും എന്റെ കയ്യിൽ ഒരു 100-400 ഒരാള് രൂപയുണ്ട്. ഞാൻ അയാൾ പോയപ്പോ അവനവന് അടുത്ത തന്നെ ബാറിൽ കയറിയ മനസ്സിലാക്കുന്നില്ല. 400 അവനവന് രൂപയ്ക്ക് മദ്യം കഴിച്ചു വന്നു. ഏത് നിലപാടിലാണ് അതിനുശേഷം ഇപ്പൊ അയാളുടെ നിൽക്കുന്നത്, പീടികയുടെ മുന്നിലേക്ക് സ്വയം ചെന്നിട്ട് കൺട്രോളിലാണോ, സ്വയം ജോണേന്ന് നിയന്ത്രണത്തിലാണോ? വിളിച്ചിട്ട് പറയാത്ത തെറിയൊന്നുമില്ല. എൻ്റെ ചുറ്റുപാടുമുള്ളവരെ നിന്റെ എനിക്ക് 2000 രൂപ തരണം, നാളെ ശത്രുക്കളായിട്ട് 10 മണിക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് 20,000 അവരോട് രൂപ ഞാൻ കൊണ്ടുവന്ന് ബുദ്ധിപൂർവ്വം തരൂല. പിന്നെ അല്ലാതെ ബാക്കി വാക്കുകൾ ഞാൻ പറയാൻ ദേഷ്യത്തിൽ പറ്റില്ല. പെരുമാറുന്നുണ്ടോ? നമ്മൾ അനോനിമസിലായിപ്പോയി. ഉപദ്രവിക്കുന്നുണ്ടോ? ആജാതി തെറിയ അയാളോട് പറഞ്ഞു. നാളെ എന്നോട് 10 പ്രത്യേകിച്ച് മണിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ആളെ നാളെ ഞാൻ 10 മണി ആക്കണമെന്നോ? ഉപദ്രവിക്കുന്നുണ്ടോ? ഞാൻ ഇത് എൻ്റെ ചെവിയിൽ ഇയാളോട് ഈ തെറി ആവശ്യമില്ലാത്ത പറയുന്നത് കാര്യങ്ങളൊക്കെ നാളത്തെ കേൾക്കുന്നുണ്ടോ? അടിക്കുന്ന ഒരു എന്നോട് ലോട്ടറി ഓടടാ, പോക്കറ്റിൽ കിടക്കണം. കൊല്ലടാ, ചാടടാ അപ്പൊ എന്നൊക്കെ ആരോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുന്നുണ്ടോ? ശരിയായ ആ ഒരു ഇങ്ങനെയുള്ള സൈക്കോസിസിലേക്ക് ശബ്ദങ്ങളൊക്കെ ഞാൻ മദ്യപാനം കേൾക്കുന്നുണ്ടോ? എത്തിച്ചു അങ്ങനെ ഞാൻ എന്നുള്ളത്. കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്തുണ്ട്. എന്തായാലും അതുപോലെ ദൈവാധീനം ഞാൻ അങ്ങനെ മായ കാഴ്ചകൾ ഇരിക്കുമ്പോഴാണ് കാണുന്നുണ്ടോ? അവസാനത്തെ ഒരു ഇതൊക്കെ DADC ലഹരി സെന്ററിലേക്ക് വസ്തു ഉപയോഗിക്കുന്ന ആള് അത് കൊണ്ടുപോകുന്നത്. നിർത്തി കഴിയുമ്പോൾ അവിടെ അതിന്റെ അളവ് ചെന്നപ്പോൾ കുറഞ്ഞാൽ സത്യം കാണുന്ന പറഞ്ഞാൽ അവിടുത്തെ ഒരു സംഗതികളൊക്കെയാണ്. അതിനാണ് മോട്ടിവേറ്ററായ തലച്ചോറിലെ ഫറൂഖ് സാർ എന്ന് പറഞ്ഞ പിന്മാറ്റ ആള്, ലക്ഷണം എന്ന് പറയാം. തലച്ചോറ് സത്യം പറഞ്ഞാല് ഈ ലഹരി വസ്തുവിനെ ദത്തെടുക്കും. 100 പേരെ ചികിത്സിക്കുമ്പോൾ ദത്തെടുത്ത് പിന്നെ ഷിബു അതിന്റെ ഉള്ളിൽ അതിനകത്ത് മാത്രം കുറച്ച് സോബറായിട്ട് വരുന്നത് ആവശ്യത്തിനുള്ള 7 അളവ് പേരാണെന്നാണ്. മദ്യം അവിടെ ഇല്ലെങ്കിൽ അത് ആ 7 പ്രവർത്തനം പേരിൽ 5 വർഷം തയ്ക്കുന്നത് തളർന്നു 2 പോകും. പേരാണ്. തലച്ചോറ് പ്രവർത്തിക്കില്ല. അയാളത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എന്റെ പ്രവർത്തിക്കാതെ ബ്ലഡിന്റെ വരുമ്പോഴത്തേക്കും ഓട്ടം നിന്നു. ഉള്ള അതിന്റെ പക്ഷെ അയാൾ അന്ന് പരിപാടികളാണ് എന്റെ നേരെ ഈ വിരലിയോട്ടിട്ട് പറഞ്ഞ പറഞ്ഞു, ഷിബു ആ ഭ്രാന്തിന്റെ അവസ്ഥ 2-ൽ 1 വരുന്നത്. നീ ആകണം എന്ന് അത് വിചാരിച്ചാൽ കിട്ടാൻ വേണ്ടിയുള്ള ആർത്തിയുണ്ട്. നീ ആകും കേട്ടോന്നാണ്. അത് ആ പ്രിയ ആർത്തി സുഹൃത്തുക്കളെ, കഴിഞ്ഞ് ഞാനൊന്ന് അപ്പുറത്തേക്ക് എന്റെ പോകുമ്പോഴത്തേക്കും മനസ്സിലൊന്ന് അത് ഞാൻ എന്റെ ഇങ്ങനെ മായ ദൈവത്തോടൊന്ന് കാഴ്ചകൾ പറഞ്ഞു കേട്ടു, കാണും. ദൈവമേ ആ രീതിയിൽ ആളില്ലാത്ത നടക്കാൻ ശബ്ദങ്ങൾ, എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ ആരൊക്കെയോ നടത്തണമേ എന്നൊക്കെ പറയുന്ന ഞാനൊന്ന് ശബ്ദങ്ങൾ പറഞ്ഞു കേട്ടു. കേൾക്കുന്നതായിട്ട് തോന്നും. എന്തായാലും ആരൊക്കെയോ തന്നെ അവിടുന്ന് ഒരു നിയന്ത്രിക്കുന്നതായിട്ട് 21 തോന്നും. ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് അത് പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങി. വയലന്റ് ആയിട്ടുള്ള സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കും. കൊല്ലടാ, അന്നൊരു വെള്ളിയാഴ്ചയാണ് ഞാൻ അവനെ ചികിത്സ കൊല്ലടാ, കഴിഞ്ഞ് പുറത്തേക്ക് അവന്റെ ഇറങ്ങി. പുറകെ ഓടടാ, അല്ലെങ്കിൽ ചാടടാ, ഞാൻ കട്ടിപ്പാറ എന്ന് നീ പറയുന്നത് അധികം ദൂരമില്ല. മരിക്കടാ ഞാനൊരു എന്നൊക്കെ പറയും. ഉച്ചയായപ്പോഴത്തേക്കും രാവിലെ തന്നെ എന്നെ അതൊക്കെ അവിടെ ഡിസ്ചാർജ് കേട്ടിട്ടുള്ള ചെയ്ത് ധാരാളം ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ പേരുണ്ട്. വീട്ടിലെത്തി. വീട്ടിൽ വന്ന് ആ ഭക്ഷണമൊക്കെ കഴിച്ചു. അവസ്ഥയിൽ കേട്ടിട്ടുള്ള ഞാൻ ആൾക്കാര്, ഞാൻ ചികിത്സിച്ച സ്ഥാപനത്തിന്റെ ആൾക്കാർ തന്നെ സിസ്റ്ററോട് ധാരാളം ഞാൻ പേര് വിളിച്ചു ചോദിച്ചു, എനിക്കറിയാം. സിസ്റ്റർ ഇന്ന് മീറ്റിംഗ് പോകണമെന്ന് ചോദിച്ചപ്പോൾ അപ്പൊ സിസ്റ്റർ അത്രയ്ക്ക് പറഞ്ഞു, ഭീകരമായിട്ടുള്ള ഇല്ല ഒരു ഷിബു അവസ്ഥയാണ്. ഇന്ന് പോയില്ല, നീ ഇന്ന് ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ, പോയില്ലേലും കുഴപ്പമില്ലടാ. ഇമ്പൾസീവ് പക്ഷെ ആയിട്ടുള്ള ഞാൻ ഒരു ആക്ഷൻ, മോട്ടിവേറ്റർ പത്രസാറിനോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, അപ്പൊ തന്നെ സൈക്കോട്ടിക് നീ ആയിട്ടുള്ള കൂടിപ്പോലും ആക്ഷൻ, ഒന്നുമില്ല, നീ സൈക്കോട്ടിക് വൈകുന്നേരം ആയിട്ടുള്ള മീറ്റിംഗിൽ പോകാൻ പറ്റുമെങ്കിൽ സൈക്കോട്ടിക് പൊക്കോളാം. ഉള്ളതിലാണ് ഇങ്ങനെ ഭ്രാന്തിന്റെ എന്തായാലും അവസ്ഥയിൽ നിങ്ങളെ പോലെ കൊല്ലുന്നത്. ഒന്നും അല്ല ഞാൻ. എന്റെ അടുത്തൊരു ഞാൻ പറഞ്ഞില്ലേ, മീറ്റിംഗിൽ പോകാൻ പുറത്തുനിന്ന് ഒരാൾ അല്ലെങ്കിൽ പറയാ ഒരു കൊല്ലടാന്ന് ഉടുതുണിക്ക് പറയുന്നു. മറുതുണിയില്ലാത്ത ചിലപ്പോ അവസ്ഥയിലാണ് ഒരാളെ ഞാൻ. കിട്ടിയാൽ കൊല്ലും. കോടഞ്ചേരിയിലെ സാരിയുടെ നമ്മുടെ ഒരു ഭാര്യയുടെ അധ്യാപകൻ, കെട്ടുതാലി പോലും ഒരു പണയം ഡോക്ടറെ വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ആ DADC സെന്ററിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത്. കൊല്ലാനായിട്ട് നാളെ മക്കൾക്ക് അരി ഒന്ന് മേടിക്കാൻ പോലും എന്റെ കൈ 10 പൈസയില്ല. ഒത്തിരി ആൾക്കാരൊക്കെ അത് പക്ഷെ കണ്ടതാണ്. ഞാനന്ന് കേരളം മുഴുവൻ വൈകുന്നേരം ഞെട്ടിയതാണത്. എന്താണ് സംഭവിച്ചത്? മീറ്റിംഗിൽ പോയെന്നുള്ളതാണ്. ആ അയാൾക്ക് ഇങ്ങനെ ഒരു തിരുവമ്പാടിയിലുള്ള നിർദ്ദേശം ആൾക്കാര് തലച്ചോറിൽ കിട്ടി, എന്നോട് കൊല്ലടാ, ദേഷ്യത്തിന്റെ കൊല്ലടാ, ഭാവത്തിലാണ് കൊല്ലടാ. സംസാരിച്ചെങ്കിലും അങ്ങനെ അയാൾ അതിനകത്തൊക്കെ ഒരു കൊല്ലാൻ പോയതാരം സ്നേഹത്തിന്റെ സ്വന്തം ഒരു വീട്ടുകാരെ മയം കൊല്ലാൻ ഉണ്ടായി. പോയി. അവരുടെ ആ ദേഷ്യം, അവര് എന്റെ പേടിച്ചു. പറ്റീര്, ആ ഉടനെ തന്നെ പറ്റീര് കൊണ്ട് അവര് പോലീസിനെ വിളിച്ച്. നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ പോലീസുകാരന് മീറ്റിംഗിൽ ഒന്നും കയറാനൊക്കെ പറഞ്ഞെന്ന് പിടികിട്ടിയില്ല. എനിക്ക് എന്താണ് എന്റെ ദൈവം സംഗതി, ഒന്ന് മാറി ഇവന്റെ ചിന്തിക്കാനായിട്ടുള്ള രോഗം എന്താണ്, വേദിയൊക്കെ ഇവൻ മാനസിക ഒരുക്കി തന്നു. രോഗിയാണോ, എന്തായാലും ഇവൻ അന്ന് വെള്ളിയാഴ്ച മദ്യപാനിയാണോ, ഞാൻ ലഹരിയുടെ എന്റെ ആളാണോ, വീടിനടുത്തുള്ള ഇവൻ ഇവിടുന്ന് എന്താ ഏതോ ഒരു പ്രശ്നം, ബൈക്കുകാരനോട് പറഞ്ഞു ഒന്നൊന്നും ഇങ്ങനെ അന്വേഷിച്ചില്ല. എന്നെ ചെമ്പടുവിൽ കൊണ്ട്. അവന് അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, എന്നാ അവന്റെ ഷിബു രണ്ട് കൈയും എന്തിനാണ് ഈ ബലമായിട്ട് ചെമ്പടുവിൽ പോകുന്നത്? അവന്റെ കൂട്ടിപ്പിടിച്ച് വിചാരം എല്ലാം നാടൻ കെട്ടിയ ചാരായം കുടിക്കാനായിരിക്കും. ഞാൻ മതിയായിരുന്നു. പറഞ്ഞു, ഈ മദ്യപാനം നിർത്തിയവരുടെ അല്ലെങ്കിൽ ഒരു അവന്റെ മീറ്റിംഗ് ഉണ്ട്, കാലിന്റെ അതിനകത്ത് പങ്കെടുക്കാം. മുട്ടിന്റെ അവൻ താഴെ പറഞ്ഞു, നീ കയറണം, വെടിവെച്ചിട്ടിട്ട് നിന്നെ ഞാൻ ബൈക്കിൽ കൊണ്ടുപോയേക്കാന്ന് അവനെ പറഞ്ഞു. കൊണ്ട് അവൻ പോയാലും കൊണ്ടുപോയി. തിരിച്ച് പോലീസിന് അവിടുന്ന് പേടിക്കേണ്ട നേരെ ഏതോ ആവശ്യമൊന്നുമില്ല. പഴമക്കാര് തിരിച്ച് അതൊന്നും കോടഞ്ചേരി ചെയ്യാതെ ഇറക്കി അവനെ വിട്ടാൽ മതി കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. അവരെ എന്റെ വീടിന്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊല്ലട എന്ന് ഇറക്കി വിട്ടു. തലച്ചോറിലേക്ക് ഇങ്ങനെ ശബ്ദം അങ്ങനെ തുടങ്ങിയ കേട്ടോണ്ടിരിക്കുന്ന ഒരു അവനെയും പ്രയാണം കൊണ്ട് ആശുപത്രി പോയി. എന്നെ അവൻ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് തുടക്കത്തിലൊന്നും അവന് ഒരു കൊല്ലണം, അതല്ലേ ഉള്ളു. അപ്പൊ വണ്ടിക്കൂലി അവിടെ ഒരു ആള്, കയ്യിലെടുക്കാനില്ല. ആരോ ഒരു പാവം ഈ കുട്ടി അവിടെ, തിരുവമ്പാടിയിലെ ബദിച്ചിപ്പറമ്പ് അവള് രാജചേട്ടനാണോ, ഡോക്ടറായിട്ട് ബിനോയ് അടുത്ത മാഷെ മാസം പോലെയുള്ള ആൾക്കാരാണോ, പുറത്തിറങ്ങാനിരിക്കായിരുന്നു. KC സണ്ണിച്ചേട്ടനെ പോലെ ആൾക്കാർ അവള് ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ. രോഗികളും കാത്ത് ആരോ അവിടെ എന്റെ ഇരിക്കുകയാണ്, ചെവിയിലൊന്ന് ഒരു പറഞ്ഞു മൂലയിൽ വാരി ഒന്നും തന്നു, അറിയാതെ പാവം അവിടെ ഏടെ ഇരിക്കുക. മീറ്റിംഗിന്റെ അപ്പൊ അവന് അധ്യക്ഷനോട് കൊല്ലാനുള്ള ചോദിച്ചാൽ തിരിച്ചു ആയുധം അവിടെ കിട്ടി, വണ്ടിക്കൂലി ഒരു കിട്ടുമെന്നൊക്കെ. ഞാൻ കത്രിക സത്യം പറഞ്ഞാൽ ഈ എന്തൊക്കെ. ബാലുശ്ശേരി എന്നൊക്കെ അവൻ പറയുന്ന പല സ്ഥലത്ത് നിന്ന് പ്രാവശ്യം കുത്തി അതിനെ ഏടെ കൊന്നു. ഒരു പഴമക്കാരനായ സംഗതി പ്രദീപേട്ടനോടൊക്കെ നടന്നു. ഞാൻ വണ്ടിക്കൂലിക്ക് അവിടെ പൈസ പോലീസിന് മേടിച്ചോണ്ട് ഇങ്ങോട്ട് ബുദ്ധിയില്ലാതായി വന്നിട്ടുണ്ട്. പോയി. അതാണ് പോരാൻ അവിടെ പൈസ സംഭവിച്ചത്. പ്രതിവേട്ടൻ അന്നത്തെ കാലത്ത് 100 രൂപ അവന് എടുത്ത് നീട്ടിയിട്ടുണ്ട് കേട്ടോ. അവനൊരു പക്ഷെ ഞാൻ മാനസിക അതിനകത്തുനിന്ന് രോഗി. ഒരു അവനോട് 20 രൂപ എന്റെ വണ്ടിക്കൂലിയുടെ കൊല്ലടാന്ന് പൈസ ഇങ്ങനെ എനിക്ക് മതി എന്ന് അശരീരി പറഞ്ഞാൽ പോലെ 20 രൂപ ചെവിയിൽ എടുത്തോണ്ട് ശബ്ദം ഞാൻ പോന്നിട്ടുണ്ട്. കേട്ടോണ്ടിരുന്നു. അതുപോലെ അവനെ തന്നെ ഞാൻ നടപ്പിലാക്കി. കരീംക അതാണ് സംഭവിച്ചത്. പെരിന്തൽമണ്ണ ഒക്കെ ചെന്നിട്ട് അവനിപ്പോ കരീംകയുടെ പൈസ ജയിലിൽ മേടിച്ചോണ്ട് കിടക്കുന്നുണ്ടാവും. പോന്നിട്ടുണ്ട്. പക്ഷെ ജയിലിൽ കിടന്നിട്ടും വലിയ സംഭവമൊന്നുമില്ല. എന്തായാലും അവന്റെ അങ്ങനെ തലച്ചോറിൽ ഞാൻ മീറ്റിംഗിലേക്ക് ഒന്ന് വളരെയധികം കയറാൻ തുടങ്ങി. മാറ്റങ്ങൾ വരണം. അപ്പോഴും ഈ വീട്ടിൽ ചില മാറ്റങ്ങൾ വരാൻ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. സഹായിക്കുന്ന ഒരു വീട്ടിൽ പ്രോഗ്രാമാണ് ഞാൻ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ്. താടക്കൊക്കെ കൈ ഇങ്ങനെയൊക്കെ കൊടുത്ത് പറഞ്ഞ ഇരുന്ന് ഇത്രയൊക്കെ ചിന്തിക്കുമ്പോൾ വയലന്റ് ആയ ഭാര്യ എന്നോട് ആൾക്കാരും വന്ന് ചോദിക്കും, സാർ എന്താ മദ്യത്തിൽ നിന്ന് കുലങ്കഷമായി ചിന്തിക്കുന്നത്, വിട്ടുനിന്ന്
എന്റെ സ്വർണം അവൻ എടുത്തു ആരായിരുന്നു, തരാനായിട്ടാണോ അവൻ എന്തായിരുന്നു എന്നൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു ചിന്തിച്ച് മനസ്സിലാക്കി മാറിപ്പോയ വിഷമാണ്. ആൾക്കാര് നമ്മള് മക്കൾക്ക് നാളെ ഒരു അവർക്ക് കിലോ അവരുടെ അരി എങ്ങനെ ഉള്ളിൽ മേടിക്കണം, ഒരു ആത്മീയ ബോധം അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കാൻ ആൽക്കഹോളിക്സ് 10 രൂപയുടെ അനോണിമസിന് മത്തി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് ഭാര്യയുടെ അങ്ങനെ ഇതുപോലുള്ള നേരത്തെ പോയി റോങ് എന്ന് പറയാൻ കിടക്കുകയും പറ്റില്ല. ചെയ്യാതെ എന്നാലും ആരെയും അങ്ങനെയുള്ള കൊല്ലാതെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആകെ വൈലന്റ് ആവും. മനുഷ്യനായിട്ട് ജീവിച്ച് തിരിച്ചു വരാനും ഞാന് അവരുടെ അപ്പോ കൂടെയുള്ളവരൊക്കെ രക്ഷപ്പെടുത്താനും, ഞാൻ ഏക്കാരോട് നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ എന്നോട് ആകെ പറഞ്ഞത്, 15 മുതൽ ഷിബു 25 വരെ നീ ഉപദ്രവിക്കുന്നു. ഭാര്യയുടെ അങ്ങനെ മക്കളുടെ ആരെയും കൂടി കൈക്ക് പിടിച്ച് ഉപദ്രവിക്കാതെയൊക്കെ അങ്ങനെ ആൽക്കഹോളിക്സ് ജീവിക്കാൻ അനോണിമസിന്റെ മീറ്റിംഗിൽ കയറാനാണ്. കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിക്സ് എന്തായാലും അനോണിമസ്. അങ്ങനെയാണ് നേരത്തെ എന്റെ ഭാര്യ അപ്പൊ ഷാൻജി അതിന് ഷെയർ ചെയ്ത മാതിരി. സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി ട്രീറ്റ്മെന്റ് 10 എന്താണെന്ന് മണിക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് ആൽക്കഹോളിക്സ് വളരെ അനോണിമസിന്റെ ലളിതമായ ഒരു പഴമക്കാരുടെ ട്രീറ്റ്മെന്റ് ആണ്. അടുത്തേക്കും മദ്യത്തിൽ നിന്ന് എന്റെ വിട്ടു നിൽക്കുക. മോട്ടിവേറ്ററിന്റെ അടുത്തേക്കും ഒക്കെ ഞാൻ പുള്ളിയുടെ മരുന്ന് രാത്രി അതാണെന്ന് എല്ലാവർക്കും ഒക്കെ അറിയാം. എന്റെ ഭാര്യയെ പക്ഷെ അത് വലിച്ച് അത്ര വണ്ടിയെ എളുപ്പമുള്ള കയറ്റി ഞാൻ കാര്യമല്ല. പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് അത് എളുപ്പമല്ല. ഷാൻജി പറഞ്ഞത് അതുകൊണ്ടാണ് ശരിയാണ്. ഷാൻജി കുറെ പേര് ഇരിക്കുന്ന സൈഡ് നോക്കി ഞാൻ കട്ടറിലൊക്കെ അതിന് ചാടി. ശ്രമിച്ച് ഈ പിശാചൊന്ന് ജയിച്ച കുലുങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞു. ആൾക്കാരാണെങ്കിൽ നമ്മൾ അത്രയും ദേഷ്യം ജയിച്ചവരെ നമ്മൾ പിടിച്ചിട്ടാണ് അനുകരിക്കുന്നത്, തോറ്റവരെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അനുകരിക്കാറൊന്നുമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർമാരെ മദ്യാസക്തൻ എല്ലാം തോറ്റവരെ സംസാരിച്ച് അനുകരിച്ചാൽ തീർത്ത്, അവൻ അല്ലെങ്കിൽ പരമ എന്റെ മോട്ടിവേറ്ററിന്റെ തോൽവിയിലേക്കും അടുത്തൊക്കെ ചെല്ലുമ്പോൾ അയാൾ മരണത്തിലേക്കും രാത്രി പോകും. ഒരു 11 മണിയാകുമ്പോഴത്തേക്കും രണ്ടിനെയും ജയിച്ചവരെ, സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ മദ്യത്തിൽ നിന്ന് തീർത്ത് വിട്ടു നിന്ന് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ജയിച്ചവരെ ഒന്ന് അവൻ ഹഗ് ചെയ്ത് അനുകരിക്കുകയാണെങ്കിൽ അവനൊരു തിരിച്ചു ചാൻസ് വിടും. ഉണ്ട്. അവിടെ തുടങ്ങിയ ഒരു പ്രയാണമാണ്. ഒരുപക്ഷെ അല്ലെങ്കിൽ അവൻ ആൽക്കഹോളിക്സ് ഏറ്റവും അനോണിമസിന് മിടുക്കനായിട്ട് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുടുംബവുമായിട്ട് അങ്ങനെ പോകുന്നവരെ ഞാനൊന്ന് ജയിച്ചവരെ ശ്രദ്ധിക്കാത്ത, അനുകരിക്കാനുള്ള ഒരു സാധ്യതയുള്ള അവര് ഒരു പ്രോഗ്രാമാണ് വളരെ ആൽക്കഹോളിക്സ് അനോണിമസ്. വളരെ സന്തോഷകരമായിട്ട് ലളിതമാണ്, വളരെ സിമ്പിൾ ഫാമിലി ആണ്. ആയിട്ട് മീറ്റിംഗിൽ കയറുന്ന എങ്ങനെയാണ് ആൾക്കാരെ ഞാനൊന്ന് 24 ശ്രദ്ധിക്കാറുണ്ട്. മണിക്കൂർ പിന്നെ ഞാൻ ഞാൻ അതിനെ ഇതിൽ പറ്റി നിന്ന് വിട്ടു പഠിച്ചപ്പോൾ ഇതൊരു നിൽക്കുന്നു. ഫാമിലി ഡിസീസ് അല്ലേ, അങ്ങനെ ഒരു നമുക്ക് ഉറപ്പ് മാത്രം ചികിത്സ അവനവന് എടുത്തിട്ട് കൊടുക്കുക, കാര്യമില്ലല്ലോ. വേറെ ആർക്കും അല്ല. അപ്പൊ അവനവന് ഞാനത് സ്വന്തമായിട്ട് അങ്ങനെ ഒരു മനസ്സിന് പ്രയാണം കൊടുക്കുക. തുടങ്ങിയതാണ്. ആൽക്കഹോളിക്സ് സ്വന്തമായിട്ട് അനോണിമസിൽ നിന്ന് അങ്ങനെ ആൽക്കഹോളിക്സ് ചെയ്യുമ്പോൾ അനോണിമസിലേക്ക് ഓരോ ദിവസം കഴിയും തോറും എല്ലാ ഞാൻ ദിവസവും പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച ഈ വൈകുന്നേരം മനസ്സ് ഇവിടെ ശാന്തമാവും. കോടഞ്ചേരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അതിനാണ് സ്ഥലത്തുനിന്ന് പുറത്തേക്ക് ബസ്സൊക്കെ സോബറാകുക കുറവാ, എന്ന് അകലേ പറയുന്നത്. ഉള്ളൂ. അതിന് ശാന്തത തിരുവമ്പാടി ഉണ്ടാകുക എന്ന് പോയിട്ട് പറയുന്നത്. അങ്ങനെ നമ്മുടെ സോബറായി തൊടുപുഴ ഷിബുവിന്റെ വീട്ടിലെ കുറെ നാട്ടിലേക്കും കഴിയുമ്പോഴത്തേക്കും ഒക്കെ എല്ലാ അവന് വെള്ളിയാഴ്ച എല്ലാം വൈകുന്നേരം ഈ ജീവിതത്തിലേക്ക് ശബരിമലയ്ക്ക് നോക്കാൻ, പോകുന്ന മാതിരി രണ്ട് തിരിഞ്ഞു നോക്കാനും, പെൺമക്കളുടെ തലയില് ബാഗൊക്കെ കാര്യങ്ങളെ ആയി കൊടുത്ത് ചിന്തിക്കാനും, ഞങ്ങൾ ഇങ്ങനെ ഫീല് യാത്ര ചെയ്യാനും, ശരിക്കും ഫീൽ ചെയ്യാനും. ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് ഇപ്പൊ നിങ്ങള് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് യാത്ര. എന്റെ വളരെ സ്വന്തപ്പെട്ട ഒരു ആരെങ്കിലും തിരുവനന്തപുരത്തോ കൊല്ലത്തോ സീരിയസ് കോയമ്പത്തൂരോ ആയിട്ട് രോഗം വരുമ്പോഴോ ഊട്ടിയോ എന്തെങ്കിലും ബാംഗ്ലൂരോ മരണപ്പെടുകയോ എനിക്ക് ഒന്നും ഫീലിംഗ് മീറ്റിങ്ങുകൾ ഉണ്ടാവും. ഒഴിവാക്കുന്നില്ല. എവിടെയൊക്കെ ആ ഉണ്ടോ ഫീലിംഗ് എങ്ങനെ? ആ മീറ്റിങ്ങിലൊക്കെ ഒരു സാധാരണ മനുഷ്യന്റെ, ആരോഗ്യമുള്ള തിരിച്ച് ഒരു എങ്ങനെ മനുഷ്യന്റെ, പോരുന്നൊന്നും ചിന്തിക്കലില്ല. ഒരു അല്ലെങ്കിൽ നോർമൽ മൈൻഡുള്ള എനിക്ക് ഒരു വയസ്സായ അമ്മയുണ്ട്, മനുഷ്യന്റെ ഫീലിംഗ് എനിക്ക് ആണ്. വീട്ടിലെ ആടുണ്ട്, അയാൾ കോഴിയുണ്ട്. ചിലപ്പോ കരയും, പക്ഷെ മീറ്റിങ്ങിൽ സങ്കടപ്പെടും, എവിടെയെങ്കിലും ആരെങ്കിലും ദുഃഖിക്കും. ചിലപ്പോ ആ ദുഃഖം ഒരു 6 ആരെങ്കിലും ഒരു മാസം നോട്ടീസ് വരെയൊക്കെ തന്നാൽ, നീണ്ടു ഒരു നിൽക്കും. വാർഷികത്തിന്റെ നോട്ടീസ് തന്നാൽ അതൊരു അത് സാധാരണ ആ മനുഷ്യനാണ് ഫീൽ വാർഷികത്തിന് ചെയ്യുന്നത്. എത്തിപ്പെടാനായിട്ട് അങ്ങനെ ഫീൽ ഒരു ചെയ്യാൻ പറ്റണം. മനസ്സ്. അങ്ങനെ പക്ഷെ പറ്റിയില്ലെങ്കിൽ ഞാനത് അയാൾക്ക് അങ്ങനെ എന്തോ കാണിച്ചത് പ്രശ്നമുണ്ടെന്ന് കൊണ്ടായിരിക്കാം മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ നമ്മൾ ബുദ്ധിമുട്ടുകളൊന്നും ചിന്തിക്കുകയും ഉണ്ടായിട്ടില്ല നമ്മുടെ ആൽക്കഹോളിക്സ് വികാരങ്ങളെ അനോണിമസിന്റെ മീറ്റിംഗിൽ പോകാൻ. മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിയുകയും അങ്ങനെ യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവരെ എനിക്ക് സ്നേഹിക്കാനും ദൈവം അവരുമായിട്ടൊക്കെ പൊരുത്തപ്പെടാനും ഒക്കെ പ്രൈവറ്റ് കഴിയുമ്പോൾ ബസ്സിൽ എനിക്ക് പൈസ അങ്ങനെയാണ് വേണ്ട, നമ്മൾ കെ നോർമൽ എസ് ആർ ടി ആവുന്നത്. സിയിൽ എനിക്ക് പൈസ വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രെയിനില് മദ്യപാനി എടുത്ത് നോക്കുക, എനിക്ക് മുന്നോട്ട് എനിക്ക് പൈസ പോകുന്ന വേണ്ട, എന്റെ മദ്യപാന കൂടെ യാത്ര രോഗമായിട്ട് ചെയ്യുന്ന മുന്നോട്ട് ഒരു പൈസ വേണ്ട, പോകുന്നൊരുത്തനെ നിങ്ങൾ എല്ലാ അങ്ങനെയൊക്കെ ദിവസവും നിരീക്ഷിച്ച് നോക്കുക. ആക്കി തന്നു കേട്ടോ. അവന്റെ ജീവിതത്തിൽ ഞാൻ ഈ ആൽക്കഹോളിക്സ് പറഞ്ഞ അനോണിമസിൽ കൂടി കാര്യങ്ങളിൽ യാത്ര കൂടെ അവൻ ചെയ്യുമ്പോൾ പോകുന്നത്. മിറാക്കിൾ അത് സംഭവിക്കും മനസ്സിലാക്കാൻ എന്നൊക്കെ ഞാൻ വലിയ അപാര കേട്ടിട്ടുണ്ട്. ബുദ്ധിയൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ അപ്പോ ഈ പറഞ്ഞ ഈ മാതിരിയാണ്, സൈക്കോട്ടിക് ഞാന് ആയിട്ടുള്ള ആൾക്കാർ 100-ൽ ആൽക്കഹോളിക്സ് 17 അനോണിമസിൽ പേര് കൂടി യാത്ര കൊലപാതകം ചെയ്ത് നടത്തുന്നത് കഴിഞ്ഞിട്ടും എനിക്കൊരു അത്ഭുതങ്ങളും ആ നടന്നില്ല കേട്ടോ. രോഗാവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ചില അത് നിങ്ങളോട് നിർദ്ദേശങ്ങൾ, പറയാതിരിക്കാൻ പറ്റില്ല. ഭ്രാന്തിന്റെ അവസ്ഥയിലാണത് നടക്കുന്നത്. ഞാന് ഒരു ദിവസം തിരുവമ്പാടി പോലീസിൽ ചെന്നിട്ട് നമ്മുടെ ഭ്രാന്ത്, പഴമക്കാരനായ എനിക്ക് രാജുചേട്ടന്റെ ഭ്രാന്തായിരുന്നു അടുത്ത് ചെന്നു. പറഞ്ഞാല് പോലീസ് രാജചേട്ടന്റെ കോടതിയിൽ അടുത്ത് ചെന്നിട്ട് ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു, രാജചേട്ടാ അത്ഭുതങ്ങളൊക്കെ കാരണം നടക്കുമെന്ന് ഓരോ പറയുമ്പോഴും ആൾക്കാരും അവനവന്റെ എന്റെ വീട് മനസ്സിനെ ജപ്തി ചെയ്യാനായിട്ട് ആൾക്കാര്, ബാങ്കുകാര് അതിന്റെ ചങ്ങലയായിട്ട് നടക്കുകയാണ്. വരുതിയിലാക്കുന്നത് അവനവന്റെ ഉത്തരവാദിത്തം. എനിക്കൊരു അത്ഭുതവും വി ആർ നടക്കുന്നില്ല എന്ന് റെസ്പോൺസിബിൾ പറഞ്ഞപ്പോ ഫോർ അവർ ആക്ഷൻ. നമ്മുടെ മതിച്ചിപ്പറമ്പ് രാജചേട്ടന്റെ പ്രവൃത്തിക്ക് സ്വഭാവമുണ്ട്, നമ്മൾ മോനെ എന്നൊക്കെ വിളിച്ച് ഉത്തരവാദി വീട്ടിനുള്ളിൽ കയറ്റി ഇരുത്തിട്ട് എന്നതാണ് നല്ല ലോക ഐസ് ട്യൂബ് ഒക്കെ നിയമം. ഇട്ട് നാരങ്ങ വെള്ളം തരും. അതൊക്കെ ലോകത്തിലെ എനിക്ക് എല്ലാ തന്നു, മോനെ നീ ഇത് കുടിക്കണമെന്ന് സ്ഥലത്തുള്ള പറഞ്ഞു. നിയമം അത് അതാണ്. കഴിഞ്ഞിട്ട് എന്നോട് അല്ലെങ്കിൽ എന്ത് പറഞ്ഞൊരു ചെയ്യണം? വാക്കുണ്ട്, എടാ അവന്റെ നാടകം രോഗം നടത്തണമെന്ന് പറഞ്ഞു. മനസ്സിലാക്കി നാടകം സ്വന്തക്കാർ കൊണ്ടുപോയി നടത്തണമെന്നാണ്. ഒരു ഈ മെന്റൽ പോയിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണം. അവിടുന്ന് ഷെയറിംഗ് ഡോക്ടറുടെ ഒക്കെ തുപ്പും സർട്ടിഫിക്കറ്റ് തൊടിയും വേണം. വെച്ച് പറയുക, ഇയാൾക്ക് ഇല്ലാത്ത സ്വന്തം മനസ്സിനെ പരിപാടിയൊക്കെ പറയുക, മനസ്സിലാക്കാനുള്ള കഴിവില്ല. നാടകം നിർത്തണമെന്ന് അയാൾക്ക് പറഞ്ഞു. നാടകം നിർത്തണം. ഭ്രാന്താണ്, മാനസിക രോഗമാണ്. നീ നിന്നോട് തന്നെ ചികിത്സ ഒന്ന് അത്യാവശ്യമാണ്. സത്യസന്ധനാകണം ശിവു അയാളെ എന്നാണ്. വിടൂല. അയാളെ രോഗം പ്രിയ സുഹൃത്തുക്കളെ, കുറയുന്നവരെ അല്ലെങ്കിൽ അവിടെ മാറുന്നവരെ നിന്നാണ് അവിടെ ഈ തന്നെ വിട്ടേക്കും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആശുപത്രിയിൽ 12 സെല്ലിലാണെങ്കിൽ സെല്ലിലിടും. പടികളിലേക്ക് ഒരു മാഹാത്മ്യം ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾക്ക് മരുന്നുകൾ കൊടുക്കും,
മെല്ലെ അതൊന്ന് പ്രാക്ടീസ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. വന്നപ്പോഴേ ഒരു ഉദാഹരണം ഞാൻ പറയാം. രാജുചേട്ടന്റെ ആ പറച്ചിലൊക്കെ നമ്മുടെ തലയിൽ ഈ താത്തി പിടിച്ച് കേട്ട് വിദേശത്ത് കാനഡയില് അത് ഒരു വലിയൊരു അഭിനേതാവ് ഉണ്ടാവും. അങ്ങോട്ട് തലച്ചോറിലേക്ക് അദ്ദേഹത്തിന് അങ്ങ് കയറ്റി ഇട്ടു എന്നുള്ളതാണ്. ഒത്തിരി അവാർഡൊക്കെ മെല്ലെ കിട്ടിയിട്ടുള്ള ഒന്ന് അദ്ദേഹത്തിന് ടി ഈ വിയിലെ 12 അഭിനയത്തിന് പടികളൊന്ന് ഭയങ്കരമായിട്ടുള്ള അവാർഡ്, പ്രാക്ടീസ് ചെയ്യാം. ഇന്റർനാഷണൽ ആയിട്ടുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള. സത്യം പറഞ്ഞാല് അപ്പൊ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഈ തോന്നി, നമ്മുടെ കുടിയന്റെ ബൈബിള് എന്ന് എന്റെ പറയുന്ന ഭാര്യ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് എന്റെ എടുത്ത് ഈ കഷത്തിൽ മകള് വെച്ച് ഇവിടെ വേനപ്പാറ ഇത് എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇവർ ഒറിജിനൽ അല്ല. അധ്യാപകരുടെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്റെ വേനപ്പാറ. ഭാര്യയെ പോലെ ഇരിക്കുന്നു ഓള്. കൂടുതലും അധ്യാപകരാണ്. ഈ മകളും അവര് എന്റെ മകളെ അവിടെ ബിഗ് പോലെ ബുക്ക് സ്റ്റഡി തോന്നുന്നു, മീറ്റിംഗും പക്ഷെ 12 എന്റെ മകളല്ല, സ്റ്റെപ്പ് സ്റ്റഡി മീറ്റിംഗും നടത്തി. എന്റെ ഭാര്യയല്ല. ഞാൻ അവിടെ ഈ ഇവര് ബിഗ് ബുക്കും 12 കഷത്തിൽ വെച്ച് ഞാൻ അപരന്മാരാണ്, എല്ലാ വ്യാഴാഴ്ചയും ആ മീറ്റിംഗിൽ അപരന്മാരാണ്. അതുകൊണ്ട് ഇവർ എന്നെ അത് ഉപദ്രവിക്കും, വർഷങ്ങളോ അതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഇവരെന്റെ കൂടെ മീറ്റിംഗിൽ ജീവിക്കാൻ പാടില്ല ബാക്കി എല്ലാ പരിപാടിയും വെച്ച് എന്നും പറഞ്ഞ് സ്വന്തം എനിക്കിതൊന്ന് ഭാര്യയും പ്രാക്ടീസ് ചെയ്യണം. ഈ ഇത് കുട്ടിയെയും ഒന്നാമത്തെ ഉപദ്രവിക്കാൻ എനിക്ക് തുടങ്ങി. ചെറിയ കുട്ടി. ഏടെ അപ്പൊ ഈ ബുക്സ് ഭാര്യയും മലയാളത്തിലേക്ക് ഭാര്യ എന്ത് ചെയ്തു? ട്രാൻസ്ലേഷൻ ചെയ്ത് ഭാര്യയ്ക്ക് എങ്ങനെ അത് സഹിക്കാൻ ചിലപ്പോൾ പറ്റിയില്ല. പറയും ആര് ട്രാൻസ്ലേഷൻ ഇയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പോഴും അങ്ങനെ അവരോട് പോലീസിൽ പോയി എനിക്കിപ്പോഴും പരാതി, വാക്ക് കൊടുക്കും. പോലീസിനോടല്ലാതെ അപ്പൊ വേറെ ഇച്ചിരി ആരുടെ പരാതി ടഫാണ്. കൊടുത്തു. അപ്പൊ അതിന് എന്റെ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിന് എനിക്കത് ഞാൻ മനസ്സിലാകുന്ന ഭാര്യയല്ലെന്നും എന്റെ കുട്ടി വിധത്തിലല്ലായിരുന്നു. അതുപോലെ പക്ഷെ ദൈവാനുഗ്രഹം കേട്ടോ, ഞാൻ എന്ത് ചോദിച്ചാലും അതിന് മറുപടി അയാളുടെ തരാൻ പറ്റുന്ന കുട്ടിയല്ലെന്നും, അങ്ങനെ ആൽക്കഹോളിക്സ് ഞങ്ങൾ അനോണിമസിലെ 30 രണ്ടുപേരും വർഷത്തിന് മുകളിലായി ഒരുപാട് അപരന്മാരാണ്, ആൾക്കാർ തിരുവമ്പാടിയിലുണ്ട് കേട്ടോ. അയാളെ പക്ഷെ ഉപദ്രവിക്കാനാണ് ഞാനത് ഒന്ന് ഞങ്ങൾ പഠിക്കാനായിട്ട് കൂടിയിരിക്കുന്നു അവിടെ പറഞ്ഞ് പോവുകയും ഞങ്ങള് അത് മെല്ലെ ഒന്ന് ഉപദ്രവിക്കുന്നു. പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. പോലീസ് വന്ന് അയാളെ ഞാനൊരു കേസെടുത്ത്. വലിയൊരു പ്രതിഭാസമായിരുന്നോ അങ്ങനെയൊന്നും ഒന്നുമല്ല കേട്ടോ ഞാൻ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു വരുന്നത്. ഉപദ്രവിക്കാനുള്ള ഒരു ഇന്നും ലൈസൻസ് ഒന്നും ഈ ഒരുത്തനുമില്ല. 14 വർഷം പോലീസ് ആകുമ്പോഴും പറഞ്ഞ് ആ ഒരു മഹാസമുദ്രത്തിലെ ഒരു തുള്ളി എന്താണ് നിങ്ങളുടെ ഡ്രോപ്സ് ഉദ്ദേശം, ഒക്കെ എന്താണ് എന്റെ നിങ്ങൾക്ക്? ദേഹത്ത് നിന്ന് അപ്പൊ അയാൾ തെറിച്ചിട്ടുണ്ട് പറഞ്ഞു, എന്ന് എനിക്ക് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവരെന്നെ എന്റെ ആ കൂടെ ജീവിക്കുന്ന പടികളും ഇഷ്ടമല്ല, പാരമ്പര്യങ്ങളും ഒന്ന് എന്റെ പ്രാക്ടീസ് ചെയ്യാൻ ആരുമല്ല. തുടങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് കൗൺസിലർ ഞാൻ വന്നു, വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടർ അവസാനം വന്നു, ജീവിക്കാൻ ഇയാളെ മാർഗമില്ലാതെ പരിശോധിച്ചു. കോടഞ്ചേരിയിലൊക്കെ ഒരു ഡോക്ടർ ഓട്ടോറിക്ഷയും നിർദ്ദേശം, എടുത്ത് ജീവിതം തേടി ഇറങ്ങിയവനാ. ഡോക്ടർക്ക് മനസ്സിലായ ആ നിർദ്ദേശം ഓട്ടോറിക്ഷ ഡോക്ടർ സ്റ്റാൻഡിലൊക്കെ പോലീസിന് പറഞ്ഞു കോടഞ്ചേരിയാണ്, കൊടുത്തു. വലിയ ടൗണൊന്നുമല്ല. ഇയാളെ ആകെ കസ്റ്റഡിയിൽ ഒരു വെച്ച് ഓട്ടോ ഉള്ള സമയം ചികിത്സിക്കണം, വൈകുന്നേരം ഒരു മരുന്ന് 5 മണി കൊടുക്കണം, തൊട്ടിട്ട് 8 മണി ഇയാൾക്ക് വരെയാണ്. മാനസികരോഗമാണ്. ആ ആ അങ്ങനെ നേരത്ത് പോലീസ് ഞാൻ ആൽക്കഹോളിക്സ് കസ്റ്റഡിയിൽ അനോണിമസിന്റെ വെക്കുകയും മീറ്റിംഗിലാണ്. മരുന്ന് കൊടുത്തു. മരുന്ന് അയാൾ കഴിച്ചില്ല. മരുന്ന് നിഷേധിക്കാനൊക്കെ അപ്പം അവകാശമൊക്കെ ഉണ്ട്. ഇത് പൈസയൊക്കെ അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അയാളുടെ രോഗം കൂടുതലായി. മരത്തിൽ അങ്ങനെ നിന്ന് കുടിക്കാൻ ഭാര്യയും ആ ചാടുവോ? കുട്ടിയെ അവിടുന്ന് അപ്പൊ അകറ്റി നിർത്തി. ഞാനൊരു ദിവസം എയുടെ മീറ്റിംഗിൽ അപ്പൊ നിർത്തി ഇയാളുടെ വണ്ടി രോഗം ഓടിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുക. ശുദ്ധി അബദ്ധത്തിൽ ചെന്ന് അങ്ങനെ ചാടി. പോലീസിന് അപ്പൊ നിവൃത്തിയില്ലാതെ അന്ന് പിറ്റേ ദിവസം അയാളെ തൊട്ട് വീണ്ടും കസ്റ്റഡിയിൽ ഞാൻ എടുത്ത് ചികിത്സിക്കേണ്ട ഒരു ഇത് വന്നു. ഒരു 4 മണി വരെ വണ്ടി കസ്റ്റഡിയിൽ ഓടിച്ചു. വെച്ച് അയാൾക്ക് അതിനുശേഷം വീട്ടിൽ മാനസിക വന്ന് രോഗത്തിലുള്ള കുളിച്ചു, മരുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു. നിർബന്ധിച്ച് കൊടുത്തു. ഒരു അതിനും 50 പോലീസിന് കിലോമീറ്റർ, ഡോക്ടർക്കും ഒക്കെ കഴിയും. 50ഒന്നും അതിന് അല്ല, പ്രത്യേക നിയമമുണ്ട്. ഇത് കേട്ടിരിക്കുന്ന തൊടുപുഴ ഷിബു കാരണം ഒക്കെ ഉണ്ടല്ലോ. അയാള് വേറെ ഞാനൊരു ആൾക്കാരെ 100 ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ ആ പാലക്കാടൊക്കെ രാജ്യത്ത് ഞാൻ എന്റെ സ്വാതന്ത്ര്യം ഓട്ടോറിക്ഷയില് ഇല്ലാത്തൊരു രാജ്യമായിരിക്കും. ഇഡ്ഡലിയൊക്കെ ഒത്തിരി ഉണ്ടാക്കി ആൾക്കാരെ അയാൾ ഓട്ടോറിക്ഷയുടെ ഉപദ്രവിക്കും. പുറകിൽ ചിലപ്പോൾ വെക്കും. അയാൾ ഇത് പിന്നീട് ബാക്ക് ഉപദ്രവിക്കാൻ എഞ്ചിൻ ആയതുകൊണ്ട് നല്ല സാധ്യതയുണ്ട്. ചൂടായിട്ടിരുന്നോളും. മരണം വരാൻ ഞങ്ങൾ സാധ്യതയുണ്ട്. എവിടെയെങ്കിലുമൊക്കെ അതുകൊണ്ട് വണ്ടി ഒതുങ്ങുന്ന നിയമം സ്ഥലത്തൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഈ മീറ്റിംഗിൽ നിന്ന് മീറ്റിംഗിലേക്ക് ഭാര്യയുടെയും ഒന്ന് കുട്ടിയുടെയും കൂടെ പോകാനായിട്ട് തന്നെ. ഒന്ന് മനസ്സ് കാണിച്ചു. കസ്റ്റഡിയിൽ വെച്ച് അയാൾ 6 മാസം അല്ലെങ്കിൽ ആ ചികിത്സിച്ചപ്പോൾ പടികൾ അയാളുടെ രോഗം പ്രാക്ടീസ് മാറി. ചെയ്യാൻ. അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന് തിരിച്ചറിവുണ്ടായി, ഞാൻ ഇതെന്റെ നിങ്ങളോട് ഭാര്യയാണ്, എന്റെ സംസാരിക്കുമ്പോൾ കുട്ടിയാണ്. എനിക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. എന്താണത്? പക്ഷെ എന്റെ ഷിസോഫ്രീനിയ സംസാരം പോലും പോലത്തെ ഒരു ആ ഒരു മാനസിക വലിയ രോഗമാണ്. ശക്തിയുടെ അത് വന്നാലുള്ള ഒരു സാറ്റലൈറ്റിലെ സംഗതിയാണ്. കണക്ഷൻ കൊണ്ടാണ് ഈ ഞാൻ ഷിസോഫ്രീനിയയില് സംസാരിക്കുന്നത് എന്നൊക്കെ ഭ്രാന്ത് ഒരു പോലെയാണ്. അത് ആത്മീയ ഭയം സൈക്കോട്ടിക് ഇന്ന് ആണ്. എനിക്കുണ്ട്. എന്റെ അതുപോലെ നാക്ക് പിഴക്കാൻ 100 പാടില്ല, പേരിൽ എന്റെ 17 കണ്ണ് പേര് പാടാൻ പാടില്ല, എന്റെ ചിലപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ ഒന്ന് കഴുകി വയലൻസ് വൃത്തിയാക്കി നടത്തുവാണെങ്കിൽ അതിൽ ആക്കണം ഷിസോഫ്രീനിയക്കാർ എന്നൊക്കെ 17 ആൽക്കഹോളിക്സ് പേരുണ്ടാവും. അനോണിമസിന്റെ ആ അതുപോലെ 12 പടികൾ പ്രാക്ടീസ് മദ്യത്തിന്റെ ചെയ്യാൻ പിന്മാറ്റ അതും ലക്ഷണത്തിന്റെ ഉള്ളിൽ മറ്റുള്ളവരെ അല്ലെങ്കിൽ പണിയൊന്നും അല്ല ഏതെങ്കിലും കേട്ടോ. ലഹരി മരുന്നിന്റെ പിന്മാറ്റ 4ാമത്തെ ലക്ഷണത്തില് പടിയൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ അതിന്റെ ഇഷ ഉള്ളിൽ ഇന്നാ വിളിച്ചു കിടക്കുന്ന കേട്ടോ. ആൾക്കാര് 4ാമത്തെ പടി ഈ അതിസൂക്ഷ്മതയോടും ഭയം സൈക്കോസിസ്, ഈ കൂടാതെയും ഭ്രാന്തിന്റെ ധാർമ്മിക അവസ്ഥയിലെത്തും. നിലവാരത്തെ വിലയിരുത്തുക. കള്ളു അതിന്റെ കുടിച്ച അവരുടെ കാലത്ത് ലഹരി വസ്തു സകല ചെറ്റത്തരവും അതിന്റെ കാണിക്കാൻ അളവ് പറ്റുന്ന ശരീരത്തിൽ മുഴുവൻ ചെറ്റത്തരവും കുറഞ്ഞാല് കാണിച്ചിട്ട് ഭ്രാന്ത് വരും. ഏത് ആ തീർത്ഥക്കുളത്തിൽ ഭ്രാന്തിന്റെ പോയി മുങ്ങിയാൽ ചിന്തയില് അവർക്ക് കൈസിലാകും എന്നൊക്കെ ഞാൻ വയലൻസ് ചിന്തിച്ചിട്ടുണ്ട്. നടത്താം, കൊല്ലാം. പക്ഷേ അപ്പൊ രണ്ട് കൂട്ടുകാർ ഒരുമിച്ച് ബാറിൽ തിരുവമ്പാടി പോയിട്ട് ഒരുത്തനെ കൊന്നത് പഴമക്കാരെ എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? അതുകൊണ്ടാണ് 2 വീണ്ടും വീണ്ടും കാര്യങ്ങൾ വരും. പറയുന്നത് കേട്ടോ. ഒരേ കാര്യം, അയാള് ചിലപ്പോൾ ഫോറസ്റ്റർമാരെ വിഡ്രോയിലായിരിക്കും, അപ്പുറം ഇപ്പുറം ഇരുത്തി ഭ്രാന്തായിരിക്കും ആ ആ സമയത്ത്. പടികളും അല്ലെങ്കിൽ ഓവർ തുടക്കത്തിലൊന്നും ഡ്രിങ്കിങ് ആ വന്നിട്ട് ഈ പടിയിലേക്ക് ഞാൻ ചിന്തിച്ചു പോലും ഇല്ല കേട്ടോ. ഉയർന്ന ഒരു പക്ഷെ ലെവലുണ്ട്. ഓരോ 8 പടികളും പെഗ് ഒന്നിന്റെ മദ്യം ഒന്നിന്റെ മാക്സിമം ബാക്കിയാണെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ പറഞ്ഞു തന്നതുകൊണ്ട് 8 കഴിഞ്ഞ് അത് 10ലേക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. എത്തിന്ന് അല്ലാതെ വിചാരിച്ചു. 5ാമത്തെ പടിയിലേക്ക് കടന്നിട്ട് അപ്പൊ കാര്യമില്ലല്ലോ. അവിടെ വയലൻസ് അതുകൊണ്ട് വരും. അതൊക്കെ ഇരുന്ന് അതിനൊക്കെ തലച്ചോറിന്റെ കൈകാര്യം അങ്ങേയറ്റത്തെ ചെയ്ത് അവസ്ഥയിലാണ് ചെന്നത്. പടികൾ പ്രാക്ടീസ് ചെയ്യാൻ തലച്ചോറ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക്കൽ അത്ഭുതങ്ങൾ നടക്കാൻ ഫംഗ്ഷനാണ്. തുടങ്ങി കേട്ടോ. ഇലക്ട്രിസിറ്റി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് എവിടെയാണ് ഭയങ്കരമായിട്ട് കരിഞ്ഞു ഏറ്റവും പോകും സുഖം ചിലപ്പോൾ. അനുഭവിച്ചത് എന്ന് അപ്പൊ അവിടെ ചോദിച്ചാൽ സർക്യൂട്ടൊക്കെ കരിഞ്ഞു പോകും. എന്റെ അപ്പൊ വീട്ടിൽ അതിന് തന്നെയാണ് വയലൻസ് കേട്ടോ. ആവും. അപ്പൊ വയലൻസ് ആകാൻ അന്ന് കൊല്ലും.
അച്ഛൻ അതായിരിക്കാം. സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ പിന്നെ മക്കളെ, മറ്റൊന്ന് പഠിക്കുന്നില്ല, ഷിബുവിന്റെ മക്കളൊന്നും ഏകദേശം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷിസോഫ്രീനെ പോലത്തെ അച്ഛൻ വേറെ ചില സൈക്കോട്ടിക് ഒരു വർഷം അതിന് കഴിഞ്ഞില്ല, പ്രീഡേറ്ററി അതിന് എന്ന് പറയും. മുമ്പാടെ എന്നെ വിളിച്ചു. ഷിബു പ്രീഡേറ്ററി എന്ന് ബത്തേരി പറഞ്ഞതിന്റെ രൂപതയുടെ ഓർഡർ ഇംഗ്ലീഷിലുള്ള അതിന്റെ വന്നിട്ടുണ്ട്, മലയാളം എന്ന് വെച്ചാല് എല്ലാ വിഷയങ്ങൾക്കും A+ പതിയിരുന്ന് കിട്ടുന്ന കൊല്ലുക. ഒരു കുട്ടികളെ ഫ്രീ ആയിട്ട് ഇരയെ പഠിപ്പിക്കാനാണ്. ഇങ്ങനെ അതിലൊന്ന് പതിയിരുന്ന് ഷിബുവിന്റെ പിടിച്ചു മൂത്ത മോളെ കൊല്ലുന്നതിനാണ് എലിസബത്ത് ആകട്ടെ എന്നാണ്. പ്രീഡേറ്റ് പറയണത്. ഉദാഹരണത്തിന് അവന്റെ എന്റെ പേഴ്സണാലിറ്റി, മനസ്സിൽ അധികം ഒന്നും പേഴ്സണാലിറ്റി പൊട്ടി ഫ്രീ ഡിസോർഡറിലാണ്. ആയിട്ട് പഠിപ്പിക്കുന്ന അവന് കാര്യം കേട്ടപ്പോ അവന്റെ ഞാൻ പേഴ്സണാലിറ്റി എന്തായാലും അങ്ങനെയാണ്. അതും അവന് ചില പഴമക്കാരോട് ആൾക്കാരെ ഷെയർ ചെയ്തപ്പോ സംശയമാണ്. പറഞ്ഞത്, ഈ ഷിബു സംശയമുള്ള ആൾക്കാരെ കണ്ടവന്റെ കുറേ കഫം വന്ന് അടിച്ചാണ് നടക്കും നമ്മൾ ഈ രീതിയിൽ ഒരവസരത്തിന് എത്തിയത്. കൊല്ലാനായിട്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് സ്വന്തം പതിയിരുന്ന് കാലിൽ കൊല്ലുക. അവന് നിൽക്കാനാണ് അവസരം പറഞ്ഞത്. കിട്ടുമ്പോൾ അവൻ അത് അതുകൊണ്ട് ചെയ്യും, നടപ്പിലാക്കും. നീ അവന് തൂമ്പാപ്പണി എടുത്തിട്ടോ, യാതൊരു തെങ്ങ് ജയിലിൽ കയറിയിട്ടോ, പോകുന്നോ ഓട്ടോറിക്ഷ അങ്ങനെ ഓടിച്ചിട്ടോ, എന്തെങ്കിലും നിന്റെ സംഭവം നെറ്റിയുടെ ഉണ്ടാവുന്നോ വേർത്തുകൊണ്ട് അതൊന്നും ഒരു നിന്റെ വിചാരം മക്കളെ ഉണ്ടാവില്ല. പഠിപ്പിച്ചാൽ അവൻ മതി. ആ പതിയിരിക്കും, അച്ഛനോട് വിളിച്ച് പറഞ്ഞോളാനാ പറഞ്ഞത്. സത്യം പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചാടി ഏഴ് മെമ്പറോട് ചെറിയ നേരിട്ടൊക്കെ പരിപാടി തോന്നി കേട്ടോ. നടത്തും. പക്ഷെ അവന് അവര് ഇത്രയും പറഞ്ഞ സംഭവങ്ങൾ രീതിയിൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ജീവിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇത് ഞാനൊന്ന് ജീവിതം പ്രീഡേറ്ററി കരിപിടിച്ച് വരുന്നത്. പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് അതും അച്ഛനോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ അവനെപ്പോഴും ഏതെങ്കിലും തോന്നിക്കൊണ്ടിരിക്കുകയാണ്, പാവപ്പെട്ടവർക്ക് കൊടുത്തോളൂ, ഞാൻ ദാ എന്റെ അവൻ മക്കളെ എന്റെ നേരെ ഇങ്ങനെ നോക്കി. പണിയെടുത്ത് പൂറ്റിക്കോളാം അച്ഛൻ പറഞ്ഞു, ഫ്രീ നിങ്ങള് ആയിട്ട് വേണ്ട എന്ന്. ഇങ്ങനെയുള്ള രോഗികള് പക്ഷെ അവിടെ കണ്ണിലേക്ക് തുടങ്ങി തുറച്ചു കേട്ടോ നോക്കരുത് കേട്ടോ. ആൽക്കഹോളിക്സ് പലപ്പോഴും ചില കൂടിയുള്ള ആൾക്കാരുടെ യാത്ര, കണ്ണിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ തുറച്ചു നോക്കുന്നത് അത്ഭുതങ്ങൾ ഭയങ്കര അവിടെ അപകടമാണ്. നടക്കാൻ തുടങ്ങി. ആ അത് സുഖം മാനസിക രോഗിയായ ഞാൻ ഒരാളാണെങ്കിലുണ്ടല്ലോ അനുഭവിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ ഞാൻ കുടി സ്വഭാവമുള്ള നിർത്തി ഒരു ദിവസം പ്രീഡേറ്ററി വൈകുന്നേരം എന്റെ വീട്ടിലേക്ക് പതിയിരുന്ന് കയറി കൊല്ലാൻ വരുമ്പോൾ എന്റെ സാധ്യതയുള്ള ഒരു പെൺമക്കൾ മാനസിക രണ്ടും കൂടി രോഗമുള്ള ഒരുത്തനാണെങ്കിൽ അവന്റെ കിക്കിന്ന് പറഞ്ഞ് കണ്ണിലേക്ക് ഇങ്ങനെ ചിരിക്കുക. നോക്കിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ അവൻ അപ്പൊ അപ്പൊ ഞാൻ തന്നെ നോട്ട് മക്കളോട് ചെയ്യും. പറഞ്ഞു, എന്താ മക്കളെ നിങ്ങൾ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ അപ്പൊ ചിലപ്പോ അത് പതിയിരുന്ന് രണ്ടുപേരും കൊല്ലുകയും കൂടി ചെയ്യും. എഴുന്നേറ്റ് ഓടിയത്. ഇപ്പൊ നേരത്തെ അപ്പൊ നിങ്ങളോട് സംസാരിച്ച അതാണ് റോസ്മേരി, ഈ കണ്ണുകൾ അവള് പോലും കൈ വളരെ ചൂണ്ടിപ്പിടിച്ചത്, ഞാൻ അവളുടെ പ്രധാനപ്പെട്ടതാണ്. കൈ ഒന്ന് തുറന്നു നോക്കിയപ്പോ ഒരാൾക്ക് കൈക്കുള്ളിൽ ഒരു നിങ്ങളോട് ഫോട്ടോയാ. പകയുണ്ടോ എന്നൊക്കെ ഞാൻ ആ ഫോട്ടോ വിലയിരുത്തുന്ന ഒന്ന് കണ്ണിലെ നോക്കിയപ്പോൾ നോട്ടം എന്റെ ഒരു കൂടി ഭയങ്കര 10-20 സംഭവമാണ്. വർഷം പുറകിലുള്ള ഒരു ഫോട്ടോയാ. സത്യം പറഞ്ഞാൽ ആ ഫോട്ടോയിൽ അപ്പൊ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വയലൻസ് എനിക്ക് തന്നെ ചിരി വന്നു. ചില ആൾക്കാർ കണ്ണിലൊക്കെ ഒരു ലിറ്റർ വെള്ളം കൂട്ടം തോന്നും, കൂടിക്കഴിഞ്ഞാൽ മഞ്ഞ വയലൻസ് ഉണ്ടാവും. കളറിലൊരു കൊഞ്ച് പോലത്തെ ചിലപ്പോ സാധനം. ഒരു ഞാൻ ആ നിസ്സാര കാര്യം മതി. അവസ്ഥയിലെത്തിയായിരുന്നു കേട്ടോ, ചിലപ്പോ ആ അവസ്ഥയിൽ എത്തിയിരുന്നില്ല. ഒരു ഇപ്പൊ ആശുപത്രിയാണ്, അവിടെ ഒരു എന്റെ എമർജൻസി ഭാര്യയുടെ ഒക്കെ കേസ് വന്നു. ബന്ധുക്കള് മുഴുവൻ എമർജൻസി കേസ് വന്നിട്ട് കാനഡയിലും അത് പെട്ടെന്ന് മരിച്ചുപോയി. കുവൈറ്റിലും അപ്പോൾ ദുബായിലും ഒക്കെ അതിന്റെ ആയിട്ടാണ് കൂടെ വന്ന ആൾക്കാർ കുറെ തിരുവമ്പാടി അലമുറയിട്ട് കൊട്ടാരത്തിൽ ഇടിച്ച് കുടുംബാംഗമാണ്. അപ്പൊ അവരൊക്കെ ആശുപത്രിയിലെ അവസാനം ഡോക്ടർമാരോ ചികിത്സയും ആൾക്കാരോ എടുത്തു. ഒക്കെ എന്റെ ഭാര്യ ഇടപെട്ടുകൊണ്ടാണ് ആകെ മരിച്ചുപോയെന്ന്. തെണ്ടി തെരുവള കുത്തി. അങ്ങനെ അവസാനം ഭാര്യ രോഗത്തിന്റെ ആംഗ്ലന്മാരും കൊണ്ടാണെന്ന് പറഞ്ഞു, അവര് ആദ്യം വിചാരിക്കില്ല. ആഘോഷകരമായിട്ടുള്ള അവര് ശവടക്ക് ഇടപെട്ടുകൊണ്ട് നടത്താടിയെന്നാ പറഞ്ഞു. ഇഞ്ചക്ഷൻ എന്റെ കൊടുത്തു, പോലെ പറയാം, അതുകൊണ്ട് അവനൊരു മരിച്ചു. കൂടി വന്ന 3-4 ഡ്രിപ്പ് മാസം കൂടി കൊടുത്തു, അത് ജീവിച്ചിരിക്കുള്ളൂ. മരിച്ചു. അതിനുള്ളിൽ അവൻ അങ്ങനെയൊക്കെ മരിച്ചു പോകും. ആ ഒത്തിരി കോലത്തിലെത്തിയില്ല. പൊട്ടത്തരം വിചാരിക്കുന്ന അപ്പൊ ആൾക്കാർ ധാരാളമുള്ള സ്ഥലമാണ് അവിടെ നിന്നാണ് ഈ ഒരു എമർജൻസി എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ എമർജൻസി സ്ഥലത്ത് റീബർത്ത് ഈ രോഗിയുടെ കൂടെ ആൽക്കഹോളിക്സ് ഒരു അനോണിമസ് 5-8 പേര്, സഹായിച്ചത്. പിന്നെ നാട്ടിൽ നിന്നുള്ള എന്തായാലും ആൾക്കാർ, മീറ്റിംഗിൽ കൂടി പിന്നെ പോകാൻ തുടങ്ങിയപ്പോ അവിടെയുള്ള കുറെ റൗഡികളും കൂടി ഉണ്ടെങ്കിൽ ഒരു അതൊരു സമാധാനം എന്നൊന്നും പറയാൻ യുദ്ധക്കളമായിട്ട് പറ്റില്ല, മാറും. ഒരു എമർജൻസി സന്തോഷം എന്നൊന്നും പറയാൻ പറ്റില്ല. എമർജൻസി ഇന്ന് വയലൻസ്, ഒരു എമർജൻസി ആനന്ദം എന്നൊക്കെ OP പറയാം. വയലൻസ് എന്നൊക്കെ പറയാന്. എന്റെ അങ്ങനെ ഞങ്ങള് നമ്മുടെ നാട്ടിൽ എപ്പോഴും മീറ്റിംഗിൽ നടക്കുന്ന പോയി പരിപാടികളൊക്കെ. എല്ലാം ഉള്ളു തുറന്നൊന്ന് ഷെയർ പിന്നെ ചെയ്യാൻ തുടങ്ങി. മക്കളുടേതായ കാര്യങ്ങൾ എമർജൻസി ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇൻപേഷ്യന്റ് വയലൻസ് ഉണ്ട്. ഭാര്യയുടേതായ എമർജൻസി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. എല്ലാ അഡ്മിറ്റ് കാര്യങ്ങളും ചെയ്ത് ഒരാളെ ഞങ്ങളുടെ ഒരു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മീഡിയേറ്റർ, ചിലപ്പോൾ വന്ന ഞങ്ങളുടെ ആള് ഒരു പേഴ്സണാലിറ്റി പ്രശ്നം ഡിസോർഡർ ഉള്ള തീർക്കുന്ന ആളായിരിക്കും, ലഹരി വസ്തു ഒരു ഉപയോഗിക്കുന്ന ആളായിരിക്കും. ഭാഗം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അയാള് മീറ്റിംഗ് ആയി മാറി. ചിലപ്പോ സാധനങ്ങളൊക്കെ ഞാനത് പറയാൻ എടുത്തെറിഞ്ഞെന്ന് കാര്യം, ഞാൻ വരും, ഈ കഴിഞ്ഞ പ്രോപ്പർട്ടി ദിവസം നശിപ്പിച്ചെന്ന് വരും. ഒരു ചില അയാൾ എന്ത് ചെയ്യണം? വെയിലുണ്ട്, അയാളെ ഞാനൊരു കസ്റ്റഡിയിൽ ഇച്ചിരി ക്ഷീണിച്ചാണ് വരുന്നത്. ഞാൻ എടുക്കണം. വന്ന് ശരിക്കും ഭാര്യയോട് എങ്ങനെ ഞാൻ പറഞ്ഞു, കസ്റ്റഡിയിൽ? ഷാൻഡി ഒരു ഗ്ലാസ് പോലീസിന് ഇൻഫോം നാരങ്ങ വെള്ളം ചെയ്യണം. എടുക്കാൻ പറഞ്ഞു. പോലീസ് എടുത്ത വയലിൽ എന്നോട് ഷാൻഡി വെച്ച് എന്താ കസ്റ്റഡിയിൽ എടുത്തിട്ട് പരവേശം ചോദിച്ചു. ഡോക്ടർക്ക് അത് കൊടുക്കും. അപ്പൊ ഞാൻ പിന്നെ ഡോക്ടർ അത് മൈൻഡ് ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞാൻ പോയി അയാൾക്ക് ഫ്രിഡ്ജ് തുറന്നപ്പോൾ തന്നെ 2 ഗ്ലാസ് അടങ്ങിക്കിടക്കാനുള്ള വെള്ളം എടുത്തു. അപ്പൊ തന്നെ ഷാൻഡിക്ക് മനസ്സിലായി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഷാൻഡി അത് കഴിഞ്ഞ് നാരങ്ങ വെള്ളമായിട്ട് സെഡേറ്റീവ്സ് വന്നപ്പോ എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഞാൻ മരുന്നുകൾ പറഞ്ഞു, കൊടുക്കും. മതി, എനിക്ക് ദാഹം ചിലപ്പോ മാറി. അയാള് ഞാനത് കെട്ടണമെങ്കിൽ കുടിച്ചില്ല. കെട്ടും. എന്തായാലും വൈകുന്നേരം ഞങ്ങളുടെ ആളുകൾക്ക് ഇവിടെ തന്നെ ഉപദ്രവം ഉണ്ടാകാതെ കൈതപ്പൊയില് ഓപ്പൺ മീറ്റിംഗ് ഉണ്ട്. സെല്ലിലാക്കണമെങ്കിൽ സെല്ലിലാക്കും. ആ ഓപ്പൺ മീറ്റിംഗിൽ ചെന്നു. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെയാണ് നോക്കുമ്പോൾ അവിടെ എന്റെ ഭാര്യ നിയമം ആദ്യമേ എഴുന്നേറ്റ് പറയുന്നത്. ഷെയർ ചെയ്യുന്നത്. ആദ്യം ഇതൊക്കെ തന്നെ പറഞ്ഞ് ഇന്ന് ചെറിയ അർത്ഥം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചാച്ച പോലെ ഒരു തലച്ചോറിലെ നാരങ്ങ വെള്ളം ചോദിച്ചപ്പോ പ്രധാനപ്പെട്ട എനിക്ക് എടുത്തു കൊടുക്കാൻ കേന്ദ്രങ്ങളുണ്ട്. പറ്റി. ഇതെല്ലാം തമ്മിൽ ഞാൻ ചെറിയ ബന്ധമുണ്ട്. റോങ് ആയി, എന്റെ തലച്ചോറിന്റെ പ്രശ്നമാണ്. മുൻഭാഗത്തുള്ള പ്രീ ഫ്രോണ്ടൽ അവിടെ ഒരു കോർട്ടക്സ്, അതുപോലെ സത്യം പറഞ്ഞ തലച്ചോറിന്റെ ഒരു ക്ഷമയും ചോദിക്കാതെ തന്നെ സൈഡിലുള്ള ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ടെമ്പറൽ വന്നു. ലോബ് എന്ന് പറഞ്ഞ അപ്പൊ അവിടെ ഇന്ന് ഞങ്ങൾ അമിഗ്ദല എന്ന് പ്രശ്നങ്ങൾ പറഞ്ഞ തീർക്കുന്നത് പോലും നമ്മുടെ ആൽക്കഹോളിക്സ് ഭയത്തെയും നമ്മുടെ അനോണിമസിന്റെ ഓപ്പൺ സെക്ഷൽ ആയിട്ടുള്ള മീറ്റിംഗുകളാണ്. ആക്ഷനെയും എനിക്ക് നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ഇഷ്ടം ഈ ഓപ്പൺ നമ്മുടെ മീറ്റിംഗ്. പേടിയെ മറ്റ് ഭാര്യമാരും മക്കളും ഒക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്ന ഷെയർ സ്ഥലമാണ്. ചെയ്യുക. അതുപോലെ നമ്മുടെ ഓർമ്മശക്തിയെ ഇവിടെയൊക്കെ നിയന്ത്രിക്കുന്ന മിക്കവാറും ഹിപ്പോകാമ്പസ്, ആഴ്ചയിൽ ഒരിക്കലും ഒരു ഓപ്പൺ അതുപോലെ മീറ്റിംഗ് ഹൈപ്പോതലാമസ് ഉണ്ട്. എന്ന് പറഞ്ഞ എന്തായാലും ഒരു ആൽക്കഹോളിക്സ് ഭാഗമുണ്ട്. അനോണിമസിൽ കൂടി നമ്മുടെ നിരന്തരമായിട്ടുള്ള യാത്ര മറ്റ് തലച്ചോറിന്റെ ഭാഗങ്ങളെയും എല്ലാ രീതിയിലും എവിടെയൊക്കെ തലച്ചോറിൽ ഞാൻ തല കൂടി പോകുന്ന കുമ്പിട്ടിട്ടുണ്ടോ എല്ലാ സന്ദേശങ്ങളെയും അവിടെയൊക്കെ കടത്തിവിടുന്ന ഇന്നെന്റെ ഹൈപ്പോതലാമസ് ആണ്. തല ഉയർത്തിപ്പിടിക്കാൻ അത് ഹോർമോൺ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉൽപ്പാദിപ്പിച്ച് ചില അനോണിമസിൽ കൂടിയുള്ള നിയന്ത്രണങ്ങൾ യാത്ര. ഉണ്ടാക്കും.
ഏതൊക്കെ അതുപോലെ മേഖലയിൽ തന്നെ പണിയെടുക്കുന്നുണ്ടോ ചൂട്, തണുപ്പ് അവിടെയൊക്കെ അതിനെയൊക്കെ ദൈവം നിയന്ത്രിക്കുന്നു. പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഹൈപ്പോത്തലാമസിന്റെ ഞാനിപ്പോ ഈ പരിപാടിയാണ്. 14 വർഷമായിട്ടും പിന്നെ മീറ്റിംഗിൽ നിന്നും മീറ്റിംഗിലേക്കാണ്. അതുകൂടാതെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ തലച്ചോറിന്റെ ഞാൻ സത്യം അടിഭാഗത്ത് പറഞ്ഞ ചില ആൾക്കാരൊക്കെ നമ്മുടെ ചലനങ്ങളെയും നമ്മുടെ ബോധത്തെയും ഞാനിത് നിയന്ത്രിക്കുന്ന എല്ലാ സ്ഥലങ്ങളുണ്ട്. ദിവസവും ഞാൻ അവിടെയൊക്കെ എരപ്പാന്തോട് ഒരു ദിവസം ലഹരി വസ്തുക്കൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വയലന്റ് ആകാൻ എല്ലാ സാധ്യതയുണ്ട്. ദിവസവും മീറ്റിംഗിൽ എന്ന് അപ്പൊ പറഞ്ഞപ്പോൾ അന്ന് ഞാനിപ്പോ പറഞ്ഞ അവിടെ സംഗതി പിതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റ് പിതാവ് മറ്റ് എരപ്പാന്തേട്ടന്റെ ലഹരി പഴമക്കാരായ വസ്തുക്കളും ജോർജ് ചേട്ടനോടും ജോസ് തലച്ചോറിനെ ചേട്ടനോടും ഒക്കെ ചോദിച്ചു, ഈ കൊച്ചു ബാധിച്ചിട്ടുണ്ടാക്കുന്ന പറയുന്നത് ശരിയാണോ? മാനസിക എല്ലാ ദിവസവും മീറ്റിംഗില്. രോഗങ്ങളുടെ ഒരു അപ്പൊ ഭാഗമായിട്ടാണ് അവര് ഞാനത് പറഞ്ഞു പറഞ്ഞത്. ശരിയാണ്, ഷിബു എല്ലാ ദിവസവും മീറ്റിംഗിലാണ്. ഒത്തിരി മാനസിക സത്യം രോഗങ്ങൾ പറഞ്ഞാല് ഇത് കൂടാതെ ഉണ്ട്. അത് പല ഞാൻ അവസ്ഥയിലും ഇന്നതൊക്കെ ലഹരി വസ്തു മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഉപയോഗിക്കുന്നതിന്റെ പല ഞാന് അവസ്ഥയിൽ ഈ അതുണ്ടാകാം. പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ അപ്പൊ വണ്ടിയുടെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ മീറ്റിംഗിൽ എത്താൻ പറ്റിയല്ല. യൂസ് ഡിസോർഡർ എന്ന് എന്റെ പറഞ്ഞൊരു വയസ്സായ അവസ്ഥയുണ്ട്. അമ്മയ്ക്ക് യൂസ് അസുഖം ഡിസോർഡർ വന്നാൽ എന്ന് വെച്ചാൽ മീറ്റിംഗിൽ കയറാൻ നിത്യേന പറ്റിയല്ല. ലഹരി വസ്തു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആള് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മീറ്റിംഗിൽ കയറാൻ പെരുമാറ്റത്തില്, പറ്റില്ല. പക്ഷെ ചിന്തയില്, അതൊക്കെ ദൈവം തോന്നലില് ഒന്ന് അയാള് നിയന്ത്രിച്ച് തരുന്നതുകൊണ്ട് നിരന്തരം ഉപദ്രവം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉണ്ടാക്കിക്കൊണ്ട് മീറ്റിംഗിൽ നിന്ന് മീറ്റിംഗിലേക്ക് സ്വന്തം എന്നോട് വീട്ടുകാരെയും ഇന്നാള് ഉപദ്രവിച്ചുകൊണ്ട് അയൽവക്കക്കാരെയും ഇവിടെ ചിലപ്പോൾ ഉപദ്രവിച്ചുകൊണ്ട് ചിലപ്പോൾ ജോലി സ്ഥലത്തുള്ള തലശ്ശേരി ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ടായിരിക്കും അയാള്. തലശ്ശേരി മീറ്റിംഗിൽ ഇരുന്നപ്പോ ഒരാൾ ചോദിച്ചു, അപ്പൊ ഷിബുചേട്ടാ അയാളൊരു മദ്യപാനിയാണെന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഉപദ്രവം അസുഖങ്ങളൊന്നും അയാളിൽ വന്നില്ലേ? നിന്നുണ്ടാകുന്നുണ്ടെന്നും ഞാൻ അത് മോനോട് പറഞ്ഞു, എനിക്ക് അയാൾക്ക് അസുഖം ഉപദ്രവമാണെന്ന് മൂത്രത്തിൽ മനസ്സിലാക്കുകയും ചെയ്യും. സ്റ്റോണിന്റെ പ്രോബ്ലം ഉണ്ട്. അയാളെ ഞാൻ രക്ഷപ്പെടുത്താനായിട്ട് കുറച്ച് അന്ന് ഇവിടെ ആൾക്കാരില്ലെങ്കിൽ ആശുപത്രി കിടന്നപ്പോൾ അയാളുടെ ജീവിതം സത്യം കട്ടപ്പോയാവും. പറഞ്ഞാല് അന്ന് പ്രായം മീറ്റിംഗിൽ തികയുന്നതിന് കയറാൻ മുമ്പ് തന്നെ പറ്റിയല്ലോ അയാൾ മരിച്ചുപോകും എന്നൊക്കെയുള്ള ഒരു ചിന്ത ഈ എനിക്കുണ്ടായിരുന്നു. സ്വഭാവ പക്ഷെ രീതിയിൽ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അതിനേക്കാൾ 6:30 ഭീകരമാണ് സമയം ഞാൻ ആയപ്പോഴത്തേക്കും പറഞ്ഞ ഈ ഒരു 6 മാനസിക മണി ആയപ്പോ രോഗത്തിൽ തന്നെ കൂടി തന്നെ കടന്നു കുറച്ച് പോകണം. ഏഴ് അപ്പോൾ മെമ്പർമാർ അതിനും എത്തിയെന്നുള്ള. സത്യം പറഞ്ഞാൽ മൂത്രത്തിൽ കല്ലിന്റെ തെളിവുണ്ട്. നല്ല വേദനയാണ്, തലച്ചോറില് നല്ല പഠനങ്ങളുണ്ട്, വേദന. അവരൊരു രോഗാവസ്ഥകളുണ്ട്. ആ 6:30 രോഗം ആയപ്പോ എന്നോട് മരുന്ന് പറഞ്ഞു, കൊണ്ട് ഷിബുചേട്ടാ ചികിത്സിച്ച് പ്രാർത്ഥിച്ചോളാൻ മാറിയതിന്റെ പറഞ്ഞു. തെളിവുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ നമ്മുടെ മുൻകൂട്ടി സെർമേജ് പ്രവചിക്കാൻ പ്രാർത്ഥന പറ്റും ഇന്ന പ്രാർത്ഥിച്ചു, സാധനം ഉപയോഗിക്കുന്ന മീറ്റിംഗ് ആള് നടന്നു എന്നുള്ളത്. ഇന്ന അപ്പം സംഗതികളൊക്കെ അയാൾക്ക് വരും. ദൈവം എല്ലാം ക്രമീകരിച്ച് തരുന്നു വരാൻ എന്നുള്ളതാണ്. സാധ്യത ഒന്ന് ഇത്ര പെർസെന്റേജ് ആഗ്രഹിച്ചാൽ ഉണ്ട്. മതി, വേറെ ഒരു ഇന്ന അവസ്ഥയിൽ ആഗ്രഹമില്ല. കൂടി അയാൾ നാളെ പോകും. ഹെലികോപ്റ്റർ വാങ്ങണമെന്നോ, നമുക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ തന്നെ പറയാം നാളെ അയാൾക്ക് അയാളുടെ കുറച്ച് വീട്ടിലെ അവസ്ഥ സ്വർണം എന്തായിരിക്കും, വാങ്ങണമെന്നോ, അല്ലെങ്കിൽ അയാളുടെ സ്ഥലം ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും, ഒരാഗ്രഹമില്ല. മക്കളുണ്ടെങ്കിൽ നാളെ ആ മക്കളും മീറ്റിംഗിൽ ഭാര്യയും കൂടി കയറണം എന്ത് തീരുമാനം എന്നൊരാഗ്രഹം ചെയ്യും, അല്ലാതെ വേറെ നടപ്പിലാക്കും. ഒരാഗ്രഹമില്ല. അയാളുടെ അച്ഛനും അമ്മയും ഇരിപ്പുണ്ടെങ്കിൽ ഈ അല്ലെങ്കിൽ ഉപദ്രവം ഇന്നൊരു കൂടിക്കഴിഞ്ഞാൽ ദിവസം അവരെന്ത് കൂടി ചെയ്യും, ഞാൻ മരണത്തിലേക്ക് പോലീസ് അടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓരോ ബർത്ത്ഡേയുടെ ഇതൊക്കെ കേക്ക് നമുക്ക് പ്രവചിക്കാൻ മുറിക്കുന്നതും പറ്റും. അത് നമ്മുടെ ആയുസിന്റെ പ്രവചിക്കാൻ പറ്റുന്ന ദൈർഘ്യം എന്തുകൊണ്ടാണ് കുറയുന്നതിന്റെ ആ കേക്ക് രോഗത്തെ പറ്റി മുറിക്കലും കൂടിയാണ് എന്നൊക്കെ ശാസ്ത്രീയമായിട്ട് ഇന്നൊന്ന് തിരിച്ചറിഞ്ഞ് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആൽക്കഹോളിക്സ് അനോണിമസിലായതുകൊണ്ട് ഒരുപക്ഷെ അയാളെ ചികിത്സിച്ചു, നമ്മൾ സാധാരണ അയാളുടെ രോഗം മാറി. മോട്ടിവേറ്റർമാരൊക്കെ പറയുന്ന മാതിരി അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ മദ്യം കഴിക്കുന്ന എന്നുള്ളത് ആ ദിവസം ഭൂരിഭാഗം കഴിഞ്ഞുപോയി, ആൾക്കാരുടെ വിചാരം എന്താണെന്നറിയോ, നാളെ എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്. തെളിവില്ലെന്നാണ്. ഇന്നത്തെ ഈ ഇങ്ങനെ പ്രസന്റ് രോഗമാണെന്നൊന്നും ടെൻസില് വലിയ തെളിവൊന്നുമില്ല, അതൊക്കെ ആർക്കെങ്കിലും ഉടായിപ്പാണെന്നാണ് എന്തെങ്കിലും ഒരു അവരുടെ ഉപകാരം, വിചാരം. എന്തെങ്കിലും അത് ഒന്ന് തന്നെയല്ല, കോറി വെക്കാൻ, മറ്റുള്ളവർ കുടിക്കുന്നതും എന്തെങ്കിലും ഒന്ന് അവര് കോറി വെക്കാൻ ചിരിച്ച് കളിച്ച് രസിച്ച് മറിയുന്നൊക്കെ കാണുമ്പോൾ അവരുടെ സാധിച്ചാൽ വിചാരം, അവനൊക്കെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പാണ് ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിച്ച് ബസ്സിൽ തലകുത്തി എഴുന്നേറ്റ് ഒരു മറിയുന്നു, അമ്മച്ചിക്ക് ഞാൻ സ്പീച്ച് മാത്രം കൊടുത്തിരുന്നു ഇങ്ങനെ എന്ന് ഒന്നും എന്റെ കുടിക്കാതെ ദൈവത്തിന്റെ മുന്നിൽ ഒരു നിന്ന് പറയാൻ രസമില്ലാതെ ഇങ്ങനെ ബോറടിച്ച് എന്റെ ജീവിക്കുന്നു. അയലോക്കത്ത് അസുഖം അവന്റെ വന്നവരെ കൊണ്ട് വിചാരം എന്ന് എന്റെ വെച്ച് കഴിഞ്ഞാൽ കാറിൽ അവൻ നിന്ന് തലകുത്തി ഹോസ്പിറ്റലിൽ മറിയുന്നതുകൊണ്ടും കൊണ്ടുപോയി ആക്കാൻ അവൻ പറ്റി. കുടിച്ച് ലക്കില്ലാതെ അല്ലെങ്കിൽ വർത്താനം പറയുന്നത് സന്തോഷത്തിന്റെ ഒന്ന് ഒരു കോറി വെക്കുക. അടിസ്ഥാനമാണെന്ന് എന്റെ വിചാരം കാണുന്നവന്റെ. ഈ ഞങ്ങളുടെ ഇവിടെ അവൻ എന്ത് ചെയ്യണമെന്നറിയോ, തിരുവണ്ണാമൊഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവനൊരു അവിടെ ഈ അവനും കുടിച്ചോണ്ടിരുന്ന അവന് മനസ്സിലാവൂല. കപ്പ അവൻ നടാനും ചേമ്പ് കുടിക്കാതെ നടാനുമായിട്ട് കാട് കാര്യങ്ങളൊക്കെ വെട്ടിച്ചെന്നപ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു ഒരു ബുദ്ധിയോടുകൂടി പാറയില് ഒരു ഈ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. സന്തോഷം ഉണ്ടെന്ന് പറയുന്നവന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ അവരത് ഒരാഴ്ച കണ്ടെത്തി, അവരത് പുരാവസ്തു താമസിച്ചു നോക്കാം. ഗവേഷകരെ അറിയിച്ചു. അവന്റെ സമ്മതത്തോടു അവര് കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതിന് അവിടെ 2000 നടക്കുന്ന വർഷം പഴക്കമുണ്ടെന്നാണ്. കലാപരിപാടികളൊക്കെ അവന് കണ്ട് നേരിട്ട് എന്തായാലും അവരത് മനസ്സിലാക്കി ബ്രഷ് ചെയ്ത് വളരെ മനോഹരമാക്കി. അവന് ഇപ്പം എന്താണ് അതിന്റെ സൂക്കേടെന്ന് അത് മനസ്സിലാവും. കൊത്തിവെച്ച ആളുടെ പേരോ ലിപികളോ ഒന്നുമില്ല. പക്ഷെ മദ്യാസക്ത ഇപ്പൊ രോഗം എന്താണെന്ന് അതിന്റെ മുന്നില് മനസ്സിലാക്കണം. എന്ത് ചെയ്യണം, നിലവിളക്കും ആദ്യം മെഴുകുതിരിയും നമ്മുടെ ഒക്കെ സുബോധം കത്തിക്കുന്നു. നമ്മൾ വീണ്ടെടുക്കണം. അതിനി ആരും എന്റെ ആയിക്കോട്ടെ, ബോധം, അയാൾക്ക് എന്റെ അതെങ്കിലും ഒന്ന് ഈ തലച്ചോറ് ഭൂമിയിൽ കോറി വീണ്ടെടുക്കണം. വെക്കാൻ സാധിച്ചു. എന്നിട്ട് ഞാൻ നിരീക്ഷിച്ച് കഴിയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള എനിക്ക് ചില മനസ്സിലാവും. ചിന്താഗതികള് അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒക്കെ ചെയ്യുന്ന വരുമ്പോ പരിപാടി. ഞാനിങ്ങനെ ദൈവത്തിന് നന്ദി പറയുക അതില് മാത്രമേ ഒരു സാധിക്കൂ. 12 പടികള്, 12 പണ്ടൊക്കെ എന്റെ പാരമ്പര്യങ്ങളൊക്കെ മക്കളോട് ഉണ്ട്. ആരാണ് ഇതൊക്കെ ഹീറോ ഇന്നലെ എന്ന് വന്ന ചോദിച്ചാൽ ആൾക്കൊന്നും ഒന്നും ഷാരൂഖ് ഖാനാണ് പിടികിട്ടില്ല. മമ്മൂട്ടിയാണെന്നൊക്കെ ആയിരുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് എന്റെ മക്കളോട് ആരാണ് ഹീറോ മദ്യാസക്ത എന്ന് രോഗം ചോദിച്ചാൽ എന്താണെന്നതിന് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഹീറോ ആമുഖമുണ്ട്, ഞങ്ങളുടെ അച്ഛൻ ഷിബു ഒരു തന്നെയാണ് എന്നൊക്കെ പ്രാർത്ഥനയുണ്ട്. ഒന്ന് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതൊക്കെ എന്റെ ചെവി പ്രവർത്തിക്കേണ്ടതെന്ന് കൊണ്ടൊന്ന് അതിലുണ്ട്. കേൾക്കാൻ ഇന്ന് അപ്പൊ ഇതൊക്കെ ആൽക്കഹോളിക്സ് മനസ്സിലാക്കാൻ അനോണിമസിൽ കൂടി കുറെ നടക്കുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ദിവസങ്ങള്, ചിലപ്പോൾ ഇന്ന് മാസങ്ങൾ ഞങ്ങൾ ഒരു വേണ്ടി വരും. മൂല്യമുള്ളവരാണ്. പക്ഷെ ഇന്ന് ഉള്ളില് ഞാനിപ്പോ നല്ല ഈ ഒരു മീറ്റിംഗിൽ തിരിച്ചറിവ്, സംസാരിക്കുമ്പോൾ എന്റെ ഭാര്യ എനിക്ക് വേറൊരു മീറ്റിംഗിൽ രക്ഷപ്പെടണം, സംസാരിക്കുന്നുണ്ട്, മക്കൾ വേറൊരു എനിക്കിങ്ങനെ സ്ഥലത്ത് രോഗിയാകണ്ട, സംസാരിക്കുന്നുണ്ട്. ഭ്രാന്തനാകണ്ട ഒരു ദിവസമൊക്കെ ഇന്ന് എന്നൊക്കെ ഒരു ഒരു കരിയാപ്പിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഇലയുടെ തിരിച്ചറിവുള്ള വിലയില്ലാത്ത ഒരുത്തനുണ്ടല്ലോ, ഷിബുവിന്റെ ബുദ്ധിയുള്ള കുടുംബത്തെ ഒരുത്തൻ, ഇന്നൊക്കെ ഒരു കുടുംബ അവനൊരൊറ്റ സംഗമത്തിൽ ദിവസം സംസാരിക്കാൻ മതി, മക്കളെ വിളിക്കുന്നു, അല്ലെങ്കിൽ അവന് പള്ളിയിലെ അച്ഛന്മാര് വന്ന് കാര്യം മക്കളെ പിടികിട്ടും.
അവരുടെ അവനിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കേണ്ട മീറ്റിംഗ് ആവശ്യമൊന്നുമില്ല. സംസാരിക്കാൻ ആൾക്കാര് വിളിക്കുന്നു. ട്രേഡ് അവന് യൂണിയന്റെ മീറ്റിങ്ങുകളിൽ ഷാൻഡിയെ വിളിക്കുന്നു. എനിക്ക് രക്ഷപ്പെടണം, ആൽക്കഹോളിക്സ് പെട്ടേ അനോണിമസിന്റെ മറ്റ് മതിയാവൂ പരിപാടികളിലും എന്നുള്ള ഒരു ചിന്ത അവനെ ബാധിക്കും. എയെ പരിചയപ്പെടുത്താൻ അങ്ങനെ അവൻ രക്ഷപ്പെടും. ഷിബുവിനെ വിളിക്കുന്നു. ഇന്ന് ഈ അപ്പൊ ഷിബു എന്ന് പറയുന്ന ആർക്കും വേണ്ടാത്ത ഒരാള്, അല്ലെങ്കിൽ ഏകദേശം ആൽക്കഹോളിക്സ് പ്രധാനപ്പെട്ട അനോണിമസിന്റെ ആ സംഗതികളൊക്കെ ഞാൻ ബന്ധം പറഞ്ഞു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാള് ഏത് ഈ രക്തബന്ധത്തെക്കാൾ സുബോധം അപ്പുറം, വീണ്ടെടുത്തു കഴിഞ്ഞാൽ ഏത് എന്തൊക്കെ രക്തബന്ധത്തെക്കാൾ കിട്ടും, അപ്പുറം ആൽക്കഹോളിക്സ് എന്തൊക്കെ തിരിച്ചു അനോണിമസിന്റെ കിട്ടും ബന്ധം, അയാൾക്ക്, അതൊക്കെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാനൊന്ന് അതിനെപ്പറ്റി ഞാൻ ചെല്ലുക എന്ന് പറഞ്ഞാൽ സംസാരിക്കാം. എനിക്കിപ്പോഴും ഒരാൾക്ക് ഓർമ്മയുണ്ട്. സുബോധം തിരിച്ചു ഞാൻ കിട്ടിയാൽ എന്തൊക്കെ തുടക്കകാലങ്ങളിൽ തലച്ചോറിൽ സംഭവിക്കും, സോബറായി ഒരു 4 വർഷവും കണ്ട് ആകുന്നേ ഉള്ളൂ. എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നത്. കൂത്താട്ടുകുളം ഒന്ന്, സന്തോഷ് അയാൾ അവിടുത്തെ ഒരു വാർഷികത്തിൽ വിളിച്ചു. ഏറ്റവും നല്ല ഞങ്ങളെ ഇതുപോലെ ശ്രദ്ധയുള്ള ഫാമിലി ഒരാളായി ആണ്. മാറും. അവിടുത്തെ ഒരു വാർഷികത്തിന് ജാഗ്രതയുള്ള ഞങ്ങൾ ആളും രാത്രി ഒരു തിരുവമ്പാടി ബസ്സിൽ ശ്രദ്ധയുള്ള കയറി ആളായി പോവുക. മാറും. നമ്മള് ബസ്സിൽ കയറി പോയി ഒരു ശ്രദ്ധയുടെ ചെറിയ ചാറ്റം മഴയുണ്ട്. കാര്യം പറയുകയാണെങ്കിൽ ഒരു അപ്പൊ സെക്കൻഡ് കൂത്താട്ടുകുളം നമ്മൾ ഇതിലെ അടുക്കാനായപ്പോൾ റോഡിൽ വെളുപ്പിന് കൂടി 3 മണി നടന്നു എങ്ങാണ്ടായി. പോകുമ്പോൾ അപ്പൊ എന്നോട് 1-2 ഷാൻഡി ചോദിച്ചു, സെക്കൻഡ് നമ്മുടെ അല്ല ശ്രദ്ധ കൂത്താട്ടുകുളം പാളിപ്പോയാൽ സ്റ്റാൻഡില് ഒരു ആരെങ്കിലും മരണം ഉണ്ടാവോ? പുറകെ വരും. നിങ്ങൾക്ക് പണ്ടത്തെ അപ്പൊ പോലെ അതേപോലെ ആ ശ്രദ്ധ ഒന്നും കരാട്ടെ നിയന്ത്രിക്കുന്നത് എടുക്കാനൊന്നും പറ്റിയല്ല. തലച്ചോറാണ്. കള്ളു കുടിച്ച് കഴുത്തെല്ലാം തലച്ചോറിന്റെ കൂടി വളഞ്ഞ് ഒരു ഏകദേശം പരുവത്തിലായിട്ടുണ്ടേ. അതിന്റെ ഒരു അച്ചുതണ്ട് പോലത്തെ ഫിസിക്കലായിട്ട് തന്നെ സ്ഥലമുണ്ട്. തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ആ അപ്പൊ ഭാഗത്തുനിന്ന് അവിടെ ആരെങ്കിലും ഉണ്ടാവോ ഇലക്ട്രിസിറ്റി എന്ന് എന്നോട് ചോദിച്ചു. തലച്ചോറിന്റെ ഞാനും മോൾ കണ്ടാണ്. ഭാഗത്തേക്ക് മക്കള് ഇങ്ങനെ 2 ബാല്യക്കാരി പെൺപിള്ളേരാണ്. പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അതിനാണ് ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ ഷാൻഡിയോട് പറഞ്ഞു, ഷാൻഡി 3ാമത്തെ പടി പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ഷാൻഡി ശരിക്കും അതിന് ബസിന്റെ അതിന് തകിടിച്ച് ഒരു പ്രത്യേക ഇടി ഒരു വെച്ച് കൊടുക്കുകയായിരുന്നു. പേരുണ്ട്. ആ പേര് രാത്രിയിൽ എന്റെ ആക്ടിവേഷൻ ഈ ആണത്. പറച്ചിൽ കേട്ടിട്ട്. ഒരു ആക്ടിവേഷൻ പക്ഷേ ആണ്. അസെൻഡിങ് കൂത്താട്ടുകുളം റെറ്റിക്കുലാർ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഒരു ആക്ടിവേറ്റിംഗ് 10-11 സിസ്റ്റം എന്നാണ് പേരുണ്ട്. അതിന്റെ പേര്. ഒരു കൊടയൊക്കെ ചൂടി അവിടെ ആക്ടിവേഷൻ ഇവിടെ എന്ന് പറഞ്ഞാൽ വർത്താനം പറഞ്ഞു തലച്ചോറ് നിൽക്കും. കോടഞ്ചേരി കിടക്കുന്ന കൂടി കള്ളുകുട്ടി ഷിബു കമ്പ്യൂട്ടറിൽ എന്ന കൂത്താട്ടുകുളം പോലെ സ്റ്റാൻഡില് ഇലക്ട്രിക്കൽ ഇമ്പൾസ്, കാലെടുത്ത് വെച്ചപ്പോൾ അവർ ഇലക്ട്രിസിറ്റി, ഓടി വന്നു ഒരു എന്നുള്ളതാണ്. ഡിജിറ്റൽ ആയിട്ടുള്ള അതിന് സാധനം ഇങ്ങനെ പോകുമ്പോൾ കൂത്താട്ടുകുളം നമുക്ക് സന്തോഷ് തോന്നൂലേ, ചെവി വന്ന് അതുപോലെ തന്നെ പറഞ്ഞത് തീർച്ചയായിട്ടും കാർ എയർ ഇലക്ട്രിസിറ്റി കണ്ടീഷൻ ഉണ്ടെന്നാവും. തലച്ചോറിലെ ഈ ആ കാറിനെ ഇലക്ട്രിക്കൽ കയറാൻ വയറിങ്ങിൽ നേരത്ത് കൂടി എന്റെ മുകളിലേക്ക് ഭാര്യ ഇങ്ങനെ ചോദിച്ചത്, പോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആരാ, ആ മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിച്ചു. സമയത്താണ് ഈ അറ്റൻഷൻ വരുന്നത്. ഇന്ന് അപ്പൊ അതിന് ഷിബു ആർക്കൊക്കെയോ അസെൻഡിങ് റെറ്റിക്കുലാർ വേണ്ടപ്പെട്ടവനായിട്ടുണ്ട് കേട്ടോ. ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആ ഒരു എന്നൊക്കെ പറയും. ജീവിതം തലച്ചോറിന്റെ തന്നത് സെൻട്രൽ പോർഷനിൽ ആൽക്കഹോളിക്സ് അനോണിമസാണ് കേട്ടോ. അനേകം നാട്ടുകാരും കോടിക്കണക്കിന് വീട്ടുകാരും പടിയടച്ച് ഈ പിണ്ടം വെച്ച കുടുംബം. കോശങ്ങളുണ്ട്. ഒരു തലച്ചോറിലെ ബന്ധുക്കള്, ഒരു ആക്ടിവേഷൻ ഈസ്റ്ററോ ഉണ്ടാക്കുന്ന കോശങ്ങൾ. പെസകായോ ആ ഓണോ കോശങ്ങളുടെ പേരാണ് വിഷുവോ ARAS അല്ലെങ്കിൽ അതിനൊക്കെ ഞാൻ കുളിച്ചില്ല കോണപ്പുറത്താണ്. അസെൻഡിങ് റെറ്റിക്കുലാർ എല്ലാം വളരെ ആക്ടിവേറ്റിംഗ് മനോഹരമായി സദ്യയൊക്കെ സിസ്റ്റം. ഒരുക്കും കേട്ടോ. പക്ഷെ ഒരു തലച്ചോറിൽ മനുഷ്യൻ എന്റെ ചിന്തിക്കുന്ന വീട്ടിൽ കയറി സ്ഥലത്ത്, വരികയില്ല. ഫീൽ ചെയ്യുന്ന മിക്കവാറും സ്ഥലത്ത്, എന്റെ എളാമയൊക്കെ പന്തിരംഗം ഹൈസ്കൂൾ ടീച്ചറാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടി കൊറത്തുപള്ളി സ്കൂളിലത്തെ ഇന്റഗ്രേറ്റ് ടീച്ചറാണ്. ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന അവരൊക്കെ വരുമ്പോൾ സ്ഥലത്ത് ഞാൻ റോട്ടിൽ ഇങ്ങനെ വിലങ്ങുന്നടി പോലെ പോയിക്കൊണ്ടിരിക്കും. കിടക്കുന്നുണ്ടാവും. അവിടെ എന്റെ നിന്ന് മോളിൽ അങ്ങോട്ട് കൂടി എടുത്തു പോയിക്കൊണ്ടിരിക്കും. ചാടിയിട്ട് വേണം, അടിച്ച് പൂസായി അപ്പൊ വീണിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കേടുപറ്റി ഇറച്ചി കഴിഞ്ഞാൽ മീനും ഒക്കെ മദ്യമൊക്കെ അവിടെ മേടിച്ചു കൊടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, മദ്യം അവിടെ അതും വെന്ത് പ്രവർത്തിച്ചിട്ടാണ് വരുമ്പോഴത്തേക്കും ഒരാൾ ഞാൻ ഏതെങ്കിലും തെങ്ങ് ചോട്ടിലാവും. മദ്യത്തിന്റെ അപ്പൊ ഉള്ളിൽ ഭാര്യയും ബോധം മക്കളും കെട്ടു എന്റെ പോകുന്നത് കിടപ്പ് അവിടെയാണ്. കണ്ട് കഴിക്കാതെ കിടക്കും. അപ്പൊ അയാൾക്ക് ശ്രദ്ധ ആ ഒന്നും ഉണ്ടാവില്ല. അവസ്ഥയിലായിരുന്ന ബോധം കെട്ടാൻ എവിടുന്ന് ശ്രദ്ധ ഷിബുവിന്റെ ഉണ്ടാവും? വീട് അറ്റൻഷൻ, ഇന്നും വീട് ജാഗ്രത ബംഗ്ലാവൊന്നും അല്ല കേട്ടോ. ഉണ്ടാവില്ല. പക്ഷെ അയാൾക്ക് ഇന്ന് അറ്റൻഷൻ എന്റെ വീട്ടില് ശ്രദ്ധിക്കാനും എന്ത് പറ്റില്ല. കളി കളിച്ചും ഒരു അതുപോലെ 10 ചായയെങ്കിലും അയാൾ പോകുന്നത്, അല്ലെങ്കിൽ ഒരു തുടർന്നും 10 അങ്ങനെ നാരങ്ങ ചെയ്തുകൊണ്ടിരിക്കും. വെള്ളമെങ്കിലും. പേഴ്സ്യൂറൻസ് എന്ന് പറയും. ഇവിടുത്തെ MLA ഒരു പറഞ്ഞത്, ശ്രദ്ധ നിങ്ങൾ ഒരു 10,000 സ്ഥലത്തുണ്ടെങ്കിൽ 2,000 3,000 ആ രൂപ ശ്രദ്ധ രണ്ട് കൗൺസിലിങ്ങിന് തരത്തിലാകാം. ബേബി ഒന്ന് മെമ്മോറിയൽ ഒരു ഹോസ്പിറ്റലൊന്നും കൊണ്ടേ കൊടുക്കണം. ഒരു ആ ഷാൻഡിയുടെ സെന്റർ, ഷിബുവിന്റെ വീട്ടിൽ ചെന്നാൽ മതി എന്നാ പറയുന്നത്. ഒരാളെ നിങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് നിങ്ങളെ കണ്ണു അങ്ങനെ ഒരു പോകണമെങ്കിൽ നിങ്ങളത് സന്തോഷം, സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് ഒരു പറയും. ഒരാളെ സെലക്ട് കുറച്ച് ചെയ്ത് നിങ്ങൾ ആൾക്കാരോട് ശ്രദ്ധിക്കണം. സംസാരിക്കാൻ, നിങ്ങളൊരു വണ്ടി അല്ലെങ്കിൽ ഓടിക്കുകയാണെങ്കിൽ എതിരെ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സംസാരിക്കുന്നത്. വണ്ടിയെ ഞാൻ കേന്ദ്രീകരിച്ച് ഊട്ടി ഒരു മീറ്റിംഗ് നിങ്ങളെ ചെന്നു. വണ്ടി ഓടിക്കും. എന്നെ അത് ഗൂഗിൾ സെലക്റ്റീവ് സംസ്കൃതം അറ്റൻഷൻ ആണ്. പറഞ്ഞു, ഒരു ഷെയറിങ്ങിന് വിളിച്ചു. നിങ്ങൾ ഞാൻ ശ്രദ്ധ സംസ്കൃതത്തിൽ ചോദിച്ചു, സെലക്ട് സംസ്കൃത ചെയ്യണം അവിടെ. എനിക്ക് തമിഴൊന്നും അങ്ങനെ അറിഞ്ഞൂടാ. സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ സംസ്കൃതം നിങ്ങൾ പറഞ്ഞു, എടാ നീ മദ്യം മലയാളത്തിൽ ഉപയോഗിച്ചിട്ട് സംസാരിച്ചാൽ അങ്ങനെ മതി. വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഊട്ടിയിൽ ഇടിച്ച് ആ തകർന്ന് ഷെയറിങ് തരിപ്പണം. കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം, ഒരു അണ്ണന്മാര് മദ്യാസക്തൻ കണ്ണനെ പോലുള്ള ആൾക്കാര്, അഡിക്ഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ഫ്രാൻസിസ് വർഷത്തിൽ പോലുള്ള അവനൊരു ആൾക്കാർ വന്ന് എന്നെ 5 കൈ പ്രാവശ്യമെങ്കിലും പിടിക്കുന്നു. വണ്ടി ഞാൻ അവിടെ എവിടെയും കൊണ്ട് ഇടിക്കും. വാസുദേവ അതിന്റെ സാറിനോട് വണ്ടി ചോദിച്ചു, നോക്കിയാൽ അവന്റെ മദ്രാസിലെ നമ്മുടെ മദ്യത്തിന്റെ പഴമക്കാരനായ വാസുദേവ സാർ, ഉപയോഗവും സാറ് അവന്റെ വല്ലതും മനസ്സിലായോ? ഒന്ന് സാർ എന്നോട് സ്വഭാവ പറഞ്ഞത്, രീതികളൊക്കെ നമുക്ക് ഷിബു മനസ്സിലാവും. അവന്റെ വണ്ടി ഞങ്ങൾക്ക് മാത്രം എല്ലാം നോക്കിയാൽ തിരിഞ്ഞു മതി. ഷിബു. ആൽക്കഹോളിക്സ് അപ്പൊ അനോണിമസിന്റെ അവന്റെ ഭാഷ ശ്രദ്ധ തലച്ചോറിന്റെ ഭാഷയല്ല, പോകുന്നുണ്ട്. അവന് ഹൃദയത്തിന്റെ ആ ഭാഷയാണ്. ശ്രദ്ധയെ നിലനിർത്താനും സത്യം പിന്തുടരാനുള്ള പറഞ്ഞാൽ നിങ്ങൾ കഴിവില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി നടക്കുമ്പോൾ അവന് അതൊക്കെ ഒന്ന് തീരുമാനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എടുക്കാനും പറ്റൂല. അനോണിമസിൽ കൂടി മദ്യം കഴിച്ച് നടക്കുന്നതുകൊണ്ട് ആക്സിഡന്റ് എല്ലാം ഉണ്ടാകുന്ന ഒരു ദൈവം ഇന്ന് പ്രധാന സംഗതിയാണ് തന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ്. ഒരു ജഡ്ജ്മെന്റ് ടൈമും വിലയില്ലാത്ത ചിലപ്പോൾ ഷിബുവിനെ വൈകിപ്പോവും. സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ പറഞ്ഞ ടൈം മാതിരി കറക്റ്റ് ആവണം. വീട്ടിലൊരു ബന്ധുക്കള് ഒരു തീരുമാനം നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം ജഡ്ജ് ചെയ്തിട്ടാണ് 24 മണിക്കൂർ തികയാത്ത വിലയിരുത്തിയിട്ടാണ് ഒരു അത് അവസ്ഥയിലേക്കൊക്കെ നടപ്പിലാക്കുന്നത്. ഷിബു എത്തിയിട്ടുണ്ട്. അതുപോലെ ഇമ്പൾസ് ഇന്നിപ്പോ കൺട്രോൾ. പേരാമ്പ്രയുള്ളവര് ഇമ്പൾസ് കാർ കൺട്രോൾ എടുത്ത് എന്ന് വെച്ചാൽ അവന് പോന്നു പെട്ടെന്ന് കഴിഞ്ഞപ്പോ ചിലപ്പോൾ ചായ ദേഷ്യം കുടിച്ചിട്ട് വന്നിട്ടുണ്ടാവും. പോകാത്ത എന്താ അവന്റെ വികാരം ശിവചേട്ടാന്ന് ചോദിച്ചു. അവന് അപ്പൊ തന്നെ ഞാൻ അവരോട് പറഞ്ഞു പിടികിട്ടാത്ത കേട്ടോ, ഇന്ന് രീതിയിലായിരിക്കും. എന്റെ ആക്രമണ ബർത്ത്ഡേ ആണ്. സ്വഭാവം ഉണ്ടായിരിക്കും. മറ്റേ ഷിബു എതിരെ വരുന്ന തൊടുപുഴ വണ്ടിക്കാരനോട് അല്ലെങ്കിൽ കാനഡ ഷിബു പ്രശ്നമായിരിക്കും അവന്. ഒരു മാസം മുപ്പാടെ ഇന്നൊന്ന് കയറണം എന്ന് അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ആ അതുകൊണ്ട് ഒരു ഇമ്പൾസ് അവനെ ഓൺലൈൻ മീറ്റിംഗ് നിയന്ത്രിക്കാൻ പറ്റൂല. കയറണമുണ്ട്. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, ഈ പേരാമ്പ്ര അവന്റെ അല്ലെങ്കിൽ ശരീരത്തിൽ പൂരത്തിന്റെ നടക്കുന്ന സൈഡിലൊന്നും റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരു എനിക്കൊരു 10 സുസംഘടിതമായ മണിയാകുമ്പോഴത്തേക്കും രീതിയിൽ വീട്ടിലെത്തണം എന്ന് ഞാൻ കൊണ്ടു നടക്കാൻ അധ്യക്ഷനോട് അവന് മീറ്റിംഗ് കഴിയില്ല. തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു.
ഇനി അവർ അവന് സ്വന്തം തെറ്റിദ്ധരിക്കേണ്ടതാണോ? അവനെ മോണിറ്റർ പക്ഷെ ചെയ്യാൻ അവന് പറ്റൂല. എന്നിട്ടും പോന്നിട്ട് ശിബുചേട്ടൻ അവന് ഒരു ചായ സൂപ്പർവൈസ് ചെയ്യാനും കുടിക്കാതെ പറ്റും. ഒരാൾ പോകുന്നതിന് അവനവനെ തന്നെ അവരുടെ ടോക്കൺ സൂപ്പർവൈസ് മേടിച്ച ചെയ്യാൻ ആൾക്കാർക്ക് കഴിയില്ലെങ്കിൽ വിഷമമുണ്ട്. അവൻ എന്തിനോ ഇന്ന് അടിപ്പെട്ട എയുടെ ഒരാളാണെന്ന് മനസ്സിലാവും. മെമ്പർമാര് ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ജോലി എന്നെ ചെയ്യണമെങ്കിൽ അവനെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഷിബു എന്ന് അവനവനെ പറഞ്ഞ തന്നെ കോടതിയിൽ സൂപ്പർവൈസ് കിടക്കുന്ന ചെയ്യണം അയാൾ കരിയാപ്പിന്റെ ആദ്യം. വിലയില്ലാത്ത ഷിബു എന്നിട്ടാണ് മറ്റേ കോടഞ്ചേരി പരിപാടി എന്ന് അങ്ങാടിയിൽ വെച്ചാൽ ഏത് സൂക്ഷ്മതയുള്ള പരിപാടി ഒരു ജോലി ഇന്നലെ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിനെ സൂപ്പർവൈസ് ചെയ്യണം. മിനിഞ്ഞാന്ന് പിന്നെ പരിസ്ഥിതി ഒരു ദിനമാണ്. പ്രശ്നം അവിടെ ഉണ്ട്, ഒരു ഇവിടുത്തെ മലയാള കുഴപ്പമുള്ളൊരു മനോരമ പ്രശ്നമുണ്ട്. പേപ്പറിലൊക്കെ എന്റെ ഫോട്ടോയുണ്ട്. ഞാൻ ചെടി അതിനവൻ കുഴിച്ചു വെക്കുന്നതും എന്താണ് എന്ത് ചെയ്യേണ്ടത്? ആ മേഖലയിലും പ്രശ്നം അല്ലെങ്കിൽ പരിഹരിക്കണം. ഈ 12ാം പടി അപ്പൊ പറയുന്ന പ്രശ്നം മാതിരി മറ്റ് പരിഹരിക്കാനുള്ള ബുദ്ധി അവന് വേണം. പടികളിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനം പിന്നെ എല്ലാ ഒരു ക്രിട്ടിക്കൽ വ്യവഹാരങ്ങളും ഒന്ന് തിങ്കിങ്, പാലിക്കാനായിട്ട് അവനെ ഇന്ന് അവനെ സാധിക്കുന്നു. തന്നെ വിമർശന ആൽക്കഹോളിക് ബുദ്ധിയോടുകൂടി അനോണിമസിന്റെ സ്വീകരിക്കണം. മെസ്സേജ് അവന്റെ ട്രേഡ് യൂണിയനുകളിലും എന്തെങ്കിലും പാളിച്ച മറ്റുള്ള വന്നാൽ അവൻ ഞാൻ അവനവനെ പ്രവർത്തിക്കുന്ന തന്നെ ഒരു മേഖലകളിലൊക്കെ വിമർശന ഒന്ന് ബുദ്ധിയോടുകൂടി പ്രാവർത്തികമാക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി മനസ്സിലാക്കുകയും നടക്കുന്നതുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യണം. സാധിക്കുന്നുണ്ട്. അവൻ ചിലപ്പോൾ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിൽ നിന്ന് ഇന്നൊക്കെ അവൻ ഒഴിവാകേണ്ടി വരും ചിലപ്പോൾ. ഒന്നുമില്ലെങ്കിലും കാരണം അത് എനിക്ക് അവന്റെ എന്നോട് ജീവനും തന്നെ ഒരു മറ്റുള്ളവരുടെ സ്നേഹം ജീവനും ഇന്ന് രക്ഷപ്പെടുത്തേണ്ട തോന്നുന്നുണ്ട്. ഒരു പരിപാടിയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ നടക്കുമ്പോൾ അതാണ് ക്രിട്ടിക്കൽ എന്റെ തിങ്കിങ്. ഒരു കൂട്ടുകാരൊക്കെ സാധാരണ എന്നോട് ബുദ്ധിയുള്ള ഇന്ന് വിളിച്ചു ഒരാൾക്ക് പറയലുണ്ട്, ഷിബു ചേട്ടാ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് ഫേസ്ബുക്കിലൊന്നും പറയുന്ന സ്ഥലമില്ല സാധനമുണ്ട്. ഞങ്ങൾക്ക് ഒരു ഷിബു ചേട്ടൻ വിമർശന ഫോട്ടോ ഇട്ടിട്ട്. ബുദ്ധിയോടുകൂടി ഇന്ന് തന്റെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ചിന്തകളെ നടക്കുമ്പോൾ മമ്മൂട്ടിയും വിലയിരുത്താനുള്ള മോഹൻലാലും കഴിവുണ്ട്. ഒക്കെ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ. മധ്യാശക്തന് അതൊന്നും അതുകൊണ്ട് ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഞാൻ അവന് വളഞ്ഞു നിന്നും തിരിഞ്ഞു നിന്നും ഞാൻ എന്നെ തന്നെ ഒന്ന് നമ്മള് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തെല്ലുകളൊക്കെ ഉണ്ടല്ലോ, ആൽക്കഹോളിക്സ് അനോണിമസി വന്നതുകൊണ്ട് അതനുസരിച്ച് എന്തായാലും ദൈവം എല്ലാം ഇന്ന് അവന് തരുന്നുണ്ട്. ഭ്രാന്താടിയ ഒരു തെറ്റായി കുടുംബത്തില് പഠിച്ച ഇന്ന് കാര്യങ്ങളിൽ നിന്ന് മക്കളാണെങ്കിലും അനുഭവ സമ്പത്തുണ്ടാക്കി മൂത്ത മോള് പുതിയതായിട്ടൊന്നും ലിസ കോളേജ് എന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള പറയുന്ന കഴിവുണ്ടാവും. MSW ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്. സൈക്കോളജിസ്റ്റും ഇപ്പൊ ഇതിനെയൊക്കെ മദ്യപാനം തന്നെ പഠിപ്പിക്കുന്ന കോളേജിലെ മൂത്ത മോള് ഒത്തിരി പ്രൊഫസറാണ്. അവൾ ഇന്ന് മീറ്റിംഗിൽ പരാജയങ്ങള്, കയറുന്നതാണ്. അവള് വീഴ്ചകള്, ആ പിള്ളേരുടെ ഒരു സ്റ്റഡി ടൂറിന്റെ ഭാഗമായി ജീവിതത്തിന്റെ ആനിക്കാൻ പോയില്ലാണ് മേഖലകൾ, ഉള്ളത്. ഓരോ അവിടെ മേഖലയിലും റേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറവാണ്, അതുകൊണ്ടാണ് ആ കയറാത്തത്. അല്ലെങ്കിൽ പരാജയങ്ങളിൽ അവള് നിന്ന് കയറിയാൽ ഒന്നുപോലും അവന് അവൾ പഠിക്കാൻ അയ്യൻവാടി അഡിക്ഷൻ പറ്റിയിട്ടില്ല. കൗൺസിൽ നേരെ കോഴ്സ് മറിച്ച് അവൻ കഴിഞ്ഞാണ്. അവന്റെ അവളൊരു മദ്യത്തിന്റെ DADS അളവ് സെന്റർ കോടഞ്ചേരിയിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ നാട്ടിൽ അതിന്റെ നടത്തുന്നുണ്ട്. അർത്ഥം എന്താണ്? രണ്ടാമത്തെ മോൾ ഇന്ന് സൈക്കോളജി അവന് കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസിൽ എന്തായാലും നിന്ന്, എവിടെയൊക്കെ അനുഭവത്തിൽ എന്റെ നിന്നൊന്നും തല പഠിക്കാൻ കുമ്പിട്ടോ പറ്റിയിട്ടില്ല. അവന്റെ അവിടെയൊക്കെ തലച്ചോറ് ദൈവം ഇന്ന് അത്രമാത്രം തല ഉയർത്തിപ്പിടിക്കുന്നു. തകരാറിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തലച്ചോറ് ഒരു നല്ലതാണെങ്കിൽ 11 മാത്രമേ അനുഭവങ്ങളിൽ സ്റ്റാഫിന് നിന്ന് പഠിക്കാൻ 2 പറ്റുള്ളൂ. അതാണ് ബുദ്ധി എന്ന് ഡോക്ടർമാരടക്കം പറയുന്നത്. 11 സ്റ്റാഫിന് പ്രശ്നങ്ങളെ ഇന്ന് പരിഹരിക്കാൻ, ശമ്പളം കൊടുക്കാൻ തെറ്റുകളെ സാധിക്കുന്നുണ്ട്. തിരുത്തം ചെയ്യുന്നതിനാണ് ബുദ്ധിശക്തി എന്റെ എന്ന് പറയുന്നത്. നാട്ടിലും വീട്ടുകാർക്കും ഒക്കെ അപ്പൊ ഒരു ഒരു മധ്യാസക്തന് ശരിക്കും ഒരു നഷ്ടപ്പെടുന്നത് നല്ലത് ബുദ്ധിശക്തി എന്ന് പറയുന്ന തന്നെയാണ്. രീതിയിൽ, അതിപ്പോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്നെ എല്ലാ കാണുമ്പോൾ പണ്ട് പുസ്തകങ്ങളും, കാർക്കിച്ചു തുപ്പിയവര് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ എല്ലാ ഇന്ന് പുസ്തകങ്ങളും ഇരിക്കും ഉറപ്പിച്ചു മോനെ എന്ന് പറയുന്നുണ്ട്, പറഞ്ഞ് ഒരു ഒരു മധ്യാസക്തന് കസേര നഷ്ടപ്പെടുന്നത് എന്റെ നാട്ടില് പ്രധാനപ്പെട്ട എനിക്ക് തരുന്നുണ്ട്. ഈ അതെല്ലാം ക്രിട്ടിക്കൽ തിങ്കിങ്, തന്നത് ലേൺ ഫ്രം ആൽക്കഹോളിക്സ് അനോണിമസിൽ എക്സ്പീരിയൻസ്. കൂടിയുള്ള ഒരു അനുഭവങ്ങളിൽ നിന്ന് യാത്രയാണ്. പഠിച്ചിട്ടാണ് ഒരാൾ ബുദ്ധിമാനാകുന്നത്. മിറാക്കിൾ അല്ലാതെ വേറെ സംഭവിക്കും ഒരാൾ കേട്ടോ. ജനിച്ചപ്പോഴേ ഞാനൊക്കെ ബുദ്ധിമാനായിട്ട് അങ്ങോട്ട് തെറ്റിദ്ധരിച്ചതാണ്. പിറക്കുമൊന്നുമില്ല. ഇതൊക്കെ അപ്പൊ അത് നമ്മളെ നഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അതുകൂടെ ഏഴ് എമ്പതി, പഴമക്കാർ പറയുന്നതാണെന്നൊക്കെ ഇതാണ് ഞാൻ ഒരാളുടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മനുഷ്യത്വം ഉണ്ടാക്കുന്നത്. എമ്പതി. പക്ഷെ ആ ഈ 12 തലച്ചോറിന് പടികൾ ഇതിനു പ്രാക്ടീസ് വേണ്ടി ചെയ്യാൻ, മാത്രം അല്ലെങ്കിൽ ഞാൻ നീളത്തില് എന്നോട് തന്നെ ഒന്ന് തലച്ചോറിന്റെ സത്യസന്ധനാകാൻ കൃത്യം സെന്ററിൽ ശ്രമിച്ചപ്പോൾ കൂടി എല്ലാം വളരെ നെറ്റിയുടെ മനോഹരമായി മുൻഭാഗത്ത് നിന്ന് പുറകോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ ദിവസവും ദൈവത്തിന്റെ മുന്നില് പുറകോട്ട് സന്തോഷത്തിന്റെ കുറച്ച് സൈഡിലും തള്ളി കാര്യങ്ങൾ നിൽക്കുന്നതിന്റെ പങ്കുവെച്ചിട്ട് മധ്യഭാഗം കിടന്നുറങ്ങാൻ വരെ ഇന്ന് പോകുന്നുണ്ട്. സാധിക്കുന്നുണ്ട്. തലച്ചോറിനെ ഒരു കൂട്ടിയിണക്കിക്കൊണ്ട് ചെറിയ കുടുംബം ഒരു വളരെ ഒരു സന്തോഷത്തോടു കൂടി ഇന്ന് പ്രത്യേക മുന്നോട്ട് ഭാഗം പോകുന്നുണ്ട്. ഉണ്ട്. സൈക്കോസിസ് അതിന് ബാധിച്ച് സിംഗുലാറ്റ് ഒരു ഗൈറസ് കുടുംബം എന്നൊക്കെ ഇന്ന് ഇംഗ്ലീഷിൽ പറയും. നോർമൽ സിംഗുലാറ്റ് കണ്ടീഷനിൽ ഒന്ന് ഗൈറസ്. ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നാട്ടുകാർക്കും സാധനത്തിന്റെ വീട്ടുകാർക്കും പരിപാടി ഒരു എന്താ? വ്യക്തമായി ജീവിക്കാൻ തലച്ചോറില് സാധിക്കുന്നുണ്ട്. നമ്മുടെ കാണിച്ചു വികാരങ്ങള്, തന്നത് ആൽക്കഹോളിക്സ് ചിന്തകള്, അനോണിമസ് ആണ്. തോന്നലുകള്, ആൽക്കഹോളിക്സ് അനോണിമസിനെ കാണിച്ചു ഇതൊക്കെ തന്ന നമ്മളെ ആ ദൈവത്തിന് വ്യക്തിത്വമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് സമന്വയിപ്പിച്ച് ഇന്ന് 14 വർഷം നമ്മളെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഒരുപാട് മനുഷ്യനാക്കുന്ന, നമ്മളെ ഏഴയുടെ മെമ്പർമാര്, മനസ്സിന് പ്രശാന്തത ഉണ്ടാക്കുന്ന, തിരുവമ്പാടിയിലെ പഴമക്കാര്, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, ഇതുപോലുള്ള ഷിബു കാനഡ, തിരുവനന്തപുരം ബന്ധങ്ങളെ ഷിബുമാര്, ഉണ്ടാക്കുന്ന, എല്ലാ ഷിബുമാരും ബോധത്തെ ഒരുപാട് ഉണർത്തുന്ന, പേരുടെ കൂട്ടിപ്പെടുത്തും. വ്യക്തിത്വത്തെ ആൽക്കഹോളിക്സ് മെച്ചപ്പെടുത്തുന്ന, അനോണിമസിലൊക്കെ തുടക്ക എമ്പതി കാലങ്ങളിൽ ഉണ്ടാക്കുന്ന. എമ്പതി എന്ന് ഒരുപാട് പറയുന്ന കരുണ, അനോണിമസിനെ ദയ, പഠിക്കാതെ ഒരുപാട് പൊട്ടത്തരങ്ങൾ അനുതാപം, പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവന്റെ അവസ്ഥ തിരുവമ്പാടി എന്റെ ഗ്രൂപ്പിലൊക്കെ പോയി അവസ്ഥയ്ക്ക് തുല്യാണ്, അനോണിമിറ്റി ആയിട്ട് അവൻ ഇരുന്നാലൊന്നും അനുഭവിക്കുന്ന ഒരാൾ രോഗം സോബർ ആവുകയെന്നൊക്കെ അതെനിക്ക് വന്നാൽ പറഞ്ഞ് ഞാനും ഇങ്ങനെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ആയിരിക്കും. ഇങ്ങനെയൊക്കെ പക്ഷെ പിന്നീട് അതൊക്കെ പരസ്പരം മനസ്സിലാക്കാനുള്ള അനോണിമിറ്റി ഒരു എന്താണെന്നും കഴിവിനാണ് ഒക്കെ ഒന്ന് എമ്പതി എന്ന് മനസ്സിലാക്കാനും പറയുന്നത്. ആൽക്കഹോളിക്സ് ഈ അനോണിമസിന്റെ എമ്പതി പ്രോഗ്രാമിനനുസരിച്ച് മധ്യാസക്തന് പടികളും നഷ്ടപ്പെടും. പാരമ്പര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് ഒന്ന് മധ്യാസക്തന് ജീവിക്കാൻ അത് തുടങ്ങിയപ്പോൾ നഷ്ടപ്പെടും. അത്ഭുതങ്ങൾ അവൻ നടക്കുന്നുണ്ട്. ഇന്ന് വെറും ഐ ആം ഒരു എ മിറാക്കിൾ. ഇന്ന് ഞാൻ ഒരു നമ്മള് അത്ഭുത ലോകത്ത് മൃഗത്തെയൊക്കെ കുറ്റം പറയുന്നു. ജീവിക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് ഈ എമ്പതി 14 ഇഷ്ടം പോലെ വർഷത്തിലെത്തി ഉണ്ട്. എത്താൻ എന്നെ സഹായിച്ച എന്നിട്ട് നിങ്ങൾക്ക് മൃഗങ്ങൾ ഓരോരുത്തർക്കും അവനൊരു ഹൃദയത്തിന്റെ ഭാഷയിൽ മൃഗമാണ്, നന്ദി പറഞ്ഞുകൊണ്ട് ആൽക്കഹോളിക്സ് കൂട്ടത്തിലൊന്നും അനോണിമസിനെ അതെന്ത് കാണിച്ചു പറയാൻ. തന്ന ആ ദൈവത്തിന് നിങ്ങളുടെ നന്ദി മൊബൈലൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നോക്ക്, എത്രയോ മുന്നോട്ട് പോകാൻ ഇനിയും ഒരുപാട് നായ്ക്കള്, അപാകതകളും പൂച്ചകള്, വൈകല്യങ്ങളും ഒക്കെ സിംഹം, ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ അത് മാറണമെങ്കിൽ, അല്ലെങ്കിൽ ഡോൾഫിൻ, ഇമോഷണൽ സോബറിറ്റി ഒന്ന് കീപ്പ് കുരങ്ങുകള്, ചെയ്യാൻ ഇതൊക്കെ ഒന്ന് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഒത്തിരി പ്രാർത്ഥന നമ്മളെ അനിവാര്യം തന്നെയാണ്. ഇതിൽ കാണാൻ പറ്റും. ഓരോരുത്തരോടും പ്രാർത്ഥന അതിന്റെയൊക്കെ എമ്പതി, അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, അതിന്റെയൊക്കെ ആ നമസ്കാരം. മനസ്സിലാക്കാനുള്ള കഴിവൊന്നും നോക്ക്. താങ്ക് യു ഷിബു ചേട്ടാ, താങ്ക് യു അതൊക്കെ ചേട്ടാ, വെറുതെ പറയണതാണ്. ഷാൻഡിയൻ, മൃഗങ്ങളാണ്. ഷാജി. മനുഷ്യനെ
എന്തെങ്കിലും മോളെ കുഴപ്പമുണ്ടാക്കി അവൻ എല്ലാരും മൃഗാണെന്നൊക്കെ ഇന്ന് പറയുന്നത് ഞങ്ങൾക്ക് വെറുതെ ഇത്ര മൃഗത്തിനെ സമയം ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കളിപ്പിക്കുന്ന പരിപാടിയാണ്. സമയം അപ്പൊ ഈ തന്നതിന് എമ്പതി എല്ലാവരോടും ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഈ തലച്ചോറാണ്. ഗ്രൂപ്പിന്റെ പേരിലും നല്ല തലച്ചോറിന് എമ്പതി ഉണ്ടാക്കാൻ പറ്റും. അവിടെയാണ് പറയുന്നത് ഈ ബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അയ്യോ എൻ്റെ മോനെ എന്നൊക്കെ ചില ആൾക്കാർ വിളിക്കുന്നുണ്ട്. എൻ്റെ മോനെ എന്ത് പറ്റി എന്നൊക്കെ അവർ ഭയങ്കര ഉത്കണ്ഠയോട് ചോദിക്കുന്നത്. എന്തിനായ എൻ്റെ എന്ന് പറയണേ? എനിക്ക് വിലപ്പെട്ടവനാണ്, എനിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ എൻ്റെ എന്നൊക്കെയുള്ള പ്രയോഗം. എൻ്റെ കൂട്ടുകാരനാണ് അവൻ. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളെ പൊക്കി പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാരനാണ് അവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു അഭിമാനബോധം ഉണ്ടാകുന്നുണ്ട്. ആ ബന്ധത്തിൻ്റെ ശക്തിയാണ് അവിടെ. അപ്പോൾ അതൊക്കെയാണ് എമ്പതിയുടെ ലക്ഷണം. എമ്പതി, മനുഷ്യൻ അങ്ങനെ എമ്പതി ഉണ്ടാകുമ്പോഴാണ് അവനൊരു ദിവ്യമായിട്ടുള്ള ഒരു മനസ്സവനുണ്ടെന്നൊക്കെ പറയണം. അല്ലാതെ ഗൂഢാലോചന നടത്തി അപമാനിച്ച് ഒരാൾ കൊലപാതകത്തിലേക്ക് നയിച്ചാലൊന്നും ഇതൊക്കെ എമ്പതി എന്നൊന്നും പറയില്ല, സതുദ്ദേശം എന്നൊന്നും പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ മനുഷ്യരാകുന്നത് നമ്മുടെ തലച്ചോറിൽ കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇത്രയും മാരകമായ അവസ്ഥകൾ, വയലൻസ്, ടോർച്ചർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഈ ആൽക്കഹോള്, കൊക്കൈൻ, MDMA, നിക്കോട്ടിൻ, കഫീൻ, കൊക്കൈൻ എന്നൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഉദാഹരണമുണ്ട്, ലോകത്തിലെ ഇഷ്ടം പോലെ തെളിവുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാം എത്ര മനോഹരമാണ്. ഇറ്റ് ഈസ് സയൻറ്റിഫിക്. ഞാൻ പറയുന്നു, സയൻസിൻ്റെ ചികിത്സയുടെ ഏറ്റവും വലിയ വലിപ്പമുള്ളൊരു ചികിത്സയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. കാരണം വെച്ചാൽ മറ്റു ഒരു പുസ്തകത്തിലും 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് വിട്ടു നിന്ന് നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ബന്ധത്തെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേന്മകളെയും തിരിച്ച് എടുക്കാനായിട്ടൊന്നും പറയുന്നില്ല. അത് ഒരാൾ ഉപദേശിക്കുന്നില്ല, ഒരു പുസ്തകമില്ല. പക്ഷെ ഞാൻ വായിച്ച എല്ലാ പുസ്തകത്തിലും, ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഞാൻ വായിച്ച എല്ലാ പുസ്തകത്തിലും എടുത്തു പറയുന്നുണ്ട്. പ്രോഗ്രാം അതിന് ഉതകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ അതിൽ കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് വളരെ ലളിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൽ ആദ്യമായിട്ട് വന്നെന്ന് പറഞ്ഞാൽ അയാൾക്ക് എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം, സുഹൃത്തെ, നിങ്ങൾ ഈ രോഗം എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ജീവിക്കുക, നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കുക. അതിനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ ഹലോ കേൾക്കാം ഡോക്ടർ സാറേ, കേൾക്കാം എല്ലാവരും കേൾക്കാം. അപ്പൊ റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്യും. റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്യും. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ താല്പര്യമുണ്ട്. എനിക്ക് ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കാം. അതിലിപ്പോ പ്രോഗ്രാമിനുള്ള ആരെങ്കിലും ഉത്തരം പറയാമോ? നമ്മൾ ഒരു ലഹരി വസ്തുവിന്റെ ഒരു ഉപയോഗം നിർത്താൻ വേണ്ടി നമ്മൾ ഇഫക്റ്റീവായിട്ട്, ഫലപ്രദമായിട്ട് നമ്മൾ ഒരു കൂട്ടായ്മ, ഒരു പ്രോഗ്രാമിൽ ചെന്നിട്ട് അവിടെ നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ അനുഭവം പങ്കുവെക്കണം. ഹലോ, നമ്മളെ അനുഭവം പങ്കുവെക്കല്ലേ വേണ്ടത്? ശരി. അപ്പോൾ ഈ അനുഭവം പങ്കുവെക്കുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. പക്ഷെ ഈ അനുഭവം മാത്രമല്ല, ആ അനുഭവങ്ങളിൽ കൂടി നമുക്ക് കിട്ടിയ ശക്തി, ആ ശക്തിയിൽ കൂടി നമുക്ക് കിട്ടിയ പ്രതീക്ഷ. അപ്പോൾ ഇതിനാണ്
നമ്മൾ ESH എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരൊക്കെ അവർക്ക് കാണാപ്പാടം അറിയാം. ESH എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ്. അനുഭവങ്ങൾ മാത്രമല്ല, അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ ശക്തിയിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മുടെ സ്ട്രെങ്ത് അതാണ്. അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അനുഭവങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. അതാണ് നമ്മുടെ ശക്തി കിട്ടുന്നത്. ഇത് രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നത്, ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ. അപ്പോൾ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് തലച്ചോറിന് ഇങ്ങനെ കേടുപറ്റിയ ഒരാൾ, അയാൾ എത്രയും നിസ്സഹായനും ഒറ്റപ്പെട്ട ഒരാളാണ്. എങ്ങനെ രക്ഷപ്പെടണം എന്നൊരു മാർഗം അയാൾക്ക് അറിയാൻ പാടില്ല. അയാൾക്കൊരു മാർഗം തുറന്നു കൊടുക്കാനുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ അതിൽ മിക്കപ്പോഴും ഒരാൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലൊക്കെ എത്തുമ്പോൾ പലപ്പോഴും അടിത്തട്ടിൽ തട്ടി തകർന്ന് തരിപ്പണാകാൻ പോകുന്ന ഒരവസ്ഥയിലായിരിക്കും. കാരണം അയാൾ ഒത്തിരി കാര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടാണ് 10 വർഷം, 15 വർഷം, 25 വർഷം, 35 വർഷം. ഈയിടെ ഞാൻ 40 വർഷമുള്ള ഒരാളെ കണ്ടു. ഈ 40 വർഷം എങ്ങനെയാണ്? അയാൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്, കണ്ടംപ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ആലോചിക്കുന്നതിന് മുമ്പും അയാളുടെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അതാണ് പ്രീ കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. അയാളുടെ പല അവസ്ഥകളിലും അയാളുടെ സിറ്റുവേഷൻസിലൊക്കെ അയാളുടെ മനസ്സിൽ കൂടി എനിക്കിത് വേണ്ട എന്നുള്ള ഐഡിയ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ആലോചനയ്ക്ക് മുമ്പും ആലോചന ഉണ്ടായിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ അങ്ങനെ ആലോചന വന്നിട്ടും പിന്നെ അയാൾക്ക് എന്ത് പറ്റിയില്ല? ഒരു ആക്ഷനിലേക്ക് കടക്കാൻ പറ്റിയില്ല. ഒരു പ്രവൃത്തി. എന്താണ് പ്രവൃത്തി? 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് സഡൻ സ്റ്റോപ്പേജാണ്, പെട്ടെന്ന് നിർത്തി. ചില ആളുകൾക്ക് അങ്ങനെ നിർത്തുമ്പോൾ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിനെ നേരിടാനാണ് പലപ്പോഴും നമ്മൾ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ആശുപത്രിയിലൊക്കെ കിടക്കുന്നതും ഡോക്ടർമാർ അയാൾക്ക് നല്ല ഔഷധങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ അയാളെ നിയന്ത്രിക്കും. അയാൾക്ക് ചിലപ്പോൾ അപസ്മാരം വരാൻ സാധ്യതയുണ്ട്, അത് നിയന്ത്രിക്കും. അയാൾക്ക് ചിലപ്പോൾ പോഷകാംശമുള്ള ഭക്ഷണം ഉണ്ടാവില്ല, വൈറ്റമിൻസ് ഉണ്ടാവില്ല, മിനറൽസ്, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ഇതൊക്കെ ജീവൻ നിലനിർത്തുന്ന സാധനങ്ങളാണ്. അത് വൃക്കകളിൽ കൂടിയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അതുപോലെ അയാളുടെ ബി പി ചിലപ്പോൾ വളരെ ഓവറായിരിക്കും. ഹാർട്ട് അനിയന്ത്രിതമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. രക്തക്കുഴൽ, രക്തസമ്മർദ്ദം ഭയങ്കര കൂടുതലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ തരണം ചെയ്യാനായിട്ട് ഡോക്ടർക്ക് സഹായിക്കാൻ പറ്റും. അങ്ങനെ അതിനുള്ള മരുന്നുകളൊക്കെ കൊടുക്കും. മരുന്ന് കൊടുത്ത് അയാളുടെ മനസ്സിനെ ശാന്തമാക്കും. അങ്ങനെ ശാന്തമായി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയിലേക്ക് അയാൾ കയറിയായിട്ട് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ അയാൾ എന്ത് ചെയ്യണം? ആ 24 മണിക്കൂർ മദ്യത്തെ വിട്ടു നിൽക്കുക എന്നുള്ള പരിപാടി നിലനിർത്തണം. മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് 24 മണിക്കൂർ നിർത്തി വെച്ച് കഴിഞ്ഞാൽ തലച്ചോറ് രക്ഷപ്പെടും പതുക്കെ. അത് നിലനിർത്തണം. അങ്ങനെ അയാൾ മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ ശരീരത്തിലെ ആരോഗ്യത്തിന് മാറ്റം വരും, അയാളുടെ അവയവങ്ങൾക്ക് മാറ്റം വരും, തലച്ചോറിന് മാറ്റം വരും, പരസ്പരമായിട്ടുള്ള ബന്ധങ്ങളിൽ, ആ സ്വഭാവത്തിൽ ഒക്കെ മാറ്റം വരും, അയാളുടെ ഉത്തരവാദിത്വത്തിൽ വ്യത്യാസം വരും. അയാൾക്ക് മറ്റുള്ളവരോടുള്ള പരിഗണന, അയാൾ മറ്റുള്ളവർ പരിഗണിക്കും, മറ്റുള്ളവർ അയാളും പരിഗണിക്കും. അങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അയാൾക്ക് ബുദ്ധിശക്തി തിരിച്ചു കിട്ടും. ഇങ്ങനെ അയാൾ നിലനിർത്തി കഴിഞ്ഞാൽ അയാൾ പ്രോഗ്രാമിൽ കൂടി മുന്നോട്ട് പോയി ഒരു പ്രചോദനം ഉണ്ടാവും. അയാളുടെ സപ്പോർട്ട് ആദ്യം വരുന്ന അയാളുടെ ഭാര്യ, മക്കളടങ്ങുന്ന വീട്ടിൽ നിന്ന്, അച്ഛനമ്മ, സഹോദരങ്ങൾ, അങ്ങനെ അയാളെ ജോലി സ്ഥലത്ത് നിന്ന് സപ്പോർട്ട് കിട്ടും. അങ്ങനെ അയാൾക്ക് നിരന്തരം സപ്പോർട്ടും സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടും. അതാണ് ഒരു മനുഷ്യന് വേണ്ടത് ഇങ്ങനത്തെ മാരകമായ ഒരു അവസ്ഥയിൽ. അതിൽ കൂടി അയാൾ വളർന്ന് അയാൾ പ്രോഗ്രാം സ്വീകരിച്ച്, പ്രോഗ്രാം അയാളുടെ ഒരു രക്ഷാ കവചമാണെന്ന് അയാൾക്ക് മനസ്സിലാവും. അങ്ങനെ അയാൾ മറ്റ് സുബോധവാന്മാരായി റിക്കവർ ചെയ്ത മറ്റ് സുഹൃത്തുക്കൾ, അയാൾക്ക് അനുകരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ, അവരുടെ കൂടെ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
പക്ഷെ അയാൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അയാൾ ഒരു പതനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ഒരു പതനത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ചികിത്സയെ വിട്ടിട്ട് ചികിത്സയെ നിഷേധിച്ചിട്ട് അയാൾ പഴയ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയോ അയാളുടെ മാനസിക സംഘർഷങ്ങളെ ഒഴിവാക്കാൻ മദ്യം നല്ലതാണെന്നുള്ള ഒരു ബുദ്ധിയില്ലാത്ത ചിന്ത വരുകയൊക്കെ ചെയ്താൽ ഇത് തലച്ചോറിൽ ഒരു ആളിക്കത്തലുണ്ടാവും. അതിൻ്റെ പേര് കിൻഡിലിംഗ് എന്ന് പറയും. കിൻഡിലിംഗ് ഇഫക്റ്റ് എന്ന് പറയും. കിൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ ആളിക്കത്തുക എന്നർത്ഥം. ഇപ്പോൾ ഇങ്ങനെ തണുത്ത് ഇപ്പോൾ ഒരു കൊല്ലൻ്റെ ആലയിൽ അവിടെ വെറുതെ ചാരം മാത്രമേ കാണുള്ളൂ. ആ ചാരത്തിൻ്റെ അടിയിൽ തീക്കട്ടകൾ ഉണ്ടാവും. അത് അയാളുടെ ഓല 2 പ്രാവശ്യം പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് ആളിക്കത്തും. അതേപോലെ തന്നെ മദ്യം ഇല്ലാതെ ശാന്തമായി കിടക്കുന്ന ഒരു ബ്രെയിനിൽ മദ്യം അങ്ങോട്ട് ചെന്ന് അവിടെ ആളിക്കത്തിയാലുണ്ടല്ലോ കരിഞ്ഞു പോകും തലച്ചോറ്. അപ്പോൾ അയാളൊരു പുനർപതനത്തിലേക്ക് പോയി ചിലപ്പോൾ ആത്മഹത്യയിലേക്കും ജീവിതം തന്നെ അവസാനിക്കുന്ന പരിപാടിയിലേക്കും പോകും. അപ്പോൾ അയാൾക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ള ഈ ചികിത്സയിൽ വളരെ സൂക്ഷ്മതയോടും നല്ല ശ്രദ്ധയോടും കൂടി മുന്നോട്ട് പോകണം. തലച്ചോറിന് കേടുപറ്റുന്ന ഔഷധങ്ങൾ, മറ്റു ലഹരി സാധനങ്ങൾ എല്ലാ ലഹരി സാധനത്തിലും അയാൾ ഒഴിവായി നിന്നില്ലെങ്കിൽ ഈ വെറും മദ്യപാനം നിർത്താൻ വേണ്ടി അയാൾ പരിപാടി എന്തെങ്കിലും ആസൂത്രണം ചെയ്യും. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. കാരണം ഈ ക്രോസ് റിയാക്ഷൻ എന്ന് പറയും. ലഹരി വസ്തുക്കളെല്ലാം തലച്ചോറിൻ്റെ ഏകദേശം ഒരേ ഭാഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ലഹരി ഉണ്ടാക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മദ്യവും അതുപോലെ തന്നെ പുകയിലയും ഒരുമിച്ച് ഉപയോഗിക്കുന്നു വിചാരിക്കും. നിങ്ങൾ മദ്യം മാത്രം നിർത്തി, പക്ഷെ നിങ്ങൾ പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൊബാക്കോ, ഈ നിക്കോട്ടിൻ നിങ്ങളെ മദ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പുക വലിച്ച് അതിൻ്റെ അളവ് കൂട്ടി അതിൻ്റെ അഡിക്ഷൻ കൂടുതലാവും. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 4 ഇരട്ടി വേഗത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക, മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മദ്യപാനത്തിന് പകരം ഹാർട്ട് അറ്റാക്ക് കൊണ്ടും മരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മണ്ടത്തരമൊന്നും ചെയ്യാതെ എല്ലാ ലഹരി വസ്തുവും ഏതൊക്കെ ഉപയോഗിക്കുന്നോ ഒക്കെ നിർത്തുക. കാരണം എല്ലാം ഈ ക്രോസ് റിയാക്ഷൻ ഉണ്ടാക്കും. കൂടാതെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട കാര്യമാണ് ഈ മദ്യാസക്തൻ്റെ ബ്രെയിനിൽ ഈ ഇൻഡ്യൂസ്ഡ് ഡിസോർഡർ എന്ന് പറയും. ഇൻഡ്യൂസ്ഡ്, ഈ ലഹരി വസ്തു അതിൽ പ്രവർത്തിച്ച് ഇൻഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത രോഗമാണ് പല കടുത്ത മാനസിക രോഗങ്ങൾ. അതിൽ ഷിസോഫ്രീനിയ ഉണ്ട്, ബൈപ്പോളർ ഡിസീസ് ഉണ്ട്, സിവിയർ ഡിപ്രഷൻ ഉണ്ട്, ആങ്സൈറ്റി ഡിപ്രഷൻ ഉണ്ട്, OCD എന്ന് പറഞ്ഞ രോഗമുണ്ട്. അങ്ങനെ ഒത്തിരി മാനസിക രോഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊന്നും ചെന്ന് പെടാതെ ഈ പ്രോഗ്രാം ലളിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ, പക്ഷെ അങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ എടുക്കണം, ഡോക്ടറെ കാണണം. ശരിക്കും ചികിത്സ നമുക്ക് വേണം. അപ്പോൾ എക്സ്പീരിയൻസ്, സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ്, ഈ ഹോപ്പിൻ്റെ കൂടെ 2 മറ്റ് എച്ചുകൾ കൂടി വരാറുണ്ട്. ഒരു മദ്യാസക്തൻ ഒറ്റപ്പെടുന്നത് ഹോപ്പ്ലെസ്നെസ്സിൽ കൂടി മാത്രമല്ല, ഹെൽപ്ലെസ്നെസ്. അയാളെ സഹായിക്കാൻ ആരുമില്ല. അതിന് ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് അയാൾ എത്തിയേക്കണ ഈ പ്രോഗ്രാം. ഹെൽപ്പ്, വെറും ഹെൽപ്പല്ല, അത് ജീവനും ജീവിതവും നിലനിർത്താനുള്ള ഒരു കണ്ടുപിടുത്തമാണ്. അതിൻ്റെ സഹായമാണ്. അപ്പം അതിനെ നിസ്സാരമായിട്ട് കണക്കാക്കാൻ പാടില്ല. ഈ ഹോപ്പിനൊക്കെ അത്രയും തന്നെ തുല്യ അളവിൽ വേണ്ടതാണ് ഹെൽപ്ലെസ്നെസ്. കാരണം അയാൾ നിസ്സഹായനാണ്. ഹെൽപ്ലെസ്നെസ്. അപ്പോൾ ഹെൽപ്പ് വേണം അയാൾക്ക്. പ്രതീക്ഷ മാത്രം പോരാ, ഹെൽപ്പ്, സഹായം വേണം. അറ്റ്ലീസ്റ്റ് ഒരു ആശ്വാസത്തിനൊക്കെ അയാൾക്ക് ഒരു സഹായം വേണം. പിന്നെ അയാൾക്ക് ഒരു വീട് വേണം. അയാൾക്ക് വീടുണ്ടെങ്കിലും ചിലപ്പോൾ വീടിൻ്റെ ഒരു ഫീലിംഗ് അയാൾക്കുണ്ടാവില്ല. വീടുള്ളതിൻ്റെ ഫീലിംഗ് അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും അയാൾക്ക് അന്യരായിട്ട് അയാൾക്ക് തോന്നും. അവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അതൊക്കെ അയാളുടെ പ്രവൃത്തികളിൽ കൂടി, അയാളുടെ സ്വഭാവത്തിൽ കൂടി വന്നിട്ടുള്ളതായിരിക്കാം. പക്ഷെ അവർക്കത് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല.
അപ്പൊ അയാൾക്ക് എച്ച് 1 മാത്രമല്ല 3 വേണം. പ്രതീക്ഷകൾ മാത്രം പോരാ, ഹെൽപ്പ് വേണം. ഹോപ്പ്, ഹെൽപ്പ്, ഹോം. അയാൾക്കൊരു വീട് വേണം. അങ്ങനെ ശരിയായ ഒരു വീടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ സ്നേഹം കിട്ടുള്ളൂ, അവിടെ അയാളെ കാത്തിരിക്കാൻ ആളുണ്ടാവുള്ളൂ, അയാളെ പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരാൾ ഷെയർ ചെയ്യുവാണെങ്കിൽ വെറുതെ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഷെയർ ചെയ്യുന്ന ആൾക്ക് ഞാൻ ഇന്ന പോലെ ഷെയർ ചെയ്യുന്നൊന്നും പറയുമല്ല, എന്നാലും അയാൾക്ക് വിനയം വേണം. അയാൾ അഹങ്കാരത്തോടു കൂടി ഷെയർ ചെയ്യുവാണെങ്കിൽ ഒരു മദ്യാസക്തിയുടെ സ്വഭാവം അനുസരിച്ച് സുരേഷ് ഗോപി പറയുന്ന പോലെ പോ പുല്ലേ എന്ന് പറയും. അപ്പൊ അതുപോലെ ഹ്യൂമിലിറ്റി, അയാൾക്ക് വേണ്ട എളിമയോടുകൂടി അയാൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഒരു പുതുമക്കാരൻ അത് സ്വീകരിക്കുന്നത്. ഹ്യൂമിലിറ്റി. അതുകൂടെ അയാൾ സത്യസന്ധനാണെന്ന് കേട്ടാൽ തോന്നണം, മനസ്സിലാക്കണം. അയാൾ കുറെ പൊലിപ്പിച്ച് നുണയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അതൊന്നും വലിയ സംഭവമില്ല. അപ്പൊ അയാൾ ഓണസ്റ്റ് ആയിരിക്കണം, അയാൾ ഇന്റലിജന്റ് ആയിരിക്കണം, അയാൾ തുറന്ന മനസ്സുള്ള ഒരാളായിരിക്കണം. 24 മണിക്കൂർ പ്രോഗ്രാം അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് സോബ്രൈറ്റി എന്നും എന്താണ് റിക്കവറി എന്നും അയാൾ വേർതിരിച്ച് മനസ്സിലാക്കണം. സോബ്രൈറ്റി ഒരു പെട്ടെന്നുണ്ടാക്കുന്ന ഒരു സാധാരണ അവസ്ഥയാണ്, ഒരു പ്രശാന്തത. ലഹരി വസ്തുവിൽ നിന്ന് പെട്ടെന്ന് വിട്ടുനിന്ന് ഒരു ശാന്തത ഉണ്ടാക്കുന്ന ഒരു മനസ്സ്. അത് റീസെന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, ഈയിടെയുള്ളത്. നേരെ മറിച്ച് ദീർഘകാലം നിലനിൽക്കുന്നതാണ് റിക്കവറി എന്ന് പറഞ്ഞാൽ. ആ റിക്കവറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും അതിൽ? അപ്പോൾ റിക്കവറിയിൽ അയാൾ എല്ലാം പഠിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്, അനുഭവങ്ങൾ കൊണ്ടെല്ലാം മനസ്സിലാക്കിയ ഒരാളാണ്. അത് അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് റിക്കവറി പ്രോഗ്രാം. ഒരു സാധാരണ മനുഷ്യന്റെ അടുത്തേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ് റിക്കവറി. അപ്പോൾ അവിടെ അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അയാളുടെ ജയപരാജയങ്ങളൊക്കെ അയാൾക്കൊരു ചൂണ്ടുവലയാണ്, ഓർമ്മയുണ്ട് അയാൾക്കെല്ലാം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളോടൊപ്പം ഒന്ന് കൃത്യമായിട്ടും നല്ല രീതിയിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡാമേജിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന സാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഏകദേശം നമുക്ക് സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ജാറായി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാലോ സാറേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ആരെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് വരാമോ? എങ്കില് പ്രാർത്ഥിച്ചോട്ടെ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഓക്കെ. ദൈവമേ, കഴിയുന്ന ആൾക്കാരൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്കും നൽകണമേ. Thank you, doctor. Thank you, doctor.